ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോസ് ഓഫ് മോഷൻ എന്നുള്ള ചാപ്റ്ററാണ്. നമുക്കറിയാം, നമ്മുടെ സിലബസിലെ 4ാമത്തെ ചാപ്റ്ററാണ് ലോസ് ഓഫ് മോഷൻ. പബ്ലിക് എക്സാമിനോടനുബന്ധിച്ച് നമ്മൾ നടത്തുന്ന ഈ ക്രാഷ് പ്രോഗ്രാമിൽ 4ാമത്തെ ചാപ്റ്ററായ ലോസ് ഓഫ് മോഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് പബ്ലിക് എക്സാമിന് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് 7 അല്ലെങ്കിൽ 8 മാർക്കിന് വരെയുള്ള ക്വസ്റ്റ്യൻസാണ്. അല്പം വെയിറ്റേജ് കൂടിയ ചാപ്റ്ററാണ്. മോഷനുമായി ബന്ധപ്പെട്ട 3ാമത്തെ ചാപ്റ്റർ. നേരത്തെ മോഷനെ സ്ട്രെയിറ്റ് ലൈൻ, മോഷനെ പ്ലെയിൻ, ഈ ചാപ്റ്ററുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ലോസ് ഓഫ് മോഷൻ എന്നുള്ള ഈ 4ാമത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ. വളരെ സിമ്പിളായി പഠിക്കാൻ പറ്റിയ ചാപ്റ്ററാണ്, ഒന്നുകൊണ്ട് പേടിക്കേണ്ടതില്ല. ഇതുവരെയായും ഈ ലോസ് ഓഫ് മോഷൻ എന്നുള്ള ചാപ്റ്ററിൽ ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും ഇനി പറയുന്ന ഈ കാര്യങ്ങൾ കൃത്യമായി കേട്ട് മനസ്സിലാക്കി അതുപോലെ അങ്ങ് പഠിച്ചു പോയാൽ ഉറപ്പിച്ചു പറയാം, പബ്ലിക് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നമുക്ക് സാധിക്കും. നമ്മൾ ഈ ചാപ്റ്ററിനെ വിവിധ ഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്ത് ഓരോ ഭാഗത്തു നിന്നും എക്സാമിന് ചോദ്യങ്ങൾ വരുന്ന രീതിയിൽ സിമ്പിളായി പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ആ തിയറി പോർഷൻസ് എല്ലാം കവർ ചെയ്യാൻ, കൂടെ ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള പ്രോബ്ലംസ്, ന്യൂമറിക്കൽ പ്രോബ്ലംസ് അതും ഡിസ്കസ് ചെയ്യാൻ. സോ ലോസ് ഓഫ് മോഷൻ എന്നുള്ള ചാപ്റ്ററിൽ ആദ്യമായി നിങ്ങൾ പഠിക്കേണ്ട കാര്യം, ഞാൻ ലോസ് ഓഫ് മോഷൻ എന്നുള്ള ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുമ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മുടെ ഒരു പ്രത്യേക രീതിയിലുള്ള ഓർഡർ സ്വീകരിക്കാൻ, ടെക്സ്റ്റ് ബുക്കിലെ ആ ഓർഡർ മാറ്റിവെച്ച് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഈ പഠനത്തിൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പം മനസ്സിലാക്കാൻ മറ്റൊരു രീതിയിലുള്ള ഒരു ഓർഡർ സ്വീകരിക്കാൻ. ആദ്യം നിങ്ങൾ വേണ്ടത് 4 ടേമുകളെക്കുറിച്ച് മനസ്സിലാക്കുകയാണ്. 1ാമത്തെ ടേം ഇനേർഷ്യ, 2 ഫോഴ്സ്, 3 മൊമെൻറ്റം, 4 ഇമ്പൾസ്. ഈ 4 ടേമുകൾ എന്താണ്, അതുമായി ബന്ധപ്പെട്ട ഫോർമുലകൾ, അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ ഒന്ന് ആദ്യം മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. അതിനുശേഷം ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ 1ഉം 2ഉം 3ഉം നിയമങ്ങളിലേക്ക് നമുക്ക് വരാം. സോ ആദ്യം നമുക്ക് ഇനേർഷ്യ, ദെൻ ഫോഴ്സ്, മൊമെൻറ്റം, ഇമ്പൾസ് നോക്കാം. നമുക്ക് ആദ്യത്തെ പോയിന്റ് ഇനേർഷ്യ. എന്താണ് ഇനേർഷ്യ? മലയാളത്തിൽ ജഡത്വം എന്നൊക്കെ പറയും. നോക്കണം, സിമ്പിളായി മനസ്സിലാക്കാം. എൻ്റെ കയ്യിലുള്ള ഈ പെൻ ഇപ്പോൾ റെസ്റ്റിലാണോ മോഷനിലാണോ? അത് ചലിക്കുന്നില്ല, റെസ്റ്റിലാണ്. ഇനി ഇത് ചലിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മളതിൽ ഫോഴ്സ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ റെസ്റ്റിലുള്ള ബോഡി സ്വയം ചലിക്കില്ല, സ്വയം ചലിക്കാൻ അതിന് കഴിയില്ല. ഇനി അതല്ലെങ്കിൽ ഒരേ വെലോസിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബോഡി, ഒരേ വെലോസിറ്റിയിൽ പോകുന്ന വസ്തുവിന് നമ്മൾ പറയും യൂണിഫോം മോഷനിലുള്ള ബോഡി എന്ന്. ഒരേ വെലോസിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ബോഡി, ആ ബോഡിക്ക് വെലോസിറ്റി കൂട്ടാനോ കുറയ്ക്കാനോ സ്വയം കഴിയില്ല. സ്വയം കഴിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പുറമേ നിന്ന് ഫോഴ്സ് കൊടുത്താലേ ആ വെലോസിറ്റിക്ക് മാറ്റം വരുത്താൻ കഴിയുകയുള്ളൂ. അപ്പോൾ റെസ്റ്റിലുള്ള ബോഡി, അതേപോലെ യൂണിഫോം മോഷനിലുള്ള ബോഡി, ഈ 2 ബോഡികൾക്കും അതിൻ്റെ അവസ്ഥക്ക്, സ്റ്റേറ്റിന് മാറ്റം വരുത്താൻ, ചേഞ്ച് വരുത്താൻ സ്വയം കഴിയില്ല. സ്വയം കഴിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പുറമേ നിന്ന് ഫോഴ്സ് കൊടുത്താൽ കഴിയും, സ്വയം കഴിയില്ല. ആർക്ക് കഴിയില്ല? റെസ്റ്റിലുള്ള ബോഡിക്കും യൂണിഫോം മോഷനിലുള്ള ബോഡിക്കും അതിൻ്റെ അവസ്ഥക്ക് മാറ്റം വരുത്താൻ സ്വയം കഴിവില്ല. ഈ കഴിവില്ലായ്മയെ നമ്മൾ പറയുന്ന പേരാണടാ ഇനേർഷ്യ. എന്താ ഇനേർഷ്യ? ഇന്നബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ദി സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ. സിമ്പിൾ. ഇന്നബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ദി സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ. സിമ്പിളായി പഠിച്ചു വെക്കുക. ഇനർഷ്യ 3 ടൈപ്പാണ്. ഒന്ന് ഇനർഷ്യ ഓഫ് റെസ്റ്റ്, ദെൻ ഇനർഷ്യ ഓഫ് മോഷൻ, 3ാമത് ഇനർഷ്യ ഓഫ് ഡയറക്ഷൻ. സിമ്പിളായി പഠിക്കുക, വളരെ സിമ്പിൾ. ഇനർഷ്യ എന്താണെന്നാണ് പഠിച്ചത്? ഇനബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ദി സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ എന്നല്ലേ? അതിനെങ്ങ് സ്പ്ലിറ്റ് ആക്കടാ. ഇനബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ദി സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, അങ്ങനെയാണെങ്കിൽ അതിനെ പറയണം ഇനർഷ്യ ഓഫ് റെസ്റ്റ്. എന്നാൽ ഇനബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ദി സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ, അതാകുമ്പോൾ എന്താ? ഇനർഷ്യ ഓഫ് മോഷൻ. അത് സിമ്പിളായി പഠിച്ചു കഴിഞ്ഞില്ലേ? സോ ഇനർഷ്യ എന്താണെന്ന് ഒരിക്കൽ കൂടി പറ. ഇനബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ദി സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ. അത് 2 ടൈപ്പ്, അല്ല 3 ടൈപ്പാണ്. 2 ടൈപ്പ് നമ്മളിപ്പോൾ ആദ്യം പഠിക്കുക. ഇനർഷ്യ ഓഫ് റെസ്റ്റും ഇനർഷ്യ ഓഫ് മോഷനും. എന്താ ഇനർഷ്യ ഓഫ് റെസ്റ്റ്? ഇനബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ദി സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. എന്താ ഇനർഷ്യ ഓഫ് മോഷൻ? ഇനബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് മോഷൻ. ഓക്കെ, സിമ്പിളായി പഠിക്കാം. ദെൻ ഇതിന് 2നും എക്സാമ്പിൾ നോക്കണം. ഇനി 3ാമതൊന്നും കൂടി ഉണ്ട്, ഇനർഷ്യ ഓഫ് ഡയറക്ഷൻ. അത് നമുക്ക് അടുത്ത സ്ലൈഡിൽ കാണിക്കാം. ഒന്നുകൂടി കാണിക്കാം ഞാൻ. ഇനർഷ്യ ഓഫ് ഡയറക്ഷൻ അതെന്താ? മൂവ് ചെയ്യുന്ന ബോഡിക്ക് മോഷൻ്റെ ഡയറക്ഷൻ മാറ്റാൻ സ്വയം കഴിയില്ല. ഇനബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ഇറ്റ്സ് ഡയറക്ഷൻ. ഡയറക്ഷൻ മാറ്റാനുള്ള കഴിവില്ലായ്മയാണ് ഇനർഷ്യ ഓഫ് ഡയറക്ഷൻ. റെസ്റ്റിന് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മ ഇനർഷ്യ ഓഫ് റെസ്റ്റ്.
മോഷന് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മ ഇനർഷ്യ ഓഫ് മോഷൻ. സിമ്പിളായി പഠിക്കാം. ഓക്കെ, ദെൻ ഇനി ഓരോന്നിനും എക്സാമ്പിൾ, എപ്പോഴും എക്സാമിന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചില എക്സാമ്പിളുകളുണ്ട്. ആ എക്സാമ്പിൾ വെച്ചുകൊണ്ടാണ് സാധാരണ ചോദ്യം വരാറുള്ളത്. അതായത് നിങ്ങൾക്കൊക്കെ അറിയാം, ഒരു ബസ് നിർത്തിയിട്ടിരിക്കുകയാണെന്ന് കരുതുക. നിർത്തിയിട്ട ബസ്സിൽ നമ്മൾ നിന്ന് യാത്ര ചെയ്യുന്നു. ആ ബസ് നിർത്തിയിട്ടിരിക്കുന്ന ബസ് സഡനായി മുന്നോട്ടെടുക്കുമ്പോൾ നിൽക്കുന്ന യാത്രക്കാർ പിറകോട്ട് വീഴാറില്ലേ? ഒക്കെ നിന്ന് യാത്ര ചെയ്യുന്ന ആളുകൾ ബസ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിറകോട്ട് വീഴുന്നു. എന്താണ് ആ പിറകോട്ട് വീഴാനുള്ള കാരണം? ബസ് നേരത്തെ റെസ്റ്റിലാണ്, അപ്പോൾ ആ നിൽക്കുന്ന യാത്രക്കാരനും റെസ്റ്റിലാണ്. ബസ് മുന്നോട്ടെടുക്കുന്നു, യാത്രക്കാരൻ്റെ കാലുകൾ ആ ബസ്സിൻ്റെ ഫ്ലോറുമായി കോണ്ടാക്റ്റില്ല. അപ്പോൾ കാല് മുന്നോട്ട് പോകും, ബാക്കി ശരീരഭാഗങ്ങൾ റെസ്റ്റിലായിരുന്നു. അവർക്ക് അതേ അവസ്ഥയിൽ തന്നെ നിൽക്കാനാണ് ടെൻഡൻസി. റെസ്റ്റിലുള്ള ബോഡിക്ക് പെട്ടെന്ന് അതിൻ്റെ അവസ്ഥക്ക് മാറ്റം വരുത്താൻ കഴിയില്ല. അപ്പോൾ ആ പെട്ടെന്ന് മൂവ് ചെയ്യേണ്ടി വരുമ്പോൾ കാലുകൾ ബസ്സിൻ്റെ ഫ്ലോറുമായി കോണ്ടാക്റ്റില്ല. അപ്പോൾ ബസ് മുന്നോട്ട് പോകുമ്പോൾ കാലുകൾ മുന്നോട്ട് പോകും, ബാക്കി ഭാഗങ്ങൾക്ക് അതേപോലെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഓക്കെ, അവർ റെസ്റ്റിൽ തന്നെ തുടരാൻ ശ്രമിക്കും, അപ്പോൾ പിറകോട്ട് വീഴും. സോ നിർത്തിയിട്ട ബസ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിൽക്കുന്ന യാത്രക്കാരൻ പിറകോട്ട് വീഴുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം പറയണം ഇനർഷ്യ ഓഫ് റെസ്റ്റ് എന്നാണ്. ഓക്കെ, എന്നാൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബസ്, ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്സിൽ യാത്രക്കാരൻ നിൽക്കുന്നു എന്ന് കരുതുക. ആ യാത്രക്കാരൻ സഡൻ ബ്രേക്ക് ഇടുമ്പോൾ മുന്നോട്ട് വീഴുന്നതോ? ബസ് മോഷനില്ല, അപ്പോൾ യാത്രക്കാരനും മോഷനില്ല. ഓക്കെ, ബസ് പെട്ടെന്ന് റെസ്റ്റിലേക്ക് വരുന്നു, അപ്പോൾ നിൽക്കുന്ന യാത്രക്കാരൻ്റെ കാലുകൾ റെസ്റ്റിലേക്ക് വരുന്നു, ബാക്കി ശരീരഭാഗങ്ങൾ എന്ത് ചെയ്യാണ്? മോഷനില്ല. ആ മോഷൻ കണ്ടിന്യൂ ചെയ്യാനാണ് ടെൻഡൻസി. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡിക്ക് ആ മോഷൻ്റെ അവസ്ഥക്ക് മാറ്റം വരുത്താൻ പെട്ടെന്ന് കഴിയില്ല. അപ്പോൾ ഇനർഷ്യ ഓഫ് മോഷൻ കാരണമാണ് ഓടുന്ന ബസ്സിൽ നിന്ന് യാത്ര ചെയ്യുന്നവൻ മുന്നോട്ട് വീഴുന്നത്. ഓക്കെ, സിമ്പിളായി പഠിക്കാലോ. അപ്പോൾ ഇതൊക്കെ എക്സാമ്പിൾ തന്നിട്ട് എക്സാമിന് ചോദിക്കും എന്തുകൊണ്ട് സ്റ്റാൻഡിങ് പാസഞ്ചേഴ്സ് ഫോൾ ബാക്ക്വേർഡ് വെൻ എ ബസ് സ്റ്റാർട്ട്സ് മൂവിങ് സഡൻലി. എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ മക്കൾ എഴുതണം ഇനർഷ്യ ഓഫ് റെസ്റ്റ് എന്ന്. എന്നാൽ നോക്കട്ടെ, സ്റ്റാൻഡിങ് പാസഞ്ചേഴ്സ് ഫോർവേഡ്. ഓക്കെ, വെൻ എ മൂവിങ് ബസ് സ്റ്റോപ്പ് സഡൻലി. എന്തുകൊണ്ടെന്ന് ചോദിക്കുമ്പോൾ പറയണം ഇനർഷ്യ ഓഫ് മോഷൻ. ദാറ്റ്സ് ഓൾ. ഓക്കെ, ദെൻ മൂന്നാമതായി എക്സാമിന് അങ്ങനെ ചോദിക്കാറില്ല, എന്നാലും ഇനർഷ്യ ഓഫ് ഡയറക്ഷൻ. എന്താണ് ഇനർഷ്യ ഓഫ് ഡയറക്ഷൻ? മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡിക്ക് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ മാറ്റാൻ സ്വയം കഴിവില്ല. ആ കഴിവില്ലായ്മയെ പറയൂട ഇനർഷ്യ ഓഫ് ഡയറക്ഷൻ എന്ന്. സിമ്പിളായിട്ട് പറയാം, നോക്ക്, ഒരു കർവ്ഡ് റോഡ്, വാഹനത്തിൽ നമ്മൾ യാത്ര ചെയ്യുന്നു, വാഹനം ഒരു വളവ് തിരിയുന്നു. ഈ കർവ്ഡ് ട്രാക്കിൽ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, നമ്മൾ ഫാസ്റ്റായി പോയിക്കൊണ്ടിരിക്കുക ലെവൽ റോഡിലൂടെ, സ്ട്രെയിറ്റ് ആയി പോകുന്നു എന്ന് കരുതാം. പെട്ടെന്ന് ഒരു ടേണിങ്, ഒരു കർവ് വരുന്നു. ആ സമയത്ത് നമ്മൾ സ്ലോ ഡൗൺ ചെയ്യൂലേ, വാഹനം സ്പീഡ് കുറക്കൂലേ? എന്താ ആ വെലോസിറ്റി തന്നെ പോയാൽ പെട്ടെന്ന് ആ വളവ് തിരിയാൻ നമുക്ക് കഴിയില്ല. ആ ട്രാക്കിൽ നിന്ന് നമ്മൾ സ്കിഡായി പോകും. അപ്പോൾ ഒന്ന് സ്പീഡ് കുറക്കേണ്ടി വരും. അപ്പോൾ എന്തുകൊണ്ട്? പെട്ടെന്ന് ആ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. അതാണ് ഇനർഷ്യ ഓഫ് ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഇനർഷ്യ ഓഫ് ഡയറക്ഷൻ എക്സാമിന് അങ്ങനെ ചോദിക്കാറില്ല, എന്നാലും ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റണം. സോ ഒന്നാമത്തെ ടേം കഴിഞ്ഞു. എന്താണ് മക്കൾ പഠിക്കേണ്ടത്? എക്സാമിന് വേണ്ടി പഠിക്കുക. എന്താണ് ഇനർഷ്യ? പറ മക്കളെ. ഇനബിലിറ്റി ടു ചേഞ്ച് ദി സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ. 3 ടൈപ്പ് ഇനർഷ്യ: ഇനർഷ്യ ഓഫ് റെസ്റ്റ്, ഇനർഷ്യ ഓഫ് മോഷൻ, ഇനർഷ്യ ഓഫ് ഡയറക്ഷൻ. എന്താ ഇനർഷ്യ ഓഫ് റെസ്റ്റ്? inability to change the state of rest. And the inertia of motion, inability to change the state of motion. And the inertia of direction, inability to change the direction of motion. എക്സാമ്പിൾ പഠിക്കും. ഓക്കെ, വേറെ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കുക. എക്സാമിന് എന്ത് ചോദ്യം വരുന്നു മനസ്സിലായില്ലേ? നോക്കടാ, ഓടുന്ന ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങുന്ന യാത്രക്കാരൻ ആ ബസ് പോകുന്ന ഡയറക്ഷനിൽ അല്പം മുന്നോട്ട് ഓടണ്ടേ, എന്നാലല്ലേ വീഴാതിരിക്കുള്ളൂ. അല്ലെങ്കിൽ ഓടുന്ന ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങുന്ന യാത്രക്കാരൻ വീണു പോകും. എന്തുകൊണ്ട്? ഇനർഷ്യ ഓഫ് മോഷൻ. ഇനർഷ്യ ഓഫ് മോഷൻ. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് അങ്ങനെ തന്നെ പോകാനാണ് ടെൻഡൻസി. പെട്ടെന്ന് റെസ്റ്റിലേക്ക് എത്താൻ കഴിയില്ല. അതൊരു എക്സാമിൻ്റെ ചോദ്യം. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എക്സാമിന് വരും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഏത് ഇനർഷ്യ എന്ന് എഴുതാൻ പറ്റണം. ഓക്കെ, ലോങ് ജമ്പ് ചാടുന്ന അത്ലറ്റുകൾ ഓടി വന്ന് ചാടുന്നത് എന്തുകൊണ്ടാണ്? ഓടി വരുമ്പോൾ മുന്നോട്ട് ഗമിക്കാനുള്ള, മുന്നോട്ട് പോകാനുള്ള, മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. അപ്പോൾ ഇനർഷ്യ ഓഫ് മോഷൻ. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഇനർഷ്യയുമായി ബന്ധപ്പെട്ട എക്സാമിന് ചോദിക്കുന്നത്. സെറ്റല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് നേരെ ഇനർഷ്യ കഴിഞ്ഞാൽ അടുത്ത സിമ്പിളായിട്ടുള്ള 2-3 ടേമുകൾ കൂടി പഠിച്ചാലോ. ഇപ്പോൾ ഇനർഷ്യ എന്താണെന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ നോക്കേണ്ടത് അടുത്ത പോയിന്റ്. ഏതാ അടുത്ത പോയിന്റ്? പറ. ഫോഴ്സ്. എന്താണ് ഫോഴ്സ്? ഞാൻ പറഞ്ഞു, റെസ്റ്റിലുള്ള ബോഡിക്ക് സ്വയം അതിൻ്റെ അവസ്ഥക്ക് മാറ്റം വരുത്താൻ കഴിയില്ല. സ്വയം മൂവ് ചെയ്യാൻ കഴിയില്ല. മൂവ് ചെയ്യുന്ന ബോഡിക്ക് ആ മോഷന് മാറ്റം വരുത്താനും കഴിയില്ല. ഈ സ്വയം കഴിയില്ല എന്ന് പറഞ്ഞാൽ എന്താ? പുറമേ നിന്നൊരു ഫോഴ്സ് കൊടുത്താൽ കഴിയുന്നല്ലേ. അപ്പോൾ റെസ്റ്റിലുള്ള ബോഡിയുടെ ആ അവസ്ഥക്ക് മാറ്റം വരുത്താൻ, യൂണിഫോം മോഷനിലുള്ള ബോഡിയുടെ അവസ്ഥക്ക് മാറ്റം വരുത്താൻ പുറമേ നിന്ന് നമ്മൾ കൊടുക്കേണ്ട ആ പുഷ് അല്ലെങ്കിൽ പുൾ, അതിൻ്റെ പേരാണടാ ഫോഴ്സ്. എന്താണ് ഫോഴ്സ്? എക്സാമിന് ചോദ്യം വരാറില്ല, ചോദിക്കാറില്ല, ചോദിക്കുകയുമില്ല എന്ന് നമുക്ക് പറയാം. എന്നാലും പഠിച്ചു നോക്കണം. എന്താ ഫോഴ്സ്?
എക്സ്റ്റേണൽ കോസ് വിച്ച് ചേഞ്ചസ് ദി സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ. ആവട്ടെ, കാര്യം മനസ്സിലായില്ലേ? റെസ്റ്റിലുള്ള ബോഡിക്ക് ആ അവസ്ഥ മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? അതാണ് ഫോഴ്സ്. എന്താണോ കൊടുക്കേണ്ടത്, ആ എക്സ്റ്റേണൽ കോസ്, അതാണ് ഫോഴ്സ്. നിർബന്ധമായി മക്കൾ ഫോഴ്സിൻ്റെ ഫോർമുല 9ാം ക്ലാസ്സിലേ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഫോഴ്സിൻ്റെ ഫോർമുല? എഫ് ഈസ് ഈക്വൽ ടു എം എ. എഫ് ഈസ് ഈക്വൽ ടു എം എ ബൈ ഹാർട്ട് ആക്കുക. ഈ ചാപ്റ്ററിലെ 1ാമത്തെ ഫോർമുല എന്താ? എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദി ബോഡി. എന്താ എ എന്ന് പറഞ്ഞാൽ? എ ആക്സിലറേഷൻ. സോ എഫ് ഇസ് ഈക്വൽ ടു എം എ, എം മാസ് ഓഫ് ദി ബോഡി, എ ആക്സിലറേഷൻ ഓഫ് ദി ബോഡി. ഓക്കെ, എന്താണ് ഫോഴ്സിൻ്റെ യൂണിറ്റ്? ഈ ചാപ്റ്ററിൽ നമ്മൾ ധാരാളം കാര്യങ്ങൾ ഫോഴ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. സോ എഫ് ഇസ് ഈക്വൽ ടു എം എ ബൈ ഹാർട്ട് ആക്കുക. ദെൻ യൂണിറ്റ്, മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം, ആക്സിലറേഷൻ മീറ്റർ സെക്കൻഡ് റൈസ് ടു -2. സോ കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റൈസ് ടു -2. ഇതിന് പകരം നമ്മൾ സയൻറ്റിസ്റ്റിൻ്റെ പേര് പറയും. ആരാ സയൻറ്റിസ്റ്റ്? ന്യൂട്ടൺ, സർ ഐസക് ന്യൂട്ടൺ. ക്യാപിറ്റൽ എൻ എഴുതും, ന്യൂട്ടൺ. സോ ഫോഴ്സിൻ്റെ ഫോർമുല, ഫോഴ്സിൻ്റെ യൂണിറ്റ്. ഫോഴ്സ് ഒരു സ്കേലാർ ആണോ വെക്ടർ ആണോ? സ്കേലാർ വെക്ടർ മോഷൻ എന്നെ പ്ലെയിനിൽ കേൾക്കുന്നുണ്ട്. എന്താ സ്കേലാർ എന്ന് പറഞ്ഞാൽ? ഡയറക്ഷൻ ഇല്ലാത്തത്. വെക്ടർ എന്ന് പറഞ്ഞാലോ? ഡയറക്ഷൻ ഉള്ളത്. ഫോഴ്സ് വെക്ടർ അല്ലേ? ഫോഴ്സിന് ഡയറക്ഷൻ ഇല്ലേ? ഞാൻ ഒരാളെ പിടിച്ച് തള്ളുന്നു എന്ന് കരുതുക. അങ്ങോട്ടോ ഇങ്ങോട്ടോ മുന്നോട്ടോ പിന്നോട്ടോ ഡയറക്ഷൻ ഉണ്ട്. ഫോഴ്സിന് ഡയറക്ഷൻ ഉണ്ട്. സോ ഫോഴ്സ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. സോ ഇനർഷ്യ എന്താണെന്ന് മനസ്സിലാക്കി. ദെൻ ഫോഴ്സ് എന്താണ്? ഞാനവിടെ ഒരു കാര്യം ഇനർഷ്യയുമായി ബന്ധപ്പെട്ട് വിട്ടുപോയത്, പബ്ലിക് എക്സാമിന് ഒരിക്കൽ ചോദിച്ചൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ. അതായത് ഇനർഷ്യ കാണാനായി ഒരു ഫോർമുല ഇല്ല. ഫോഴ്സ് കാണാൻ എം എ എന്ന ഫോർമുല പഠിച്ചു. അപ്പോൾ ഇനർഷ്യയ്ക്ക് ഒരു ഫോർമുല ഇല്ല. പിന്നെ ഇനർഷ്യ നമ്മൾ എന്തു നോക്കിയിട്ടാണ് പറയാം? മാസ് നോക്കിയിട്ടാണ്. പബ്ലിക് എക്സാമിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഫില്ല് ചെയ്യാനാണ്. ഡാഷ് ഈസ് ദി മെഷർ ഓഫ് ഇനർഷ്യ. ഇനർഷ്യ നോക്കുന്നത് മാസ് നോക്കിയിട്ടാണ്. അതായത് മാസ് കൂടിയ ബോഡിയാണോ, എന്നാൽ ഇനർഷ്യ കൂടും. മാസ് കുറഞ്ഞ ബോഡിയാണോ, ഇനർഷ്യ എന്ത് ചെയ്യും? കുറയും. ഞാൻ ഓരോ ടോപ്പിക് എടുക്കുമ്പോഴും ആ ടോപ്പിക്കിൽ നിന്ന് എക്സാമിൻ്റെ ചോദ്യം എങ്ങനെ എന്ന രീതിയിലാണ് ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മറക്കരുത്, ഇനർഷ്യയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നേരത്തെ വിട്ടുപോയതാണ്. മാസ് ഈസ് എ മെഷർ ഓഫ് ഇനർഷ്യ. മാസ് നോക്കിയിട്ടാണ് ഇനർഷ്യ കൂടുതലാണോ കുറവാണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഹെവിയർ ബോഡിക്ക് ഇനർഷ്യ കൂടും, ലൈറ്റർ ബോഡിക്ക് ഇനർഷ്യ കുറയും. ഓക്കെ, എന്നാൽ ഫോഴ്സ് കാണാൻ ഫോർമുലയുണ്ട്. എന്താ ഫോർമുല? എം എ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റൈസ് ടു -2 ഓർ ന്യൂട്ടൺ. ഫോഴ്സ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഓക്കെ, ഇത് നമുക്ക് 3ാമത്തെ ടേം നോക്കിയാലോ. അപ്പോൾ ഇനർഷ്യ, ഫോഴ്സ് സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് മൊമെൻറ്റം എന്ന ടേം പഠിക്കാം. മൊമെൻറ്റം മുഴുവൻ പേര് ലീനിയർ മൊമെൻറ്റം എന്നാണ്. നമ്മൾ ചുരുക്കി മൊമെൻറ്റം എന്ന് മാത്രം പറയുകയാണ്. ലീനിയർ മൊമെൻറ്റം. മൊമെൻറ്റത്തെ ഏത് ലെറ്ററിലാണ് സൂചിപ്പിക്കുക? മൊമെൻറ്റത്തെ സൂചിപ്പിക്കുന്ന ലെറ്റർ പി ആണ്. പി എന്ന ലെറ്ററിലാണ് മൊമെൻറ്റം സൂചിപ്പിക്കുക. എന്താണ് മൊമെൻറ്റം എന്ന് പഠിക്കും. മൊമെൻറ്റം കാണാനുള്ള ഫോർമുല പഠിക്കുക, അതിൻ്റെ യൂണിറ്റ് നോക്കുക, ഇതൊക്കെയാണ്. മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, മൂവ് ചെയ്യുന്ന ബോഡിക്ക്, ഇപ്പം ഞാൻ ഈ മാർക്കർ എടുത്ത് എറിയുന്നു എന്ന് കരുതുക, ഈ പെണ്ണെടുത്ത് എറിയുന്നു എന്ന് കരുതുക. ആ എറിയുന്ന പെണ്ണ്, ആ പെണ്ണ് എറിയുമ്പോൾ ആ പെണ്ണ് മൂവ് ചെയ്യും. ആ മൂവ് ചെയ്യുന്ന പേന വന്ന് എൻ്റെ കയ്യിലോ നിങ്ങളുടെ ദേഹത്തോ തട്ടുകയാണെങ്കിൽ മൂവിങ് ബോഡിക്ക് അത് തട്ടുന്ന സർഫസിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ശരിയല്ലേ? ഞാൻ വെറുതെ ഈ പെണ്ണ് കൊണ്ടുവന്ന് കയ്യിൽ ഇങ്ങനെ തൊടുന്നത് പോലെയാണോ ഇതെടുത്ത് എറിഞ്ഞാൽ മൂവ് ചെയ്യുന്ന പേന വന്ന് തട്ടുമ്പോൾ? അല്ല, അത് കൈ വേദനിക്കും. ചിലപ്പോൾ വെലോസിറ്റി കൂടുതലാണെങ്കിൽ അത് തട്ടുന്ന കയ്യിൽ കേടുപാടുകൾ ഉണ്ടാക്കും. സോ മൂവ് ചെയ്യുന്ന ബോഡിക്ക് തട്ടുന്ന സർഫസിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അതാണ് മൊമെൻറ്റം. മൊമെൻറ്റത്തിൻ്റെ ഡെഫിനിഷൻ ഞാൻ നേരത്തെ പറഞ്ഞ ഫോഴ്സിൻ്റെ ഡെഫിനിഷൻ പോലെ അങ്ങനെ ചോദിക്കാറുള്ള ഒന്നല്ല. മൊമെൻറ്റം കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയും അതിൻ്റെ യൂണിറ്റും മറ്റ് കാര്യങ്ങളൊക്കെയാണ് മര്യാദക്ക് നോക്കണം. എന്നാലും മൊമെൻറ്റം പഠിക്കുമ്പോൾ എന്താണ് ഈ മൊമെൻറ്റം എന്ന് അറിയണ്ടേ? പറ, എന്താ മൊമെൻറ്റം? ഇറ്റ് ഈസ് ദി പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി എന്നാണ് ആദ്യം പഠിക്കേണ്ടത്. എന്താണ് മൊമെൻറ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞു. പ്രൊഡക്റ്റ് എങ്ങനെ മൊമെൻറ്റം കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതാണ് എക്സാമിന് പഠിച്ചു നോക്കേണ്ടത്. മൊമെൻറ്റം ഈസ് ദി പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. ഫോർമുല പഠിക്കുക. മൊമെൻറ്റം പി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി. എന്താ എം? മാസ് ഓഫ് ദി ബോഡി. എന്താ വി? വെലോസിറ്റി. എല്ലാവരും ഒരു ബുക്കും പെന്നും എടുത്തുകൊണ്ട് ഈ പറയുന്ന പോയിന്റ്സ് അതേപോലെ നോട്ട് ചെയ്ത് വെക്കുക. എക്സാമിന് ഈ ചാപ്റ്ററിൽ നിന്ന് ഇത് പഠിക്കുക, ഇങ്ങനെ പഠിക്കുക, എന്നാൽ നമുക്ക് ഈ ചാപ്റ്റർ നിഷ്പ്രയാസം എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, സോ മൊമെൻറ്റം കാണാനുള്ള ഫോർമുല പി ഈസ് ഈക്വൽ ടു എം വി. എം എന്ന് പറഞ്ഞാൽ മാസ്, വി എന്താ? വെലോസിറ്റി. ഓക്കെ, എം എന്നത് മാസാണ്, നേരത്തെ സൂചിപ്പിച്ചതാണ്. വി എന്ന് പറയുന്നത് വെലോസിറ്റിയുമാണ്. ഓക്കെ, സോ മാസ് കൂടിയ ബോഡിക്ക് മൊമെൻറ്റം കൂടും, വെലോസിറ്റി കൂടിയ ബോഡിക്കും മൊമെൻറ്റം കൂടും. ശരി, എന്താണ് മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ്? മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം, വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ്. ഈ മീറ്റർ പെർ സെക്കൻഡിനെ നേരത്തെ എഴുതിയതുപോലെ കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റൈസ് ടു -1 അങ്ങനെയും എഴുതാം. കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റൈസ് ടു -1.
ഫോഴ്സ് ഒരു വെക്റ്റർ ആയിരുന്നു. മൊമെൻറ്റവും എന്ത് ക്വാണ്ടിറ്റിയാണ്? വെക്റ്റർ. ഫോഴ്സിന് ഡയറക്ഷനുണ്ട്, മൊമെൻറ്റത്തിനും ഡയറക്ഷനുണ്ട്. പ്രത്യേകിച്ചും മോഷനിനെ പ്ലെയിൻ എന്ന ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. താഴെ കൊടുത്തിട്ടുള്ള ക്വാണ്ടിറ്റീസിൽ ആരൊക്കെയാണ് സ്കേലാറുകൾ, ആരൊക്കെയാണ് വെക്ടറുകൾ എന്ന് തിരിച്ചറിയുക. അവിടെ നമ്മൾ സ്കേലാറും വെക്ടറും ഒക്കെ ആരൊക്കെയാണെന്ന് പഠിക്കണമെങ്കിൽ എല്ലാ ചാപ്റ്ററിലും പഠിക്കുന്ന ക്വാണ്ടിറ്റികളിൽ ആരൊക്കെ സ്കേലാർ ആരൊക്കെ വെക്ടർ എന്ന് വൃത്തിയായി മനസ്സിലാക്കി പഠിക്കണം. സോ മൊമെൻറ്റം എന്താ പറയുക? വെക്ടറാണ്. ഫോഴ്സും എന്ത് തന്നെയായിരുന്നു? വെക്ടറായിരുന്നു. ഓക്കെ, ദെൻ നമുക്കിനി ന്യൂട്ടൻ്റെ ലോകളൊക്കെ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം, നിങ്ങൾക്ക് ഈ ലെറ്റർ അറിയാലോ, ഇതൊരു ഗ്രീക്ക് ലെറ്ററാണ്. എന്താണ് ആ ഗ്രീക്ക് ലെറ്ററിനെ വായിക്കുന്നത്? ഡെൽറ്റ എന്നാണ്. ഡെൽറ്റ. ഓക്കെ, ഡെൽറ്റ പി എന്നാണ് എഴുതിയത്. അല്ലെങ്കിൽ ഡി പി എന്ന് എഴുതും. മാത്സിലൊക്കെ കേൾക്കുന്നുണ്ടല്ലോ ഡി പി. ഡി ഡെറിവേറ്റീവ് എന്നാണ്. ഡിസ്പ്ലേ പിക്ചറിൻ്റെ ഡി പി അല്ല, ഡി പി ഡെറിവേറ്റീവ് എന്നർത്ഥത്തിൽ. ഈ ഡെൽറ്റ അതല്ലെങ്കിൽ ഡി, ഡി എന്ന ലെറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡെറിവേറ്റീവ് ആണ്. ഇതൊക്കെ ചേഞ്ചിനെ സൂചിപ്പിക്കാനാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുക, ചേഞ്ചിനെ സൂചിപ്പിക്കാൻ. അപ്പോൾ ഡെൽറ്റ പി എന്ന് പറഞ്ഞാലും ഡി പി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം. പറഞ്ഞ മക്കളെ, എന്താ ഡെൽറ്റ പി ഓർ ഡി പി പറഞ്ഞാൽ? ചേഞ്ച് ഇൻ മൊമെൻറ്റം. ചേഞ്ച് ഇൻ മൊമെൻറ്റം, മൊമെൻറ്റത്തിലുണ്ടാകുന്ന ചേഞ്ചിനെ മാത്തമാറ്റിക്കലി എഴുതുന്ന രീതിയാണ്. വായിക്കട എങ്ങനെ? ഡെൽറ്റ പി അല്ലെങ്കിൽ ഡി പി എന്നത്. ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി അഥവാ ചേഞ്ച് ഇൻ മൊമെൻറ്റം ബൈ ടൈം, അതല്ലെങ്കിൽ ഡി പി ബൈ ഡി ടി. അതിന് നമ്മൾ വായിക്കേണ്ടത്, പറയേണ്ടത് മാത്തമാറ്റിക്കലി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. സോ മൊമെൻറ്റം എന്ന ടേം അവസാനിപ്പിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് മൊമെൻറ്റത്തിൽ പഠിക്കേണ്ടത്? മൊമെൻറ്റം ഈസ് ദി പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. ഫോർമുല പഠിക്കുക, പി ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. യൂണിറ്റ് എന്താ പറയുക? കിലോഗ്രാം മീറ്റർ സെക്കൻഡ് റേസ് ടു -1. മൊമെൻറ്റം ഒരു വെക്ടറാണ്. ഡെൽറ്റ പി അല്ലെങ്കിൽ ഡി പി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം. ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി ഓർ ഡി പി ബൈ ഡി ടി എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ സെറ്റാക്കി കഴിഞ്ഞാൽ നാലാമത്തെ ടേമിലേക്ക് കിടക്കാം. ഏതൊക്കെ കഴിഞ്ഞാൽ? ഇനേർഷ്യ, ഫോഴ്സ്, മൊമെൻറ്റം. ഇനി നാലാമതായി ഇമ്പൾസ് കൂടി പഠിക്കുമ്പോൾ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം കംപ്ലീറ്റ് ആയി. ആദ്യം 4 ടേമുകൾ പഠിക്കുക എന്ന് പറഞ്ഞില്ലേ? നാലാമത്തെ ടേം ഏതാ പറ? ഇമ്പൾസ്. ഇമ്പൾസിനെ ഏത് ലെറ്ററിലാണ് സൂചിപ്പിക്കുക? ഐ. മറന്നിട്ടില്ലല്ലോ, മൊമെൻറ്റത്തെ ഏതായിരുന്നു? പി. ഫോഴ്സ് ഏതായിരുന്നു? എഫ്. ഇനർഷ്യക്ക് അങ്ങനെ ഒരു ലെറ്റർ ഇല്ല, ഫോർമുല ഇല്ല. ശരി, ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് പറയാം. നോക്കണം, ഞാൻ ഒരു ഫുട്ബോൾ ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് കരുതുക. ആ ഫുട്ബോൾ വന്ന് ഞാൻ എന്ത് ചെയ്യാണ്? കാലുകൊണ്ട് അടിച്ച് തെറിപ്പിക്കുകയാണ്. ഒരു ഫുട്ബോൾ പ്ലെയർ എന്ത് ചെയ്യാണ്? ഫുട്ബോൾ കിക്ക് ചെയ്യുകയാണ്. അതല്ലെങ്കിൽ ആണി ചുറ്റിക, ഹാമർ എടുത്തുകൊണ്ട് ചുമരിലൊരു ആണി അടിച്ച് തറക്കുകയാണെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ ബോളർ എറിയുന്ന ബോൾ ബാറ്റ് കൊണ്ട് അടിച്ചു തെറിപ്പിക്കുകയാണെന്ന് കരുതുക. ഇവിടെയൊക്കെ നമ്മൾ വലിയ ഒരു ഫോഴ്സ് ചെറിയൊരു സമയത്തേക്കല്ലേ കൊടുക്കുന്നത്? വളരെ വലിയൊരു ഫോഴ്സ് കുറഞ്ഞ സമയത്തേക്ക് ഒരു ബോഡിയിൽ കൊടുക്കുക. ഇത്തരം ഫോഴ്സുകളെ നമ്മൾ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയും. ഇമ്പൾസ് അല്ല മക്കളെ, ഇമ്പൾസീവ് ഫോഴ്സ്. ആ ഇമ്പൾസീവ് ഫോഴ്സിന് എക്സാമ്പിളാണ് കിക്കിങ് എ ഫുട്ബോൾ, ഹാമറിങ് എ നെയിൽ. ഇത് എക്സാമിന് ഇമ്പൾസ് എന്താണെന്നാണ് ആവശ്യം. ഇമ്പൾസീവ് ഫോഴ്സ് അവിടെ നിൽക്കട്ടെ. ഇമ്പൾസ് എന്നത് ഈ ഇമ്പൾസീവ് ഫോഴ്സിൻ്റെ ഇഫക്റ്റിനെ വിളിക്കുന്ന പേരാണ്. എന്ത്? ഇമ്പൾസീവ് ഫോഴ്സിൻ്റെ ഇഫക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഇമ്പൾസ്. ഇമ്പൾസീവ് ഫോഴ്സ് എന്താ? ലാർജ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി ഫോർ എ സ്മോൾ ടൈം ഇൻ്റർവൽ. ഇതാണ് ഇമ്പൾസീവ് ഫോഴ്സ്. അതിൻ്റെ ആ ഒരു ഇഫക്റ്റിനെ പറയുന്ന പേരാണ് ഇമ്പൾസ് എന്നത്. ഫോർമുല പഠിച്ചു നോക്കുക. ഇമ്പൾസ് കാണാനുള്ള ഇക്വേഷൻ ഐ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം, എഫ് ഇൻറ്റു ടി. ഫോഴ്സ് ഇൻറ്റു ടൈം മറക്കരുത്. ഐ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ടി മറക്കരുത്. ഓക്കെ, മൊമെൻറ്റം കാണാൻ പി ഈസ് ഈക്വൽ ടു എം വി, ഫോഴ്സ് കാണാൻ എഫ് ഈസ് ഈക്വൽ ടു എം എ, ഇനർഷ്യ കാണാൻ ഫോർമുല ഇല്ല, മാസ് നോക്കിയിട്ട് മെഷർ ചെയ്യുക, അത്രേ ഉള്ളൂ. ഇമ്പൾസ് ഐ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം. എന്താണ് ഫോഴ്സിൻ്റെ യൂണിറ്റ്? ന്യൂട്ടൺ. ടൈമിൻ്റെ യൂണിറ്റോ? സെക്കൻഡ്. സോ ഇമ്പൾസിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ്. ഓക്കെ, ഇമ്പൾസ് സ്കേലാർ ആണോ വെക്ടർ ആണോ? ഇമ്പൾസ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. സോ നാലാമത്തെ ടേം കഴിഞ്ഞു. ഇമ്പൾസ് മറക്കരുത്. ഇമ്പൾസ് കാണാനുള്ള ഫോർമുല പഠിക്കുക. ഐ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം, യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ്, ഇമ്പൾസും വെക്ടറാണ്. സോ നമ്മൾ 4 ടേമുകൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഏതൊക്കെ പറയാം? ഇനർഷ്യ കഴിഞ്ഞു, ഫോഴ്സ്, മൊമെൻറ്റം, ഇമ്പൾസ്. എല്ലാത്തിനും എക്സാം ഓറിയൻറ്റഡായി പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം ചുരുക്കി പറഞ്ഞു. എക്സാമിന് എങ്ങനെ ചോദ്യം വരും എന്നും പറഞ്ഞു. ഓക്കെ, മൊമെൻറ്റവുമായി ബന്ധപ്പെട്ടും ഇമ്പൾസുമായി ബന്ധപ്പെട്ടും ഫോർമുല, ഫോഴ്സുമായി ബന്ധപ്പെട്ട ഈ ഫോർമുലകൾ വെച്ചുകൊണ്ടുള്ള പ്രോബ്ലങ്ങൾ എക്സാമിന് ഉണ്ടാവും. ആ പ്രോബ്ലങ്ങൾ വളരെ റെയറായിട്ടൊക്കെ ചോദിക്കാറുള്ളൂ, എന്നാലും പ്രോബ്ലങ്ങൾ ചെയ്ത് പഠിക്കുകയാണ് വേണ്ടത്. പിന്നെ ഓരോന്നിനും യൂണിറ്റ് പ്രോബ്ലം ചെയ്യുമ്പോൾ ആൻസർ കിട്ടുമ്പോൾ യൂണിറ്റ് എഴുതണ്ടേ. പിന്നെ അത് സ്കേലാർ ആണോ വെക്ടർ ആണോ, അത്തരം കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കും. ഓക്കെ, ദെൻ ഈ ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് ഇമ്പൾസുമായി ബന്ധപ്പെട്ട് ഇമ്പൾസ് എന്താ, മൊമെൻ്റ് എന്താ, ഫോഴ്സ് എന്ന് പഠിച്ചല്ലോ, എന്താ ഈ 3 കാര്യങ്ങളും പഠിച്ചല്ലോ. ഇത് 3ഉം അറിയാമെങ്കിൽ അവിടെ നമുക്ക് ചിലപ്പോഴൊക്കെ, സ്ഥിരമായി ചോദിക്കാറില്ല,
ഇമ്പൾസും മൊമെൻറ്റവും തമ്മിലുള്ള റിലേഷൻ. ഇതൊരു പക്ഷേ എക്സാമിന് ചോദിച്ചേക്കാം. പ്രോബ്ലമായിട്ടാണ് കൂടുതൽ തവണയും ചോദിച്ചിട്ടുള്ളത്. എന്നാലും അതല്ലാതെ ഇമ്പൾസും മൊമെൻറ്റും തമ്മിലുള്ള റിലേഷൻ എഴുതാനോ ആ റിലേഷൻ പ്രൂവ് ചെയ്യാനോ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ സാധിക്കണം. സിമ്പിളായി പഠിക്കാൻ പറ്റും. മക്കൾ ശ്രദ്ധിച്ചിരിക്കുക. ആദ്യൊരു കാര്യം പറയുന്നത്, ലോസ് ഓഫ് മോഷൻ എന്നുള്ള ചാപ്റ്റർ നിങ്ങൾ പഠിക്കേണ്ടത് ഇതിനു മുമ്പുള്ള മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനും മോഷൻ ഇൻ എ പ്ലെയിനും പഠിച്ചതിന് ശേഷമായിരിക്കണം. എന്നാലാണ് അവിടെ പഠിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് പ്രയോഗിക്കുമ്പോൾ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും കഴിയുള്ളൂ. നോക്കണം, റിലേഷൻ ബിറ്റ്വീൻ മൊമെൻറ്റം ആൻഡ് ഇമ്പൾസ്, അല്ലെങ്കിൽ ഇതിനെ ഇമ്പൾസ് മൊമെൻറ്റം ലോ ഇങ്ങനെയും പറയും. ഇത്രയേ ഉള്ളൂ. എന്താ റിലേഷൻ? ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ അത് ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിന് ഈക്വൽ ആയിരിക്കും. പഠിച്ചു നോക്കുക. ഇമ്പൾസും മൊമെൻറ്റവും തമ്മിലുള്ള റിലേഷൻ, ഇമ്പൾസ് ഈസ് ഈക്വൽ ടു പറട ചേഞ്ച് ഇൻ മൊമെൻറ്റം. ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം. എങ്ങനെ നമുക്ക് ലെറ്റേഴ്സ് ഉപയോഗിച്ച് എഴുതാം? ഇമ്പൾസ് ഐ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം ഡെൽറ്റ പി. ഒന്ന് വെറുതെ പഠിച്ചാൽ പോരാ. അഥവാ പ്രൂവ് ചെയ്യാൻ ആവശ്യപ്പെട്ടാലോ നമുക്ക് ആ പ്രൂഫ് ഒന്ന് നോക്കാം. ഓക്കെ, എക്സാമിന് അങ്ങനെ സ്ഥിരം ചോദിക്കാറുള്ള ഒന്നല്ല, പ്രോബ്ലമാണ് സാധാരണ ചോദിക്കാറുള്ളത്. ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം വെച്ചുകൊണ്ട് അഥവാ അതൊന്ന് പ്രൂവ് ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ സാധിക്കണം. ഞാനൊന്ന് എഴുതി കാണിക്കട്ടെ, നോക്കണം. ഐ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം എന്നല്ലേ? ഫോഴ്സിൻ്റെ ഫോർമുല പറയണ എം എ എന്നല്ലേ? സോ എം എ ഇൻറ്റു ടൈം. എ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ, മോഷൻ്റെ സ്ട്രെയിറ്റ് ലൈൻ പറ, ആക്സിലറേഷൻ വി മൈനസ് യു ബൈ ടി എന്നല്ലേ? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം. സോ ടൈമും കട്ട് ചെയ്ത് പോയി. എം ഇൻറ്റു വി മൈനസ് യു മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക? എം വി മൈനസ് എം യു, എം വി മൈനസ് എം യു. മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ മൊമെൻറ്റം? അങ്ങനെയെങ്കിൽ മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി ഫൈനൽ മൊമെൻറ്റം, മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി ഇനീഷ്യൽ മൊമെൻറ്റം. സോ ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം, ചേഞ്ച് ഇൻ മൊമെൻറ്റം ഡെൽറ്റ പി. സോ ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം. ഓക്കെ, സോ ഈ ചാപ്റ്ററിലെ ആദ്യത്തെ 4 ടേമുകൾ പഠിപ്പിക്കുന്ന ഭാഗം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇതിൽ അവസാനം പറഞ്ഞ ഇമ്പൾസും ചേഞ്ച് ഇൻ മൊമെൻറ്റവും ഈക്വൽ ആണെന്നുള്ള ഇമ്പൾസ് മൊമെൻറ്റം ലോ, അത് വെച്ചുകൊണ്ട് എക്സാമിന് ചോദിക്കാറുള്ള പ്രോബ്ലം. നമുക്കൊരു പ്രോബ്ലം നോക്കാം. ന്യൂമറിക്കൽ പ്രോബ്ലംസ് എക്സാമിന്, ഫിസിക്സ് എക്സാമിന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഫിസിക്സ് എക്സാം ടഫ് ആക്കാൻ ഉദ്ദേശിച്ചാൽ 2 തരം ചോദ്യങ്ങളെയാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഒന്ന് പ്രോബ്ലം. ഓക്കെ, കൂടുതൽ പ്രോബ്ലങ്ങൾ വർക്കൗട്ട് ചെയ്ത് പഠിക്കണം. ഇനി അഥവാ പ്രോബ്ലങ്ങളുടെ എണ്ണം കുറവാണെങ്കിൽ ചിലപ്പോൾ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂട്ടും. 2 തരം ചോദ്യങ്ങളും നമ്മൾ ആൻസർ ചെയ്യാൻ നമ്മൾ തയ്യാറായി പോകണം. പ്രോബ്ലമൊക്കെ ഒന്ന് മനസ്സിരുത്തി പഠിച്ചാൽ എളുപ്പമുണ്ട. അപ്പോൾ നോക്കണം, എന്താ പ്രോബ്ലം? എ ബാറ്റ്സ്മാൻ ഹിറ്റ്സ് ബാക്ക് എ ബോൾ സ്ട്രെയിറ്റ് ഇൻ ടു ദി ഡയറക്ഷൻ ഓഫ് ദി ബൗളർ. ബാറ്റ്സ്മാൻ ബോളറുടെ നേരെ ബോൾ തിരിച്ചടിച്ചു കൊടുക്കുക. വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ഇനീഷ്യൽ സ്പീഡ് ഓഫ് 12 മീറ്റർ പെർ സെക്കൻഡ്. ബോൾ ബാറ്റ്സ്മാനിലേക്ക് വരുമ്പോൾ 12 മീറ്റർ പെർ സെക്കൻഡ്. ബാറ്റ്സ്മാൻ അതേ സ്പീഡിൽ ബോളറുടെ അടുത്തേക്ക് അങ്ങോട്ട് തിരിച്ചടിച്ചു കൊടുത്തു. ഇങ്ങോട്ട് വരുമ്പോഴുള്ള സ്പീഡ് 12, അങ്ങോട്ട് തിരിച്ചടിച്ചതും 12. അങ്ങനെയെങ്കിൽ ബോളിൻ്റെ മാസ് 0.15 കിലോഗ്രാം ആണെങ്കിൽ ഡിറ്റർമൈൻ ദി ഇമ്പൾസ് ഇമ്പാർട്ടഡ് ടു ദി ബോൾ. ആ ബാറ്റ്സ്മാൻ ആ ബോളിൽ അടിക്കുമ്പോൾ ഇമ്പൾസ് ഇല്ലേ, ആ ഇമ്പൾസ് കാണണം എന്നാണ് ചോദ്യം. എന്തൊക്കെ തന്നിരിക്കുന്നത് പറ? മാസ് തന്നിട്ടുണ്ട്, അതേപോലെ ബോൾ ബാറ്റ്സ്മാനിലേക്ക് വരുമ്പോഴുള്ള വെലോസിറ്റിയും തിരിച്ചു പോകുമ്പോഴുള്ള വെലോസിറ്റിയും ഈക്വലാന്ന് പറഞ്ഞു. ഞാനൊരു ബാറ്റ്സ്മാനെയും ബോളറേയും ജസ്റ്റ് ഒന്ന് കാണിക്കട്ടെ. ഇതാണ് ബാറ്റ്സ്മാൻ എന്ന് കരുതുക. ഈ ബാറ്റ്സ്മാൻ്റെ കയ്യിൽ എന്തുണ്ട്? ബാറ്റ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ നിന്ന് ബോളർ എന്ത് ചെയ്യാണ് പറ? ബോൾ എറിഞ്ഞു കൊടുക്കുകയാണ്. ഇയാൾ ഈ ബോൾ ഇങ്ങോട്ട് എറിയാം. ഇങ്ങോട്ട് ബോൾ എറിയുമ്പോഴുള്ള വെലോസിറ്റി 12. ബാറ്റ്സ്മാൻ തിരിച്ചതിനെ അങ്ങോട്ട് അടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങോട്ട് അടിച്ചു കൊടുക്കുന്ന വെലോസിറ്റിയും എന്ത് തന്നെ പറ? 12. പക്ഷെ ശ്രദ്ധിക്കണം, നിങ്ങൾ മോഷനെ സ്ട്രെയിറ്റ് ലൈനിൽ പഠിച്ചില്ലേ? ലെഫ്റ്റിലേക്കാകുമ്പോൾ വെലോസിറ്റിയെ മൈനസ് ആയും റൈറ്റിലേക്കാകുമ്പോൾ അതിനെ എന്തായും കൺസിഡർ ചെയ്യുക? പ്ലസ് ആയും. ഇതിപ്പോൾ ബാറ്റ്സ്മാൻ ഇവിടെയും ബോളർ അവിടെയും തന്നെ വരക്കണമെന്നൊന്നുമില്ല. ഒരു വെലോസിറ്റിയെ പ്ലസ് ആക്കി എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യും? മൈനസ് ആക്കി എടുക്കുക. സാധാരണ നമ്മൾ റൈറ്റിലേക്കുള്ളതിനൊക്കെ പ്ലസ് ആക്കും, ലെഫ്റ്റിലേക്കുള്ളതിനൊക്കെ മൈനസ് ആക്കുന്ന രീതിയല്ലേ ഉള്ളത്. അതുകൊണ്ട് ഇങ്ങനെ എഴുതി. ഓക്കെ, ഇനി ഈ ബോളിൻ്റെ മാസ് പറഞ്ഞിട്ടുണ്ട് 0.15. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഇമ്പൾസ് കാണുക? ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം. ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം. എങ്ങനെ ചേഞ്ച് ഇൻ മൊമെൻറ്റം പറ? ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം. ഓക്കെ, മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി മൈനസ് മാസ് ഇൻറ്റു ഇനീഷ്യൽ. രണ്ടിലും മാസ് കോമൺ ആണ്. സോ എം ഇൻറ്റു വി മൈനസ് യു, എം ഇൻറ്റു വി മൈനസ് യു. നോക്കടാ, എം ഇൻറ്റു വി മൈനസ് യു ചെയ്യുമ്പോൾ മാസ് എത്രയാണ് പറ? 0.15 അല്ലേ? ഇൻറ്റു ഫൈനൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ബാറ്റ്സ്മാൻ അടിച്ചു കൊടുക്കുന്ന വെലോസിറ്റി ആവട്ടെ, അത് 12 ആണ്.
മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി, ബോളർ എറിയുന്ന വെലോസിറ്റി, അത് -12 ആണ്. സോ 12 മൈനസ് -12. ഓക്കെ, അങ്ങനെ വരുമ്പോൾ 0.15 ഇൻറ്റു 12 മൈനസ് -12, 12 പ്ലസ് 12. ഓക്കെ, 0.15 ഇൻറ്റു 24 എന്ന് വരും. ഓക്കെ, 15 ഇൻറ്റു 24 നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ആൻസർ വരിക പറ? ഓക്കെ, ഇവിടെ 60 എന്ന് വരും, പിന്നെ ഇത് 30 വരും. അപ്പോൾ 0.63. ഓക്കെ, 2 ഡെസിമൽ പ്ലേസ് ഇങ്ങോട്ട് ഇടുമ്പോൾ 3.6 എന്ന് വരും. എന്താ ഇമ്പൾസിൻ്റെ യൂണിറ്റ്? ന്യൂട്ടൺ സെക്കൻഡ്. ഓക്കെ, സോ ഇമ്പൾസുമായി ബന്ധപ്പെട്ട് എക്സാമിന് ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന രീതിയിലുള്ള ആ പ്രോബ്ലം എക്സാമിന് ചോദിക്കാറുണ്ട്. ഇതേപോലെ വേറെയും പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. സോ ഈ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗം ഇനേർഷ്യ, ഫോഴ്സ്, മൊമെൻറ്റം, ഇമ്പൾസ്, ഈ ഭാഗം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനി ചാപ്റ്ററിൻ്റെ അടുത്ത സെഷനിലേക്ക് കടക്കണം. അപ്പോൾ ഈ ടോപ്പിക്ക്, ഈ 4 ടേമുകൾ വൃത്തിയായി മനസ്സിലാക്കി പഠിക്കുക. ഈ ഭാഗത്തു നിന്ന് എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെ രീതിയിലാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ രീതിയിൽ പഠിച്ചോളൂലേ? ഓക്കെ, ഇങ്ങനെ സെറ്റാക്കി പോവുക. ഇനി നമ്മൾ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് കിടക്കുന്നത് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ, സ്റ്റേറ്റ്മെൻറ്റ് ബൈ ഹാർട്ടാക്ക്. എക്സാമിന് ധാരാളം തവണ ചോദിച്ചതാണ് ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും. തേർഡ് ലോ പിന്നെ ഏത് സാധാരണക്കാരനും അറിയാം. ഏതൊരു ആക്ഷനും ഈക്വലും ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ഉണ്ടാകുമെന്നുള്ളത് ആരും എപ്പോഴും പറയാറുള്ള ഒന്നാണ്. ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ. മക്കളുടെ കാര്യം ശ്രദ്ധിക്കേണ്ടത് സ്റ്റേറ്റ്മെൻ്റ് ആണ്, ന്യൂട്ടൺ പറഞ്ഞ കാര്യങ്ങളാണ്, അദ്ദേഹം കണ്ടെത്തിയ കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഭാഷയിലേക്ക് മാറ്റുമ്പോൾ ചിലപ്പോൾ അത് ആവശ്യമായി നിർബന്ധമായി വരേണ്ട ചില കാര്യങ്ങളൊക്കെ വിട്ടുപോകും. അതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ബൈ ഹാർട്ടാക്കുക, മനസ്സിലാക്കി പഠിക്കുകയും ചെയ്യുക. സോ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ലോ ഈസ് ആൾസോ നോൺ ആസ് ലോ ഓഫ് ഇനേർഷ്യ. എക്സാമിന് ചോദിക്കും ലോ ഓഫ് ഇനേർഷ്യ. ഇനേർഷ്യയുമായി ബന്ധപ്പെട്ട് ഇനേർഷ്യ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ലോ ഏത്? നേരത്തെ ഇനേർഷ്യയെ പറ്റി പഠിച്ചില്ലേ? ഓടുന്ന ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങുന്നവനെ പറ്റി പറഞ്ഞു. അതല്ലെങ്കിൽ നിർത്തിയിട്ട ബസ് മുന്നോട്ടെടുക്കുമ്പോൾ നിൽക്കുന്ന യാത്രക്കാരൻ ബാക്കിലേക്ക് വീണിനെ പറ്റി പറഞ്ഞു. ഇതെന്തുകൊണ്ടും ചോദിക്കുമ്പോൾ നമ്മൾ ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, ഇനേർഷ്യ ഓഫ് മോഷൻ എന്നൊക്കെ പറയും. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി തരുന്ന ന്യൂട്ടൻ്റെ നിയമം ഏത് എന്ന് ചോദിക്കുമ്പോൾ പറയണം അത് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ആണെന്ന്. ഓക്കെ, ഫസ്റ്റ് ലോ ഈസ് ആൾസോ നോൺ ആസ് ലോ ഓഫ് ഇനേർഷ്യ. എന്താണ് ലോ ഓഫ് ഇനേർഷ്യ? ഒന്നുമില്ല, ഇത് റെസ്റ്റിലിരിക്കുന്ന ബോഡി. ഈ ബോഡിയിൽ നമ്മൾ പുറമേ നിന്ന് അൺബാലൻസ്ഡ് ഫോഴ്സ് കൊടുക്കണം. എന്നാൽ മാത്രമേ ഇയാൾ എന്ത് ചെയ്യുള്ളൂ? മൂവ് ചെയ്യുള്ളൂ. പുറമേ നിന്ന് ഫോഴ്സ് കൊടുക്കുന്നതിന് എക്സ്റ്റേണൽ ഫോഴ്സ് പറയും. എന്താ അൺബാലൻസ്ഡ് പറഞ്ഞാൽ? അങ്ങോട്ട് ഞാൻ 2 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു, അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടും 2 ന്യൂട്ടൺ തന്നാലോ? അപ്പോൾ അത് ബാലൻസ്ഡ് ആയി. അങ്ങോട്ടും ഇങ്ങോട്ടും 2 ന്യൂട്ടൺ കൊടുത്താൽ മൂവ് ചെയ്യോ? ഇല്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? അൺബാലൻസ്ഡ്. അങ്ങോട്ട് 2 ന്യൂട്ടൺ, ഇങ്ങോട്ടൊന്നുമില്ല, അപ്പോൾ അൺബാലൻസ്ഡ് ആയി. അങ്ങോട്ട് 5 ന്യൂട്ടൺ, ഇങ്ങോട്ട് 2, അപ്പോഴും അൺബാലൻസ്ഡ് ആയി. ഇങ്ങനെ അൺബാലൻസ്ഡ് ആയി പുറമേ നിന്ന് ഫോഴ്സ് കൊടുത്താലേ റെസ്റ്റിലുള്ള ബോഡി ചലിക്കൂ. അല്ലെങ്കിലോ, ഇങ്ങനെ ഫോഴ്സ് കൊടുക്കുന്നില്ലെങ്കിലോ റെസ്റ്റിലുള്ള ബോഡി അങ്ങനെ തന്നെ ഇരിക്കും. ഓക്കെ, കണ്ടിന്യൂ ദി സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. അതേപോലെ തന്നെയാണ് ഒരേ വെലോസിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ബോഡി, യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. അവിടെ എക്സ്റ്റേണലായി അൺബാലൻസ്ഡ് ഫോഴ്സ് കൊടുത്തില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ലോ. നമുക്കൊന്ന് റെസ്റ്റിലുള്ള ബോഡി, യൂണിഫോം മോഷനിലുള്ള ബോഡി അതേ അവസ്ഥയിൽ കണ്ടിന്യൂ ചെയ്യും. എന്തില്ലെങ്കിൽ? എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ഇല്ലെങ്കിൽ. ഓക്കെ, അതാണ് പറയുന്നത്. എവറി ബോഡി കണ്ടിന്യൂസ് ടു ബി ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ അൺലെസ് കമ്പൽഡ് ബൈ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ്. ബൈ ഹാർട്ടാക്കുക മക്കളെ, കാര്യം മനസ്സിലാക്കുക, ബൈ ഹാർട്ടാക്കുക. ഓക്കെ, ഗോ ടു ദി സെക്കൻഡ് ലോ. സോ ഫസ്റ്റ് ലോ മനസ്സിലാക്കണം. ഫസ്റ്റ് ലോയിൽ നിന്നാണ് നമുക്ക് ഇനേർഷ്യ ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നത്. ഫസ്റ്റ് ലോ ഡിഫൈൻസ് ഇനേർഷ്യ എന്നുള്ളതൊരു പ്രധാന പോയിൻ്റായി പഠിക്കണം. ഇനേർഷ്യയുമായി ബന്ധപ്പെട്ട ലോ ഏതെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ലോ എഴുതണം. ആ ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക എന്നാൽ ചിലപ്പോൾ പറയാം ഫസ്റ്റ് ലോ എഴുതുക എന്ന് പറയില്ല. ഇനേർഷ്യയുമായി ബന്ധപ്പെട്ട ലോ ഏത്? സോ ഫസ്റ്റ് ലോ. ദെൻ കം ടു ദി സെക്കൻഡ് ലോ ഓഫ് മോഷൻ. സെക്കൻഡ് ലോ ഈസ് ആൾസോ നോൺ ആസ് ലോ ഓഫ് ഫോഴ്സ് ഓർ ലോ ഓഫ് മൊമെൻറ്റം. ലോ ഓഫ് മൊമെൻറ്റം എന്ന ആ ഒരു പേരൊന്നും പുസ്തകത്തിലില്ല, ഞാൻ ജസ്റ്റ് എഴുതിയെന്ന് മാത്രം. ലോ ഓഫ് ഫോഴ്സ് എന്ന് പറയാം. നമുക്ക് ഫോഴ്സ് മെഷർ ചെയ്യാൻ സാധിക്കുന്നത് സെക്കൻഡ് ലോയിൽ നിന്നാണ്. അതുകൊണ്ടാണ് ലോ ഓഫ് ഫോഴ്സ്. സെക്കൻഡ് ലോ പഠിച്ചാലോ? ശ്രദ്ധിച്ചോളൂ. എന്താ സെക്കൻഡ് ലോ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദി അപ്ലൈഡ് ഫോഴ്സ്. ഓർമ്മയില്ലേ മൊമെൻറ്റം? മൊമെൻറ്റത്തെ പി എന്ന് എഴുതും. ചേഞ്ച് ഇൻ മൊമെൻറ്റം ഡെൽറ്റ പി. ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. ഞാൻ ഒരുപാട് എക്സാമ്പിൾ എടുത്ത് വിശദീകരിച്ച് അങ്ങനെ പോകുമല്ല.
ഇത് നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ് ആണല്ലോ, കുറഞ്ഞ രീതിയിൽ പഠിച്ചുകൊണ്ട് കുറഞ്ഞ സമയം പഠിച്ച് നമുക്ക് ഈ ചാപ്റ്റർ കവർ ചെയ്യാൻ സാധിക്കണം. അതുകൊണ്ട് ഞാൻ വല്ലാണ്ട് ഡെപ്തിലേക്ക് പോകാതെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ്. എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ പുറമേ നിന്ന് കൊടുക്കുന്ന ഫോഴ്സ് കൂടുതലാണെങ്കിൽ, വലിയ ഫോഴ്സ് കൊടുത്താൽ വളരെ പെട്ടെന്ന് മൊമെൻറ്റത്തിൽ ചേഞ്ച് ഉണ്ടാവും. ചെറിയ ഫോഴ്സ് കൊടുത്താലോ കുറേ സമയം എടുക്കും മൊമെൻറ്റത്തിൽ നല്ല ചേഞ്ച് വരണമെന്നുണ്ടെങ്കിൽ, സാവധാനം മൊമെൻറ്റം ചേഞ്ച് ചെയ്യും. നല്ല ഫോഴ്സ് കൊടുത്താൽ ഭയങ്കര വെലോസിറ്റി പോവില്ലേ, അപ്പോൾ മൊമെൻറ്റത്തിൽ പെട്ടെന്ന് ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, എന്നാൽ ചെറിയ ഫോഴ്സാണ് കൊടുക്കണമെങ്കിൽ കുറേ സമയം എടുത്തല്ലേ മൊമെൻറ്റത്തിലും വെലോസിറ്റിയിലൊക്കെ ചേഞ്ച് വരുള്ളൂ. അതാ പറഞ്ഞത്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് ഫോഴ്സ്. അപ്ലൈഡ് ഫോഴ്സ് കൂടിയാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം കൂടും. അപ്ലൈഡ് ഫോഴ്സ് കുറവാണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം കുറയും. പറയണ്ട, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദി അപ്ലൈഡ് ഫോഴ്സ്. അതേപോലെ ആൻഡ് ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഈ ചേഞ്ച് ഇൻ മൊമെൻറ്റം സംഭവിക്കുന്നത് ഫോഴ്സിൻ്റെ ഡയറക്ഷനിലായിരിക്കും. അങ്ങോട്ടാണോ ഫോഴ്സ്, എന്നാൽ അങ്ങോട്ട് മൊമെൻറ്റം ചേഞ്ച് വരും. ഇങ്ങോട്ടാണോ ഫോഴ്സ്, എന്നാൽ മൊമെൻറ്റത്തിലെ ചേഞ്ച് ഇങ്ങോട്ടായിരിക്കും. പറ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഓക്കെ, സോ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയിൽ നിന്ന് നമുക്ക് മാത്തമാറ്റിക്കലി എങ്ങനെ എഴുതാം? എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി ഓർ എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡി പി ബൈ ഡി ടി. നേരത്തെ എഴുതി തന്നില്ലേ, ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം, ഡി പി ബൈ ഡി ടി ആൾസോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. സോ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഗോ ടു ദി തേർഡ് ലോ. തേർഡ് ലോ എല്ലാവർക്കും അറിയാം. എന്താ തേർഡ് ലോ? ഫോർ എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഏതൊരു ആക്ഷനും ഈക്വലും ഓപ്പോസിറ്റുമായി റിയാക്ഷൻ ഉണ്ടാവും. എന്താ ഈ ആക്ഷൻ, എന്താ ഈ റിയാക്ഷൻ? ഒന്നുമില്ല, നമ്മളൊരു ചുമരിൽ അങ്ങോട്ട് തള്ളുക എന്ന് വിചാരിക്കും, അപ്പോൾ ആ ചുമര് നമ്മൾ ഇങ്ങോട്ടും തള്ളും. നമ്മൾ ഒരിക്കലും നമ്മളൊരു ബോഡിയിൽ ഫോഴ്സ് അങ്ങോട്ട് കൊടുത്താൽ ആ ബോഡി, ആ സർഫസ് നമ്മുടെ ബോഡിയിൽ, നമ്മുടെ കയ്യിൽ, അല്ലെങ്കിൽ എവിടെയാണോ ഫോഴ്സ് കൊടുക്കുക അവിടെ ഇങ്ങോട്ടും ഫോഴ്സ് ആണ്. ഫോഴ്സ് ഒരിക്കലും സിംഗിളായി കാണുകയില്ല, ഫോഴ്സ് എപ്പോഴും പെയറായിട്ടേ കാണൂ. അതാണ് ഏതൊരു ഫോഴ്സിനും ഈക്വലും ഓപ്പോസിറ്റുമായി തിരിച്ച് ഒരു ഫോഴ്സ് ഉണ്ടാകും. അതാണ് ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നോക്കണം, രണ്ട് ബോഡികൾ കൺസിഡർ ചെയ്യും. ഇവിടെ എഴുതിയിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നോക്ക, ഇവിടെ എഫ് എ ബി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എഫ് ബി എ എന്നാണ് ഈ എഴുതിയത്. അതായത് ഇത് എ എന്ന ബോഡി, ഓക്കെ, ഇത് ബി എന്നുള്ള ബോഡി. എ എന്നുള്ള ബോഡി ബി എന്നുള്ള ബോഡിയിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. ഇതിനെ എഫ് ബി എ എന്ന് എഴുതും. അപ്പോൾ ഈ ബോഡി അതേപോലെ ഫോഴ്സ് ഇങ്ങോട്ടും എഴുതും. അതാണ് എഫ് എ ബി എന്ന്. അതൊന്നും മൈൻഡ് ആക്കണ്ട. എഫ് എ ബി എഫ് ബി എ അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ഓപ്പോസിറ്റ്. എന്താണ് ഈ മൈനസ് സൈൻ്റെ മീനിങ്? മോഷൻ്റെ പ്ലെയിനിൽ പഠിച്ചില്ലേ? രണ്ട് വെക്ടറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ആണെങ്കിൽ, ഈക്വലും ഓപ്പോസിറ്റും ആണെങ്കിൽ ഈക്വൽ ടു എന്ന് പറഞ്ഞ് മൈനസ് സൈൻ ഇട്ട് എഴുതും. സോ എഫ് എ ബി ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എഫ് ബി എ. ഓക്കെ, ഇതാണ് ന്യൂട്ടൻ്റെ തേർഡ് ലോ. തേർഡ് ലോക്ക് എക്സാമ്പിൾ ഒരുപാട് പറയാം. ഞാനൊരു എക്സാമ്പിൾ ബോർഡിൽ എഴുതി കാണിച്ചിട്ടുണ്ട്. അതെന്താ? നമ്മൾ നടക്കുന്ന സമയത്ത് കാലുകൊണ്ട് ഫ്ലോറിൽ ചവിട്ടുന്നു, അത് ആക്ഷൻ. അപ്പോൾ ഫ്ലോർ നമ്മെ മുന്നോട്ട് തള്ളുന്നു, അത് റിയാക്ഷൻ. ഓക്കെ, നടക്കുന്ന വ്യക്തി ഫ്ലോറിൽ പുഷ് ചെയ്യുന്നത് ആക്ഷൻ ആണെങ്കിൽ, ഫ്ലോർ നമ്മുടെ കാലിന്മേൽ തിരിച്ചിങ്ങോട്ട് പുഷ് ചെയ്യുന്നത് റിയാക്ഷൻ. നീന്തുന്ന സമയത്തോ വെള്ളത്തെ കൈകൊണ്ട് പിറകോട്ട് തള്ളുന്നത് ആക്ഷൻ, വെള്ളം നമ്മെ മുന്നോട്ട് തള്ളുന്നത് റിയാക്ഷൻ. ഓക്കെ, ഇങ്ങനെ ഒരുപാട് എക്സാമ്പിളുകൾ നമുക്ക് ആക്ഷനും റിയാക്ഷനും സംബന്ധിച്ച് പറയാം. എക്സാമിന് ഇടക്കിടക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ നമ്മൾ അവസാനിപ്പിക്കാൻ പോവുക. ആക്ഷനും റിയാക്ഷനും ഈക്വലും ഓപ്പോസിറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിക്കും, സാധാരണഗതിയിൽ ഇപ്പോൾ ഈ പെന്നിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ഓപ്പോസിറ്റായി പിടിച്ചു വലിച്ചാൽ പെൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല. ഇങ്ങോട്ട് മാത്രം ഫോഴ്സ് എങ്കിൽ അങ്ങോട്ട് പോകും, ഇങ്ങോട്ടാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ പിടിച്ചു വലിച്ചാൽ എങ്ങോട്ടും പോവില്ല. നമ്മൾ പറയും ക്യാൻസൽ ചെയ്തു പോയി രണ്ട് ഫോഴ്സ്. എന്നാൽ പിന്നെ ആക്ഷനും റിയാക്ഷനും അങ്ങനെയല്ലേ, ഈക്വലും ഓപ്പോസിറ്റോ ക്യാൻസൽ ചെയ്ത് പോകണ്ടേ എന്ന് ചോദ്യം എക്സാമിന് എപ്പോഴും ചോദിക്കും. എന്നാൽ അങ്ങനെ ക്യാൻസൽ ചെയ്ത് പോകില്ല. എന്തുകൊണ്ട്? എപ്പോഴാണ് ഈ ക്യാൻസൽ ചെയ്ത് പോവുക? ഈ പെന്നിൽ തന്നെ ഞാൻ അങ്ങോട്ടും ഇതേ പെന്നിൽ ഇങ്ങോട്ടും ഈക്വൽ ഓപ്പോസിറ്റ് ഫോഴ്സ് ഒരേ ബോഡിയിൽ അപ്ലൈ ചെയ്താലല്ലേ ക്യാൻസൽ ചെയ്ത് പോവുക. ഇതങ്ങനെയല്ല. ആക്ഷൻ എവിടെയാണ്? കാലുകൊണ്ട് നിലത്ത് നമ്മൾ ചവിട്ടുന്നത് ആക്ഷൻ. ഈ നിലം ഫ്ലോർ നമ്മുടെ കാലിൽ ഇങ്ങോട്ട് തള്ളുന്നത് റിയാക്ഷൻ. അപ്പോൾ ആക്ഷൻ ഫ്ലോറിലാണ്, റിയാക്ഷൻ കാലിലാണ്. രണ്ടും ഒരേ ബോഡിയിലായെങ്കിലല്ലേ ക്യാൻസൽ ചെയ്ത് പോകും. നോക്കടാ, ഇവിടെ ഒരുത്തൻ മറ്റൊരുത്തൻ്റെ മുഖത്തേക്കിട്ട് ഇടിക്കുകയാണ്.
ഇടിക്കുന്ന സമയത്ത് നോക്ക്, ഈ ബോഡി ഫസ്റ്റ് എക്സേർട്ട് എ ഫോഴ്സ് ഓൺ ജോ. ഇവൻ്റെ താടിയലിൽ ഇങ്ങോട്ട് കൊടുക്കുന്ന ഫോഴ്സ് ആക്ഷൻ ആണെങ്കിൽ, റിയാക്ഷൻ ഇവൻ്റെ താടിയലിൽ അങ്ങോട്ട് അവൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സാണ് റിയാക്ഷൻ. ആക്ഷൻ ഒരുത്തൻ്റെ മോന്തക്കിട്ടാണെങ്കിൽ റിയാക്ഷൻ മറ്റവൻ്റെ കയ്യിലേക്കിട്ടാണ്. ഓക്കെ, ആക്ഷനും റിയാക്ഷനും ഈക്വലി ഓപ്പോസിറ്റോ, പക്ഷെ ക്യാൻസൽ ചെയ്ത് പോവില്ല. എന്തുകൊണ്ട്? ആക്ഷൻ ഒരു ബോഡി, റിയാക്ഷൻ വേറെ ബോഡി. ഓക്കെ, എന്തുകൊണ്ടാണ് പറ? ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഫോഴ്സസ് ആക്ട് ഓൺ ഡിഫറെൻറ്റ് ബോഡീസ്. ഓക്കെ, നോട്ട് ഓൺ ദി സെയിം ബോഡി, ദേ ഡു നോട്ട് ക്യാൻസൽ ഈച്ച് അതർ. എക്സാമിന് ഇടക്കിടക്കുള്ള ചോദ്യം. ഓക്കെ, വേറൊരു അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ന്യൂട്ടൻ്റെ ലോയുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ളത് അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. മക്കൾ ശ്രദ്ധിക്കണേ. നിങ്ങൾക്കറിയാം, നമ്മൾ ഈ ക്രിക്കറ്റ് പ്ലെയേഴ്സ് അല്ലെങ്കിൽ ക്രിക്കറ്റിൽ ഫീൽഡ് ചെയ്യുന്ന ആളുകളൊക്കെ ബാറ്റ്സ്മാൻ അടിച്ച് തെറിപ്പിച്ച ബോൾ വായുവിലൂടെ ഉയർന്നു പൊങ്ങി വരുമ്പോൾ അവനെ ഔട്ടാക്കാൻ വേണ്ടി ഇത് ക്യാച്ച് ചെയ്യുന്ന സമയത്ത്, ബോൾ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് ബോൾ ഇങ്ങനെ കയ്യിലേക്ക് ഇങ്ങനെ പിടിച്ചതിന് ശേഷം ആ കൈ അവിടെ തന്നെ അങ്ങ് കൂട്ടിപ്പിടിക്കാതെ ആ കൈ താഴോട്ട് ഇങ്ങനെ വലിക്കും. എന്നിട്ട് ഇവിടെ പിടിച്ച ബോൾ ഇങ്ങനെ താഴ്ത്തിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് അവസാനിപ്പിക്കും. എന്തിനാണ് ക്രിക്കറ്റർ ലോവേഴ്സ് ഹിസ് ഹാൻഡ്സ് വൈൽ ക്യാച്ചിങ് ദി ബോൾ? എന്തുകൊണ്ടാണ് അങ്ങനെ? എന്തിനങ്ങനെ ചെയ്യുന്നു? സെയിം ആൻസർ വരുന്ന മറ്റൊരു ചോദ്യം എന്താ പറയുക? ഹൈ ജമ്പ് ചാടുന്ന അത്ലറ്റുകൾ പോൾ വാൾട്ടിലൊക്കെ കണ്ടിട്ടില്ലേ? കുഷ്യൻ ബെഡിലേക്ക് വന്ന് വീഴുന്നു. എന്താ നോർമൽ ആയിട്ടുള്ള ഫ്ലോറിലേക്ക് വന്ന് വീണാൽ എന്തിനാണ് കുഷ്യൻ ബെഡ്? അല്ലെങ്കിൽ മണലൊക്കെ നമ്മുടെ സ്പോർട്സൊക്കെ സ്കൂളിൽ കണ്ടില്ലേ? എന്തിനാണ് സാൻഡ് ബെഡിലേക്ക് വന്ന് വീണത്? എന്തിനാണ് കുഷ്യൻ ബെഡിലേക്ക് വന്ന് വീണത്? ശ്രദ്ധിക്കുക, കുഷ്യൻ ബെഡിലേക്കൊക്കെ വന്ന് വീണാൽ അല്പസമയം താഴോട്ട് നീങ്ങിയിട്ടല്ലേ അവൻ റെസ്റ്റിലേക്ക് വരുള്ളൂ. കൈ ഇങ്ങനെ പിടിച്ച് ബോൾ ഇവിടെ പിടിച്ച് നിർത്താതെ ഇങ്ങനെ വലിച്ചാൽ അല്പസമയം കഴിഞ്ഞിട്ടല്ലേ ബോൾ റെസ്റ്റിലേക്ക് വരുള്ളൂ. സമയം കൂട്ടുകയാണ്. ബോൾ റെസ്റ്റിലേക്ക് വരുത്താനുള്ള മൊമെൻറ്റം സീറോ ആക്കുക, വെലോസിറ്റി സീറോ ആക്കാൻ, മൊമെൻറ്റം സീറോ ആക്കാനുള്ള ടൈം കൂട്ടുകയാണ്. എന്താണ് ഫോഴ്സിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡി പി ബൈ ഡി ടി എന്നല്ലേ? അതല്ലെങ്കിൽ ഇമ്പൾസ് കാണാനുള്ള ഫോർമുല ഐ ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ടി എന്നാണ് എഴുതിയത്. അങ്ങനെയെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു ഐ ബൈ ടി എന്നല്ലേ? ഒന്നുകിൽ നിങ്ങൾ ഈ ഫോർമുല എഴുത്, അതല്ലെങ്കിൽ ഇങ്ങനെ എഴുത്, ഏതെങ്കിലും ഒന്ന് എഴുത്, രണ്ട് എഴുതിയാലും കുഴപ്പമില്ല. എന്നിട്ട് പറയാം ഇവിടെ ടൈം ഡിനോമിനേറ്ററിലല്ലേ, അപ്പോൾ ടൈം എന്ത് ചെയ്യാണ്? നമ്മൾ കൂട്ടുകയാണ്. ടൈം ഇൻക്രീസസ്, ടൈം കൂട്ടിയ ഡിനോമിനേറ്റർ കൂടിക്കഴിഞ്ഞാൽ വാല്യൂ എന്ത് ചെയ്യും? കുറയും. ഡിനോമിനേറ്റർ കൂടിയ വാല്യൂ അഥവാ ഫോഴ്സ് എന്ത് ചെയ്യും? കുറയും. ടൈം കൂടുന്നു, അപ്പോൾ ഫോഴ്സ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഇത്ര മതിയൊരു ആൻസർ. ഓക്കെ, ടൈം കൂട്ടുകയാണ്, ടൈം കൂട്ടുമ്പോൾ ഫോഴ്സ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഓക്കെ, സോ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ മക്കൾ മറക്കരുത്. സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കും, ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാണ്. ഫസ്റ്റ് ലോ ചോദിക്കുന്ന സമയത്ത് ഇനേർഷ്യയുമായി ബന്ധപ്പെട്ട ലോ ഏതെന്ന് ചോദിക്കും. സെക്കൻഡ് ലോ ചോദിക്കുന്ന സമയത്ത് ഫോഴ്സ് മെഷർ ചെയ്യാൻ സഹായിക്കുന്ന ലോ ഏത് എന്ന് ചോദിക്കും. മെഷർ ഓഫ് ഫോഴ്സ്, ഫോഴ്സ് മെഷർ ചെയ്യാൻ സഹായിക്കുന്ന ലോ ഏതെന്ന് ചോദിച്ചാൽ മക്കൾ എഴുതേണ്ടത് സെക്കൻഡ് ലോ. ഇനേർഷ്യയെ സംബന്ധിക്കുന്ന ലോ ഏതെന്ന് ചോദിച്ചാൽ എഴുതേണ്ടത് ഫസ്റ്റ് ലോ. ഓക്കെ, ശ്രദ്ധിക്കുക. ദെൻ തേർഡ് ലോയുമായി ബന്ധപ്പെട്ട് ആക്ഷൻ റിയാക്ഷൻ ഈക്വലും ഓപ്പോസിറ്റും ക്യാൻസൽ ചെയ്ത് പോകുന്നില്ല എന്തുകൊണ്ടെന്നുള്ള ചോദ്യവും ടൈം കൂട്ടുമ്പോൾ ഫോഴ്സ് കുറയുന്നു എന്നതുകൊണ്ടുള്ള ആ രീതിയിലുള്ള അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ എന്നുള്ള ഭാഗം കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് എക്സാമിന് ഈ ചാപ്റ്ററിൽ നിന്ന് ധാരാളം തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഡെറിവേഷൻ. ഒന്നാമത്തെ ഡെറിവേഷൻ എന്താണത്? ഫോഴ്സിൻ്റെ ഫോർമുല പണ്ടേ നേരത്തെ നമ്മൾ പഠിച്ചത് എഫ് ഇസ് ഈക്വൽ ടു എം എ. ആ ഫോർമുല ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. എങ്ങനെ? എഫ് ഇസ് ഈക്വൽ ടു എം എ എന്നുള്ള ഫോർമുല ഡിറൈവ് ചെയ്യാൻ, ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ ഫോഴ്സ്, ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ ഫോഴ്സ്. ഓക്കെ, യൂസിങ് ന്യൂട്ടൺ സെക്കൻഡ് ലോ. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ വെച്ചുകൊണ്ട് ഡിറൈവ് ചെയ്യുക എന്നാണ് സാധാരണ ചോദിക്കാറുള്ളത്. സെക്കൻഡ് ലോ വെച്ചുകൊണ്ട് എങ്ങനെ ഡിറൈവ് ചെയ്യാം? സിമ്പിളാണ്, നോക്കണം. സെക്കൻഡ് ലോയിൽ പറയുന്നത് എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡി പി ബൈ ഡി ടി എന്നല്ലേ? ഓക്കെ, പ്രൊപ്പോർഷനാലിറ്റി മാറ്റി ഈക്വൽ സൈൻ കൊടുക്കുന്നു. അപ്പോൾ കോൺസ്റ്റൻറ്റ് കെ ഇൻറ്റു ഡി പി ബൈ ഡി ടി. ഓക്കെ, ഇവിടെ കെ എന്നുള്ള കോൺസ്റ്റൻറ്റ് സിംപ്ലിസിറ്റിക്ക് വേണ്ടി കെയുടെ വാല്യൂ നമ്മൾ 1 എന്ന രീതിയിൽ എടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ കെയുടെ വാല്യൂ 1 ആകുമ്പോൾ എഫ് ഈസ് ഈക്വൽ ടു പറയണ എന്താ വരിക? ഡി പി ബൈ ഡി ടി. എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി. 3 ലൈൻ സെറ്റായോ? എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡി പി ബൈ ഡി ടി, എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡി പി ബൈ ഡി ടി, കെയുടെ വാല്യൂ 1, അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. ഇനി മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ കൊടുക്കണം. എഫ് ഈസ് ഈക്വൽ ടു
എന്താണ് മൊമെൻറ്റം? മൊമെൻറ്റം മാസ് ഇൻറ്റു വെലോസിറ്റി ബൈ ഡി ടി. ഓക്കെ, ഡി എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ആണ്, നിങ്ങൾക്കറിയാം, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. ഓക്കെ, എഫ് ഈസ് ഈക്വൽ ടു മാസ് കോൺസ്റ്റൻ്റ്, മാസിൽ ചേഞ്ച് ഇല്ല. സോ മാസ് നമ്മൾ പുറത്തേക്ക് എടുത്ത് മാസ് എം ഇൻറ്റു, പിന്നെ ആരുടെ ഡെറിവേറ്റീവാണ് കാണുന്നത്? വെലോസിറ്റി, എം ഇൻറ്റു ഡി വി ബൈ ഡി ടി. ആരാ ഡി വി ബൈ ഡി ടി? ഡി വി ബൈ ഡി ടി മോഷനിനെ സ്ട്രെയിറ്റ് ലൈനിൽ പഠിച്ചു. ഡി വി ബൈ ഡി ടി പറഞ്ഞാൽ ആക്സിലറേഷൻ. ദാറ്റ്സ് ഓൾ, അത്രേ ഉള്ളൂ. അപ്പോൾ ഡി പി ബൈ ഡി ടിക്ക് പകരം ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്ന രീതിയിലും എഴുതട്ടോ. ഓക്കെ, സോ ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ ഫോഴ്സ് യൂസിങ് ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്ന എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുള്ള ചോദ്യമാണ്. സിമ്പിളായി 6 വരിയിൽ നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് എഫ് ഇസ് ഈക്വൽ ടു എം എ എന്നുള്ള പ്രൂഫ് പഠിച്ചെടുക്കാൻ പറ്റും. സോ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും തേർഡ് ലോയും അവസാനിപ്പിച്ച് ഈ ചാപ്റ്ററിൻ്റെ 2ാമത്തെ ഭാഗം കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ 3ാമത്തെ ഭാഗത്തേക്ക് കടക്കണം. ഏതാണ് ചാപ്റ്ററിൻ്റെ 3ാമത്തെ ഭാഗം? പറയണം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്ന ഭാഗത്ത് നിന്ന് എക്സാമിന് സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കാറുണ്ട്, അതേപോലെ പ്രൂഫും ചോദിക്കാറുണ്ട്, അതിൻ്റെ അപ്ലിക്കേഷനും ചോദിക്കാറുണ്ട്. സിമ്പിളായിട്ട് പഠിക്കുക. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം വളരെ സിമ്പിൾ. ഇതുവരെ നമ്മൾ പറഞ്ഞത് എന്താ? എക്സ്റ്റേണലായി അൺബാലൻസ്ഡ് ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ മാത്രമേ റെസ്റ്റിലുള്ള ബോഡി ചലിക്കുള്ളൂ എന്നല്ലേ? അല്ലെങ്കിൽ യൂണിഫോം മോഷനിലുള്ള ബോഡിയുടെ അവസ്ഥക്ക് ചേഞ്ച് വരൂ എന്നല്ലേ? അപ്പോൾ പറയും, എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തില്ലെങ്കിൽ വെലോസിറ്റിക്ക് ചേഞ്ച് ഇല്ല, മൊമെൻറ്റത്തിലും ചേഞ്ച് ഇല്ല. മൊമെൻറ്റം എന്താ? മാസ് ഇൻറ്റു വെലോസിറ്റി. എക്സ്റ്റേണൽ ഫോഴ്സ്, പുറമേ നിന്ന് ഫോഴ്സ് കൊടുത്തില്ലെങ്കിൽ ആ ബോഡിയുടെ, ആ സിസ്റ്റത്തിൻ്റെ മൊമെൻറ്റത്തിന് ചേഞ്ച് വരില്ല. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. സിമ്പിളായി പഠിക്കുക. ഈ സ്റ്റേറ്റ്മെൻറ്റ് വാചകം എന്തെങ്കിലും ആയിക്കോട്ടെ, ഇങ്ങനെ പറ: ഇഫ് എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് 0, മൊമെൻറ്റം ഓഫ് ദി ബോഡി വിൽ ബി കോൺസ്റ്റൻറ്റ്. പറ, ഇഫ് എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് 0, അങ്ങനെ എഴുതി വെക്കട. ഇഫ് എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് 0, മൊമെൻറ്റം ഓഫ് ദി ബോഡി ഈസ് കോൺസ്റ്റൻറ്റ്, വിൽ ബി കോൺസ്റ്റൻറ്റ്, അല്ലെങ്കിൽ വിൽ ബി കൺസർവ്ഡ്, ഇങ്ങനെയൊക്കെ എഴുതും. ഓക്കെ, അങ്ങനെ അതന്നെയാണ് ഈ പറഞ്ഞത്. ഇഫ് ദർ ഈസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ്, ടോട്ടൽ മൊമെൻറ്റം ഓഫ് എ സിസ്റ്റം വിൽ ബി കൺസർവ്ഡ്. എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ മൊമെൻറ്റം കൺസർവ്ഡ് ആണ്. ഇനി അതിൻ്റെ പ്രൂഫ്. ഓക്കെ, ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ അപ്ലൈ ചെയ്തുകൊണ്ടുള്ള പ്രൂഫ്. ഫ്രം സെക്കൻഡ് ലോ, ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ അപ്ലൈ ചെയ്തുകൊണ്ടുള്ള പ്രൂഫാണ് നമുക്കിവിടെ പഠിക്കേണ്ടത്. അതാണ് സാധാരണ ചോദിക്കാറുള്ളത്. വളരെ റെയറായി തേർഡ് ലോ അപ്ലൈ ചെയ്തുകൊണ്ടുള്ള പ്രൂഫും ചോദിക്കാറുണ്ട്. എന്നാൽ കൂടുതലും സെക്കൻഡ് ലോ അപ്ലൈ ചെയ്തുകൊണ്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം പ്രൂവ് ചെയ്യുക. നോക്കിയാലോ, നോക്കണം. എന്താണ് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയിൽ നിന്ന് ഫോഴ്സിനെ കുറിച്ച് നമുക്ക് കിട്ടിയത്? എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി എന്നല്ലേ? കെ ഇൻറ്റു ഡി പി ബൈ ഡി ടി എന്നാണ്. കെയുടെ വാല്യൂ 1 അല്ലടാ, അപ്പോൾ പോയി. സോ എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. ദെൻ ഈ എഫ് എന്ന് പറയുന്ന ഫോഴ്സ് ഇല്ല എന്ന് കരുതുക, എക്സ്റ്റേണൽ ഫോഴ്സ് 0. അങ്ങനെയാണെങ്കിൽ ഡി പി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അങ്ങനെയെങ്കിൽ ഡി പി ഈസ് ഈക്വൽ ടു, പറ, ഈ ഡി ടി എന്നുള്ളത് ഇങ്ങോട്ട് വരുമ്പോൾ 0 ഇൻറ്റു ഡി ടി എന്നാവും. അപ്പോൾ 0. ഡി പി ഇസ് ഈക്വൽ ടു 0. എന്താ ഡി പി എന്ന് പറഞ്ഞാൽ? ഡെറിവേറ്റീവ് ഓഫ് മൊമെൻറ്റം, ചേഞ്ച് ഇൻ മൊമെൻറ്റം. ചേഞ്ച് ഇൻ മൊമെൻറ്റം ഒന്നിക്ക് ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി വെച്ചും ചെയ്യാം. ഡെൽറ്റ പി ഡി പി പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം. ഡെൽറ്റ പി 0, മൊമെൻറ്റത്തിൽ ചേഞ്ച് ഇല്ല. മൊമെൻറ്റത്തിൽ ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ മൊമെൻറ്റം എന്താണെന്ന് അർത്ഥം? കോൺസ്റ്റൻറ്റ്. മൊമെൻറ്റത്തിൽ ചേഞ്ച് ഇല്ലെങ്കിൽ പിന്നെ മൊമെൻറ്റം എന്താടാ? കോൺസ്റ്റൻറ്റ്. ഇത്രയേ ഉള്ളൂ. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ വെച്ചുകൊണ്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ വളരെ സിമ്പിളായി ഇങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി ഞാൻ പ്രധാനപ്പെട്ട ഈ കാര്യങ്ങൾ ആദ്യം പറയട്ടോ. തേർഡ് ലോ വെച്ചുകൊണ്ട് ഇതിൻ്റെ പ്രൂഫ് ചിലപ്പോൾ ചോദിക്കാറുണ്ട്, അത് ഞാൻ അവസാനം പറയാം. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ക്ലിയർ ആയില്ലേ? എന്താ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം? ഇഫ് എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് 0, മൊമെൻറ്റം ഓഫ് ദി ബോഡി വിൽ ബി കോൺസ്റ്റൻറ്റ്. പ്രൂഫ് പറഞ്ഞാൽ എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. എഫ് 0 ആണെങ്കിൽ, if f is equal to 0, dp by dt is equal to 0, dp is equal to 0, p equals constant. ഓക്കെ, ഇതിൻ്റെ അപ്ലിക്കേഷനായി എക്സാമിന് എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുള്ള ഒന്നാണ് റീകോയിലിംഗ് ഓഫ് ഗണ്ണ്. തോക്കിൻ്റെ റീകോയിലിംഗ്. റീകോയിൽ എന്ന് പറഞ്ഞാൽ പിറകോട്ട് വരിക, എന്താ പറയുക, ബാക്ക്വേർഡായി മൂവ് ചെയ്യുക എന്നർത്ഥം. റീകോയിലിംഗ് നിങ്ങൾക്കറിയാം. ബുള്ളറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫയർ ചെയ്യുന്ന സമയത്ത്, ഗൺ ഉപയോഗിച്ചുകൊണ്ട് ഫയർ ചെയ്യുന്ന സമയത്ത്, അവിടെ ആ ബുള്ളറ്റ് ഫയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ബുള്ളറ്റ് ശക്തമായ വേഗതയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് തോക്ക് പിറകോട്ട് വരികയും ചെയ്യും. ശ്രദ്ധിച്ചിട്ടുണ്ടോ, മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. അതായത്
when a bullet is fired, as the bullet moves with a high velocity in forward direction, the gun moves backward. This is known as recoiling of gun. Okay, ബുള്ളറ്റ് മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് ബുള്ളറ്റ് ഫോർവേഡായി പോകുമ്പോൾ ഗൺ മൂവ്സ് ബാക്ക്വേർഡ്. അതാണ് ബുള്ളറ്റ് ഫയർ ചെയ്യുന്ന സമയത്തൊക്കെ പരമാവധി എന്താ പറയുക, സോൾജേഴ്സൊക്കെ ഷോൾഡറിലേക്ക് ചേർത്തി പിടിച്ച് കണ്ടില്ലേ, ആ പിറകോട്ടുള്ള മോഷനെ റെസിസ്റ്റ് ചെയ്യാനാണ് ഷോൾഡറിലേക്ക് തന്നെ ചേർത്തി പിടിക്കുന്നത്. ഓക്കെ, ഇവിടെ ഇതാണ് ഗൺ എന്ന് കരുതുക. ഈ ബുള്ളറ്റ് മുന്നോട്ട് നീങ്ങുന്നത് ഹൈ വെലോസിറ്റിയിലാണ്. അപ്പോൾ ഗൺ പിറകോട്ട് നീങ്ങുന്ന ആ വെലോസിറ്റിയാണ് എന്താ പറയുക, റീകോയിൽ വെലോസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക, ബുള്ളറ്റ് മുന്നോട്ട് നീങ്ങുന്ന ഈ വെലോസിറ്റിയാണ്, അതിനെ നമ്മൾ മസിൽ വെലോസിറ്റി എന്ന് പറയും. ഗണ്ണ് പിറകോട്ട് വരുന്ന വെലോസിറ്റി റീകോയിൽ വെലോസിറ്റി. ബുള്ളറ്റിൻ്റെ വെലോസിറ്റി മസിൽ വെലോസിറ്റി, ഗണ്ണിൻ്റെ വെലോസിറ്റി റീകോയിൽ വെലോസിറ്റി. ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഞാൻ ബുള്ളറ്റിൻ്റെ മാസിനെ സ്മോൾ ലെറ്റർ എം എന്നും ബുള്ളറ്റിൻ്റെ വെലോസിറ്റി സ്മോൾ ലെറ്റർ വി എന്ന് എടുക്കുക. ഇവിടെ ഗണ്ണിൻ്റെ മാസ് ക്യാപിറ്റൽ എം, ഗണ്ണിൻ്റെ വെലോസിറ്റി ക്യാപിറ്റൽ വി. ശ്രദ്ധിക്കണം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്താ അർത്ഥം? എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ മൊമെൻറ്റം കോൺസ്റ്റൻറ്റ്. ബുള്ളറ്റ് ഫയർ ചെയ്യുന്ന സമയത്ത് എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടോ? ഇല്ല. നമ്മൾ തോക്കിൻ്റെ ഈ ട്രിഗർ എന്ന് പറയുന്ന പോർഷൻ പിടിച്ച് വലിക്കുമ്പോൾ അമർത്തുമ്പോൾ നമ്മൾ ആ വലിക്കുന്ന ഫോഴ്സാണോ ബുള്ളറ്റിന്മേൽ കിട്ടുന്നത്? ഒരിക്കലുമല്ല. നമ്മൾ ആ ട്രിഗർ അമർത്തുന്ന സമയത്ത് തോക്കിനകത്ത് ആ ബുള്ളറ്റിന്മേൽ വലിയ ഫോഴ്സ് കിട്ടുകയാണ്. അത് എക്സ്റ്റേണൽ അല്ല, ഇൻറ്റേർണൽ ഫോഴ്സ്. അപ്പോൾ തോക്കിൽ നിന്ന് വെടി ഉതിർക്കുന്ന സമയത്ത് എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല. എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ മൊമെൻറ്റം കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമ്മൾ ബുള്ളറ്റ് ഫയർ ചെയ്യുന്നതിൻ്റെ മുമ്പ് ബുള്ളറ്റും ചലിക്കുന്നില്ല, അതേപോലെ ഗണ്ണും ചലിക്കുന്നില്ല, രണ്ടുപേരുടെയും മൊമെൻറ്റം സീറോ. അപ്പോൾ ബിഫോർ ഫയറിങ് മൊമെൻറ്റം സീറോ. അപ്പോൾ ആഫ്റ്റർ ഫയറിങ്ങും മൊമെൻറ്റ് എന്താവണം? സീറോ ആകണം. മൊമെൻറ്റ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആകണം. പക്ഷേ ഫയറിങ് കഴിഞ്ഞാൽ ബുള്ളറ്റ് അങ്ങോട്ട് പോയി, അപ്പോൾ ബുള്ളറ്റിന് അങ്ങോട്ട് മൊമെൻ്റ് ഉണ്ട്. അങ്ങോട്ട് മൊമെൻ്റ് ഉണ്ടെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് മൊമെൻറ്റം വന്നെങ്കിലല്ലേ മൊമെൻറ്റം ക്യാൻസൽ ചെയ്ത് സീറോ ആകുള്ളൂ. ഫയറിങ്ങിന് മുമ്പ് മൊമെൻറ്റം സീറോ, അപ്പോൾ ഫയറിങ്ങിന് ശേഷം മൊമെൻറ്റ് എന്താവണം? സീറോ ആകണം. എന്നാൽ ആഫ്റ്റർ ഫയറിങ് ബുള്ളറ്റ് അങ്ങോട്ട് പോകും, അപ്പോൾ മൊമെൻറ്റ് അങ്ങോട്ട്, അപ്പോൾ ഗണ്ണ് ഇങ്ങോട്ട് വരും, അപ്പോൾ ഗണ്ണിന് മൊമെൻറ്റ് ഇങ്ങോട്ട്, ഇങ്ങോട്ട് മൊമെൻറ്റം ക്യാൻസൽ ചെയ്ത് പോയി സീറോ. ഓക്കെ, ഇതാണ് കോൺസെപ്റ്റ്. സോ എന്താണ് റീകോയിലിംഗ് ഓഫ് ഗൺ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ദെൻ ഇവിടെ എക്സാമിന് ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ റീകോയിൽ വെലോസിറ്റി കാണാനുള്ള ഫോർമുല വെച്ചുള്ള പ്രോബ്ലം. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ബുള്ളറ്റിൻ്റെ മൊമെൻറ്റം സ്മോൾ എം ഇൻറ്റു സ്മോൾ വി. ഓക്കെ, സ്മോൾ എം ഇൻറ്റു സ്മോൾ വി ആണ് ബുള്ളറ്റിൻ്റെ മൊമെൻറ്റം. ക്യാപിറ്റൽ എം ഇൻറ്റു ക്യാപിറ്റൽ വി ആണ് ഗണ്ണിൻ്റെ മൊമെൻറ്റം. രണ്ടാളുടെയും മൊമെൻറ്റം ഈക്വലാണ് എന്നാൽ ഓപ്പോസിറ്റുമാണ്. ഈക്വല, ബുള്ളറ്റിന് അങ്ങോട്ട് മൊമെൻറ്റും ഗണ്ണിന് ഇങ്ങോട്ടും. അപ്പോൾ രണ്ടാളുടെയും മൊമെൻറ്റ് ഈക്വലാന്ന് ഇങ്ങനെ എഴുതാം. ഓപ്പോസിറ്റ് ആണെന്നുള്ളതിന് അപ്പുറത്തോ ഇപ്പുറത്തോ ഒരു മൈനസ് സൈൻ കൊടുക്കാം. ഓക്കെ, സോറി, ഞാൻ അപ്പുറത്ത് മൈനസ് സൈൻ കൊടുക്കാം. ഈക്വലും ഓപ്പോസിറ്റുമാണ്. ഓക്കെ, ഇത് ഗണ്ണിൻ്റെ മൊമെൻറ്റം, ഇത് ബുള്ളറ്റിൻ്റെ മൊമെൻറ്റം. അങ്ങനെ ഈ ഗണ്ണ് പുറകോട്ട് വരുന്ന വെലോസിറ്റിയാണ് റീകോയിൽ വെലോസിറ്റി. റീകോയിൽ വെലോസിറ്റി കാണാനുള്ള ഫോർമുല പറ, മൈനസ് എം വി ബൈ ക്യാപിറ്റൽ എം. മറക്കരുത്, എന്താ സ്മോൾ ലെറ്റർ എം മാസ് ഓഫ് ബുള്ളറ്റ്, സ്മോൾ വി വെലോസിറ്റി ഓഫ് ബുള്ളറ്റ്, ക്യാപിറ്റൽ എം മാസ് ഓഫ് ഗൺ. സോ ഇത് വെച്ചുകൊണ്ട് എക്സാമിന് പ്രോബ്ലം ചോദിക്കാറുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, റീകോയിലിംഗ് ഓഫ് ഗൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റത്തിൻ്റെ ആപ്ലിക്കേഷനാണ്. ഇനി അതേപോലെ റോക്കറ്റ് പ്രൊപ്പൽഷനും എക്സ്പ്ലോഷൻ ഓഫ് ഷെല്ലൊക്കെ ആപ്ലിക്കേഷനായിട്ട് പറയാം. എക്സാമിന് സാധാരണ ചോദിക്കാറുള്ളത് റീകോയിൽ ഓഫ് ഗണ്ണുമായി ബന്ധപ്പെട്ട ചോദ്യം. നാം നോക്ക്, രണ്ട് ക്വസ്റ്റ്യൻ നോക്ക്. എ ലൈറ്റ് ബുള്ളറ്റ് ഈസ് ഫയർഡ് ഫ്രം എ ഹെവി ഗൺ, ചൂസ് ദി കറക്റ്റ്. ശ്രദ്ധിക്കണേ, ഒരു കാര്യം പറയാൻ മറന്നു, ബുള്ളറ്റിന് മാസ് കുറവാണ്, അപ്പോൾ ബുള്ളറ്റിന് ഭയങ്കര വെലോസിറ്റി ഉണ്ടാവും. എന്നാൽ ഗണ്ണിന് മാസ് കൂടുതലാണ്, അതുകൊണ്ട് ഗണ്ണ് പിറകോട്ട് വരുന്ന റീകോയിൽ വെലോസിറ്റി കുറവായിരിക്കും. അതിപ്പോൾ എല്ലാവർക്കും അറിയാം. ബുള്ളറ്റ് പോകുന്ന വേഗതയിൽ ഗണ്ണ് പിറകോട്ട് വരുമോ, എന്നാൽ പിന്നെ തോക്ക് പിടിച്ചേക്ക് നമുക്ക് വലിയ പ്രയാസം ഉണ്ടാവില്ലേ. ശരി, എന്താണ് ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്? നോക്കാം, 4 ഓപ്ഷൻ തന്നു, ഇതിലേതാ ശരി? പബ്ലിക് എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം. സ്പീഡ് ഓഫ് ഗൺ ആൻഡ് ബുള്ളറ്റ് ആർ ഈക്വൽ. ഒരിക്കലുമല്ല. മൊമെൻറ്റം എന്നതിൻ്റെ പ്ലൂരലാണ് മൊമെൻറ്റ ഓഫ് ദി ബുള്ളറ്റ് ആൻഡ് ഗൺ ആർ ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. കറക്റ്റ് അല്ലേ? അത് മൊമെൻറ്റം, ഗണ്ണിൻ്റെയും ബുള്ളറ്റിൻ്റെയും മൊമെൻറ്റം ഈക്വലുമാണ്, ഓപ്പോസിറ്റുമാണ്. ദെൻ മൊമെൻറ്റം ഓഫ് ഗൺ ആൻഡ് ബുള്ളറ്റ് ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഇൻ ദി സെയിം ഡയറക്ഷൻ. മൊമെൻറ്റം സെയിം അല്ല, മൊമെൻറ്റം ഓപ്പോസിറ്റാണ്. ഒരാളുടെ വെലോസിറ്റി അങ്ങോട്ട്, മറ്റേ ഇങ്ങോട്ട്. സോ മൊമെൻറ്റത്തിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. വെലോസിറ്റി ഓഫ് ഗൺ ആൻഡ് ബുള്ളറ്റ് ആർ ഈക്വൽ, ഒരിക്കലുമില്ല. അപ്പോൾ ഏതാ കറക്റ്റ് ഓപ്ഷൻ? രണ്ടാമത്തെ ഓപ്ഷൻ. ഗണ്ണിനും ബുള്ളറ്റിനും മൊമെൻറ്റം ഈക്വലാണ്, ഓപ്പോസിറ്റാണ്. നോക്കണം ഇനി പ്രോബ്ലം. എ ബുള്ളറ്റ് ഓഫ് മാസ് 15 gram fired with a velocity of 100 meter per second from a gun of mass 2 kilogram. Find the recoil speed of gun. ഗണ്ണിൻ്റെ റീകോയിൽ സ്പീഡ് കാണാനാണ് ചോദ്യം. എന്താണ് റീകോയിൽ സ്പീഡ് ഓഫ് ഗൺ കാണാനുള്ള ഫോർമുല പറ? മൈനസ് എം വി ബൈ ക്യാപിറ്റൽ എം. മൈനസ് സൈൻ ഇട്ടോളണമെന്നില്ല, അത് ഡയറക്ഷനെ സൂചിപ്പിക്കുകയാണ്. അവിടെ മൈനസ് എത്രയാണ്?
ബുള്ളറ്റിൻ്റെ മാസ് 15 ഗ്രാമാണ്. അപ്പോൾ 15 ഗ്രാമിനെ കിലോഗ്രാം ആക്കാൻ 10⁻⁻3. ഇനി ബുള്ളറ്റിൻ്റെ വെലോസിറ്റി എത്ര? ബുള്ളറ്റിൻ്റെ വെലോസിറ്റി പറ. ബുള്ളറ്റിൻ്റെ വെലോസിറ്റി എത്ര? ക്വസ്റ്റ്യനാണ് 100 മീറ്റർ പെർ സെക്കൻഡ്. 100നെ 10 സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? 100നെ 10 സ്ക്വയർ എന്നത് ഡിവൈഡഡ് ബൈ ഗണ്ണിൻ്റെ മാസ്. എത്ര ഗണ്ണിൻ്റെ മാസ് പറ? 2 കിലോഗ്രാമാണ്. 2 കിലോഗ്രാം. അങ്ങനെയെങ്കിൽ 15/2 എന്ന് പറയുമ്പോൾ 15ൻ്റെ പകുതി 7.5 അല്ലേ? ഇൻറ്റു 10⁻³ + 2 - 1. ഓക്കെ, സോ അങ്ങനെ എഴുതിയാൽ മതി. അല്ലെങ്കിൽ ഇതിനെ 10⁻⁻1 എന്ന് പറയുമ്പോൾ ഒരു ഡെസിമൽ പ്ലേസ് കൂടി ഇങ്ങോട്ട് എടുക്കുക. എന്തായാലും വെലോസിറ്റിയാണ്. എന്താ വെലോസിറ്റി? യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, സോ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, അതിൻ്റെ പ്രൂഫ്, സെക്കൻഡ് ലോ വെച്ചുകൊണ്ടുള്ള പ്രൂഫ്, അതേപോലെ റീകോയിൽ ഓഫ് ഗൺ എന്നുള്ള ഭാഗം അവിടുന്ന് എക്സാമിന് ചോദിക്കുന്ന പ്രോബ്ലം. റീകോയിൽ വെലോസിറ്റിയുടെ ഫോർമുല അത് വെച്ചുകൊണ്ട് എക്സാമിന് ചോദിക്കുന്ന പ്രോബ്ലം. ഓക്കെ, ഇനി തേർഡ് ലോ വെച്ചുകൊണ്ട് ഒരു പ്രൂഫ് ഇപ്പോൾ നമുക്ക് ചോദിക്കുകയാണെങ്കിൽ, ഇതിൻ്റെ പ്രൂഫ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ സിമ്പിളായിട്ട് എഴുതേണ്ട ഒരു രീതി, 2 ബോഡികൾ, ഒരാളുടെ മാസ് m1, അയാൾ പോകുന്ന വെലോസിറ്റി u1. ഞാൻ ഒന്ന് ഫാസ്റ്റായിട്ട് പറയാം, കഴിയുന്നവർ നോക്ക്. അതെപ്പോഴും അങ്ങനെ ചോദിക്കാറുള്ളതല്ല, എന്നാലും റെയറായിട്ടൊക്കെ ചോദിക്കാറുണ്ട്. മറ്റൊരാളുടെ മാസ് m2, അയാൾ പോകുന്ന വെലോസിറ്റി u2. അങ്ങനെ ഈ ബാക്കിൽ വരുന്നവന് നല്ല സ്പീഡാണെന്ന് കരുതുക. അവൻ വന്നിട്ട് മുന്നിലവന് ഇടിക്ക് ശേഷം m1 മാസുള്ള ബോഡി പിന്നെ പോകുന്ന സ്പീഡ് v1, m2 മാസുള്ള ബോഡി പിന്നെ പോകുന്ന സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി v2. ഓക്കെ, കൊളീഷൻ നടക്കുക രണ്ടാൾ തമ്മിൽ. അപ്പോൾ ഇവിടെ ഒരു ബോഡി മറ്റൊരു ബോഡി ഇടിക്കുന്ന സമയത്ത് ആ 2 ഫോഴ്സുകൾ എക്സ്റ്റേണൽ അല്ല, ഇന്റേണൽ. ഈ 2 ബോഡിയെ നമ്മളൊരു സിസ്റ്റം എന്നൊക്കെ വിളിക്കും. അപ്പോൾ ഈ കൊളീഷന് മുമ്പുള്ള മൊമെൻറ്റും ശേഷമുള്ള മൊമെൻറ്റും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കേണ്ടത്, ഇവർ കൊളൈഡ് ചെയ്യുന്ന സമയത്ത് ഒന്നാമത്തെ ബോഡിയിൽ ഉണ്ടാകുന്ന ഫോഴ്സും രണ്ടാമത്തെ ബോഡിയിൽ ഉണ്ടാകുന്ന ഫോഴ്സും ഈക്വലും ഓപ്പോസിറ്റും. ഒന്നാമത്തവൻ രണ്ടാമത്തിന് ഇടിക്കുന്ന ഫോഴ്സും അവൻ തിരിച്ചിങ്ങോട്ട് ഇടിക്കുന്ന ഫോഴ്സും ഈക്വലും ഓപ്പോസിറ്റ്. F is equal to ma എന്നല്ലേ? സോ m1a1 is equal to -m2a2. ആക്സിലറേഷൻ കാണാനുള്ള ഫോർമുല ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം. അപ്പോൾ ഇവിടെ അതേപോലെ ആക്സിലറേഷൻ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം. അപ്പോൾ ഇവിടെ 2 ഭാഗത്തും ടൈം കട്ട് ചെയ്തു പോകും. ഇനി m1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ m1 v1 മൈനസ് m1 u1 is equal to മൈനസ് m2 v2 പ്ലസ് മൈനസ് ഓഫ് മൈനസ് പ്ലസ് m2 u2. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നല്ല, എന്നാലും ചോദിക്കുകയാണെങ്കിൽ ആൻസർ ചെയ്യാൻ സാധിക്കണം. അങ്ങനെയെങ്കിൽ ഇനി u ഒക്കെ ഒരു സൈഡും v ഒക്കെ ഒരു സൈഡും ഒക്കെ എങ്ങനെ ഉണ്ടാവും? m1 v1 ഈ മൈനസ് m2 v2 ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് m2 v2 എന്നായി. ഇതാണ് ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ. ഓക്കെ, ഇസ് ഈക്വൽ ടു ഈ മൈനസ് m1 u1 അങ്ങോട്ട് പോയാൽ പ്ലസ് m1 u1 പ്ലസ് m2 u2. ഇത് ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ. അപ്പോൾ തേർഡ് ലോ വെച്ചുകൊണ്ടൊരു പ്രൂഫ് ചോദിക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് ഇങ്ങനെ എഴുതാൻ സാധിക്കും. സോ ഈ ചാപ്റ്ററിലെ ആദ്യത്തെ 3 ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഏതൊക്കെ പറയണം? ആദ്യം ഇനർഷ്യ, ഫോഴ്സ്, മൊമെൻറ്റം, ഇമ്പൾസ്, അതുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും പറഞ്ഞു. അതിനുശേഷം ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ, അവിടെ നിന്നുള്ള എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങളും അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് എല്ലാം പറഞ്ഞു. അതിനുശേഷം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, ആ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം അപ്ലൈ ചെയ്തുകൊണ്ട് അതിൻ്റെ പ്രൂഫ് 2 രീതിയിൽ, അതിൻ്റെ അപ്ലിക്കേഷനുമായി റീകോയിൽ ഓഫ് ഗൺ അത് വെച്ചിട്ടുള്ള പ്രോബ്ലം. ഓക്കെ, ഈ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഡെറിവേഷനുകൾ ഉൾക്കൊള്ളുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉൾക്കൊള്ളുന്ന ഭാഗം ഡിസ്കസ് ചെയ്ത് തുടങ്ങുകയാണ്. ആദ്യമായി എക്സാമിന് 1 മാർക്കിനോ അതല്ലെങ്കിൽ 2 മാർക്കിനൊക്കെയുള്ള ചെറിയ പ്രോബ്ലം ആയിട്ട് വരാറുള്ള ഒരു ചെറിയ പാർട്ട്, അത്ര ഡെപ്തിൽ പഠിക്കേണ്ട, സിമ്പിളായി എക്സാമിന് വേണ്ട കാര്യങ്ങൾ മാത്രമായിട്ട് പഠിക്കുക. അതായത് ഒരു ലിഫ്റ്റിൽ നമ്മൾ കയറി സഞ്ചരിക്കുന്ന സമയത്ത്, മേലോട്ടോ താഴോട്ടോ ചലിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ യഥാർത്ഥ വെയിറ്റ് അല്ല പലപ്പോഴും ഫീൽ ചെയ്യുക. ആ വെയിറ്റ് കൂടുതലായും കുറഞ്ഞതായും ഒക്കെ ഫീൽ ചെയ്യും. അപ്പോൾ എപ്പോഴാണ് കൂടുതലായി തോന്നുക, എപ്പോഴാണ് കുറഞ്ഞതായി തോന്നുക, എന്തായിരിക്കും ആ വെയിറ്റ് കാണാനുള്ള ഇക്വേഷൻ, ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക, സിമ്പിളായിട്ട് പഠിക്കുക. നോക്കൂ, അപ്പാരൻറ്റ് വെയിറ്റ് ഇൻ എ ലിഫ്റ്റ്. അപ്പാരൻറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ നോട്ട് ദി റിയൽ വെയിറ്റ്, ശരിക്കുള്ള ഭാരമല്ല, നമുക്ക് തോന്നുന്ന ആ വെയിറ്റ് എന്നാണ് അപ്പാരൻറ്റ് വെയിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലിഫ്റ്റിൽ നമുക്ക് അനുഭവപ്പെടുന്ന ഭാരത്തെക്കുറിച്ചാണ് പഠിക്കുന്നത് അർത്ഥം. 4 കേസുകളാക്കി ഞാൻ ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കേസ് നോക്കണം. നിങ്ങൾ ഈ ചിത്രത്തിലേക്കൊന്നും വല്ലാതെ മൈൻഡ് ചെയ്യേണ്ട. ഒരു ലിഫ്റ്റ്, അതൊരു ബോഡി, അതിൻ്റെ വെയിറ്റ് താഴോട്ട് മേലോട്ട് ഒരു റിയാക്ഷൻ ഫോഴ്സ്, നോർമൽ റിയാക്ഷൻ എന്നൊക്കെ അതിനെ പറയും. അതൊന്നും ഇപ്പോൾ തൽക്കാലം മൈൻഡ് ചെയ്യേണ്ട, പോയിന്റ് പഠിക്കും. ഒന്നാമത്
ലിഫ്റ്റ് റെസ്റ്റിലാണ് എന്ന് കരുതുക, ചലിക്കുന്നില്ല. അല്ലെങ്കിൽ ലിഫ്റ്റ് ഒരേ വെലോസിറ്റിയിൽ സഞ്ചരിക്കാൻ. റെസ്റ്റ് അല്ലെങ്കിൽ യൂണിഫോം മോഷൻ അത് രണ്ടും ഒരേപോലെയാണെന്ന് നേരത്തെ പാർട്ട് 1 വീഡിയോ എന്ന് മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ വെയിറ്റ് കാണാനുള്ള ഫോർമുല ഞാൻ അപ്പാരൻറ്റ് വെയിറ്റിനെ AW എന്ന് എഴുതട്ടെ. നമുക്ക് അനുഭവപ്പെടുന്ന ഭാരം എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പാരൻറ്റ് വെയിറ്റ് ഒന്നുമില്ല. വെയിറ്റ് കാണാനുള്ള ഫോർമുല മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, M ഇൻറ്റു G. M എന്ന് പറഞ്ഞാൽ മാസ്, G 9.8 നേരത്തെ പലതവണ കേട്ടില്ലേ? അപ്പോൾ റെസ്റ്റിലാണെങ്കിലും അതേപോലെ ഒരേ വെലോസിറ്റിയിൽ പോവുകയാണെങ്കിലും വെയിറ്റ് mg, അത് റിയൽ വെയിറ്റ് ആയിരിക്കും. വെയിറ്റ് കൂടിയതുപോലെയും അനുഭവപ്പെടില്ല, വെയിറ്റ് കുറഞ്ഞതായും തോന്നുകയില്ല. അപ്പാരൻറ്റ് വെയിറ്റ് ഈസ് ഈക്വൽ ടു ദി റിയൽ വെയിറ്റ്. എന്നാൽ അടുത്ത കേസ്, ലിഫ്റ്റ് മൂവ്സ് അപ്പ് വിത്ത് ആൻ ആക്സിലറേഷൻ A. ഒരേ വെലോസിറ്റിയിലല്ല, ഒരു ആക്സിലറേഷനിൽ മേലോട്ട് പോവുകയാണ്. അങ്ങനെയാകുമ്പോൾ മേലോട്ട് പോകുമ്പോൾ നമുക്ക് വെയിറ്റ് കൂടിയതായി തോന്നുകയാണ് ചെയ്യുക. അപ്പോൾ അപ്പാരൻറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് M ഇൻറ്റു G എന്നല്ല, mg ആണ് ശരിക്കുള്ള വെയിറ്റ്. അതിൻ്റെ കൂടെ MA എന്നുള്ള ഒരു ഫോഴ്സ് കൂടി അനുഭവപ്പെടും. MA എന്ന് പറഞ്ഞാൽ ആ ലിഫ്റ്റിൻ്റെ ആക്സിലറേഷൻ. അപ്പോൾ mg പ്ലസ് MA രണ്ടിലും M കോമൺ അല്ലേ? അപ്പോൾ M കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ M ഇൻറ്റു G പ്ലസ് A, അഥവാ വെയിറ്റ് കൂടിയതുപോലെ നമുക്ക് അനുഭവപ്പെടും. M ഇൻറ്റു G പ്ലസ് A. എന്നാൽ താഴോട്ടാ വരണമെങ്കിലോ? അപ്പോൾ അപ്പാരൻറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ M ഇൻറ്റു G മൈനസ് A. മറക്കരുത്, ലിഫ്റ്റിൽ താഴോട്ട് വരുമ്പോൾ നമുക്ക് വെയിറ്റ് കുറഞ്ഞതായി അനുഭവപ്പെടും. മേലോട്ട് പോകുമ്പോഴോ വെയിറ്റ് കൂടിയതായി അനുഭവപ്പെടും. M ഇൻറ്റു G പ്ലസ് A, M ഇൻറ്റു G മൈനസ് A. AW പറഞ്ഞത് അപ്പാരൻറ്റ് വെയിറ്റ്, നമുക്ക് അനുഭവപ്പെടുന്ന ഭാരം. എന്നാൽ ലിഫ്റ്റ് അതിൻ്റെ കേബിൾ പൊട്ടി താഴോട്ട് വീഴുകയാണെന്ന് സങ്കല്പിക്കുക. ഫ്രീ ഫോൾ എന്നല്ലേ അപ്പോൾ പറയാം. ഫ്രീ ഫോൾ ആകുന്ന സമയത്ത് അവിടെ അപ്പാരൻറ്റ് വെയിറ്റ് കാണാനുള്ള ഫോർമുല M ഇൻറ്റു താഴോട്ട് വരുമ്പോൾ G മൈനസ് A എന്നാണ്. ഫ്രീ ഫോൾ ആകുമ്പോൾ A എന്നുള്ളിടത്ത് G വരും, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ G മൈനസ് G 0. ഓക്കെ, വെയിറ്റ് തോന്നുകയേയില്ല. വെയിറ്റ് ലെസ്നെസ്. എന്താണ് വെയിറ്റ് ലെസ്നെസ്? സോ ഈ പോയിന്റ് സിമ്പിളായി പഠിക്കാം. അത് ലിഫ്റ്റ് റെസ്റ്റിലാണ് അല്ലെങ്കിൽ യൂണിഫോം മോഷനിൽ. അപ്പോൾ അപ്പാരൻറ്റ് വെയിറ്റ് റിയൽ വെയിറ്റ് mg. ലിഫ്റ്റ് മേലോട്ട് പോകുക ഒരു ആക്സിലറേഷനിൽ, അപ്പോൾ അപ്പാരൻറ്റ് വെയിറ്റ് M ഇൻറ്റു G പ്ലസ് A, വെയിറ്റ് കൂടും. ലിഫ്റ്റ് താഴോട്ട് വരികയാണ് വിത്ത് ആൻ ആക്സിലറേഷൻ A, അപ്പോൾ അപ്പാരൻറ്റ് വെയിറ്റ് M ഇൻറ്റു G മൈനസ് A, വെയിറ്റ് കുറയും. ഓക്കെ, കേബിൾ പൊട്ടി ഫ്രീലി ഫോളിംഗ് ആയി താഴോട്ട് വീഴുകയാണെങ്കിലോ അപ്പോൾ G മൈനസ് G 0, വെയിറ്റ് തോന്നുകയില്ല. ഓക്കെ, ഈ ഭാഗത്തു നിന്ന് എക്സാമിന് ചിലപ്പോൾ പ്രോബ്ലം ചോദിച്ചേക്കാം. പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ സിമ്പിളായി ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കണം. നോക്കണം, എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്ക്. എ ചൈൽഡ് ഓഫ് മാസ് 30 കിലോഗ്രാം ഈസ് സ്റ്റാൻഡിങ് ഇൻസൈഡ് എ ലിഫ്റ്റ്. What happens to the apparent weight of the child if the lift is moving up with a uniform acceleration? മേലോട്ട് പോവുകയാണെങ്കിൽ വെയിറ്റ് എന്ത് ചെയ്യും പറ? കൂടുന്നു എന്ന് പഠിച്ചില്ലേ? വെയിറ്റ് ഇൻക്രീസസ്. റൈറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ അപ്പാരൻറ്റ് വെയിറ്റ് ഓഫ് ദി ചൈൽഡ്. മേലോട്ട് പോകുന്ന ചൈൽഡിൻ്റെ അപ്പാരൻറ്റ് വെയിറ്റിൻ്റെ ഫോർമുല എന്താ പറയുക? M ഇൻറ്റു G പ്ലസ് A. ഇനി എക്സാമിന് പ്രോബ്ലം ചോദിച്ചു നോക്ക്. Find the apparent weight of the child if the lift is moving down with constant acceleration 5 meter per second square. അപ്പാരൻറ്റ് വെയിറ്റ് താഴോട്ട് വരുമ്പോൾ എന്താ ഫോർമുല പറ? M ഇൻറ്റു G മൈനസ് A. ഓക്കെ, ഇസ് ഈക്വൽ ടു മാസ് എത്ര കുട്ടിയുടെ? 30 ആണ്. ജീൻ്റെ വാല്യൂ 9.8 എടുക്കുക. ഇപ്പോൾ എളുപ്പത്തിന് 10 എടുത്താലും കുഴപ്പമില്ല. ചിലപ്പോൾ പ്രോബ്ലത്തിൽ 10 എടുക്കാൻ പറയും. 10 എടുക്കാൻ പറഞ്ഞെങ്കിലേ അങ്ങനെ ചെയ്യാം. അങ്ങനെയല്ല, 9.8 എടുത്താൽ ചെയ്യേണ്ടത്. എന്തിനു പ്രയാസനെയും കാൽക്കുലേറ്റർ ഉപയോഗിച്ചൊക്കെ ചെയ്യാം. 10 എടുക്കുകയാണെങ്കിൽ 10 മൈനസ് എത്രയാ ആക്സിലറേഷൻ പറ? 5. അപ്പോൾ 10 മൈനസ് 5 എന്ന് പറയുമ്പോൾ 5. 30 ഇൻറ്റു 5 150. വെയിറ്റിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ എന്നാണ്. വെയിറ്റ് ഒരു ഫോഴ്സ് ആണ്, അതുകൊണ്ട് യൂണിറ്റ് ന്യൂട്ടൺ. 150 ന്യൂട്ടൺ ആയിരിക്കും താഴോട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ആ വെയിറ്റ്. ഓക്കെ, മേലോട്ട് പോകുമ്പോൾ വെയിറ്റ് കൂടുന്നത് പോലെ, താഴോട്ട് വരുമ്പോൾ വെയിറ്റ് കുറഞ്ഞതുപോലെ. ഓക്കെടാ. സോ അപ്പാരൻറ്റ് വെയിറ്റ് ഇൻ എ ലിഫ്റ്റ് എന്നുള്ള ഭാഗത്തിന് ശേഷം ഒരു ചെറിയ ടോപ്പിക്, 1 മാർക്കിൻ്റെയൊക്കെ ചോദ്യമായിട്ടൊക്കെ കാണാറുള്ളൂ. വല്ലപ്പോഴും ചിലപ്പോൾ ഒരു പ്രോബ്ലം ചോദിച്ചെങ്കിലായി ആ രൂപത്തിൽ. എന്താ പറയുക? ഇക്വിലിബ്രിയം ഓഫ് എ പാർട്ടിക്കിൾ. എന്താണ് ഒരു പാർട്ടിക്കിൾ ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ്? ഒന്നുമില്ല, ഈ മാർക്കറിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ പിടിച്ചു വലിച്ചാൽ ടോട്ടൽ ഫോഴ്സ് 0 അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ഓപ്പോസിറ്റ് ഫോഴ്സ് കൊടുത്ത നെറ്റ് ഫോഴ്സ് എന്തായി? 0. ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ്, നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ ആ ബോഡി ഇക്വിലിബ്രിയത്തിലാണ്, സന്തുലനാവസ്ഥയിലാണ് എന്ന് നമ്മൾ പറയും. എപ്പോഴാണ് പറയാം? നെറ്റ് ഫോഴ്സ് 0.
ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് 0 ആണെങ്കിൽ ആ ബോഡി എന്താണെന്ന് പറയുക, ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാണ് എന്ന് പറയും. അതാണ് ഇക്വിലിബ്രിയം ഓഫ് എ പാർട്ടിക്കിൾ എന്ന ഭാഗത്ത് പഠിക്കേണ്ടത്. ഉദാഹരണത്തിന് 2 ഫോഴ്സുകളാണ് ഒരു ബോഡിയിൽ എന്ന് വിചാരിക്കുക. ഇതാണ് ബോഡി. ഈ ബോഡിയിൽ 2 ഫോഴ്സുകളാണെങ്കിൽ ഒരു ഫോഴ്സ് അങ്ങോട്ടാണെങ്കിൽ മറ്റൊരു ഫോഴ്സ് ഇങ്ങോട്ടാവണം. 2 ഫോഴ്സുകളും ഈക്വലും ഓപ്പോസിറ്റും. ഇത് F1, ഇത് F2. ഇത് 5 ന്യൂട്ടൺ അങ്ങോട്ടാണെങ്കിൽ ഇത് 5 ന്യൂട്ടൺ ഇങ്ങോട്ടായിരിക്കണം. F1 F2 ഈക്വലും ഓപ്പോസിറ്റും ആയിരിക്കണം. എന്നാൽ 3 ഫോഴ്സുകൾ ഉണ്ടെങ്കിലോ, ഒരു ബോഡിയിൽ 3 ഫോഴ്സുകൾ ഉണ്ടെങ്കിൽ ഒരു ഫോഴ്സ് ഇങ്ങോട്ടും മറ്റൊരു ഫോഴ്സ് ഇങ്ങോട്ടുമാണ് എന്ന് കരുതുക. 2 ഫോഴ്സുകൾ ഇങ്ങനെ. അങ്ങനെയെങ്കിൽ ഇത് F1, ഇത് F2. മൂന്നാമത്തെ ഫോഴ്സ് എങ്ങോട്ടാവണം എന്നറിയോ? ഈ 2 ഫോഴ്സ് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് പാരലലോഗ്രാം ലോ ഓർക്കുന്നുണ്ടോന്നാവും. പാരലലോഗ്രാം ലോ അറിയുന്നുണ്ടെങ്കിൽ ഈ 2 ഫോഴ്സുകളുടെ റിസൾട്ടൻ്റ് ഇങ്ങനെയല്ലേ വരിക? അപ്പം മൂന്നാമത്തെ ഫോഴ്സ് ഈ 2 ഫോഴ്സുകളുടെ റിസൾട്ടൻ്റ് ഇങ്ങോട്ടാണ്. ആ റിസൾട്ടൻറ്റിന് ഈക്വലും ഓപ്പോസിറ്റും ആയി വരണം മൂന്നാമത്തെ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ 2 ഫോഴ്സുകൾ ആഡ് ചെയ്യുക, ആൻസർ ഇങ്ങനെ. അതിന് ഈക്വലും ഓപ്പോസിറ്റായി മൂന്നാമത്തെ വന്നാൽ ടോട്ടൽ ഫോഴ്സ് എന്തായി? 0. അത്രേ ഉള്ളൂ. എപ്പോഴും ഒരു ബോഡി ഇക്വിലിബ്രിയത്തിലാകെ പറ. പബ്ലിക് എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ, ഇഫ് ദി നെറ്റ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ബോഡി ഈസ് 0 ദെൻ ദി ബോഡി ഈസ് ഇൻ ഇക്വിലിബ്രിയം. അല്ലെങ്കിൽ എപ്പോഴാണ് ഒരു ബോഡി ഇക്വിലിബ്രിയത്തിലെന്ന് പറയുക? ഇതാണ് ചോദ്യം. ഓക്കെ, സോ ഈ ഒരു ചെറിയ ടോപ്പിക് കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൻ്റെ വളരെ പ്രധാനപ്പെട്ട അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ് നമ്മൾ. ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് ഫ്രിക്ഷണൽ ഫോഴ്സുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങളാണ് ഇനി. തിയറി പാർട്ടാണ്. ഫോർമുലയിലേക്ക് അവസാനം വരും. ഫ്രിക്ഷനുമായി ബന്ധപ്പെട്ട് അല്പം തിയറി പഠിക്കും. സിമ്പിളായി ചുരുക്കി പഠിക്കുക. നിങ്ങൾക്ക് ഇതുതന്നെ നിങ്ങളുടെ നോട്ടാക്കി എടുക്കാവുന്നതാണ്. അത്രയും ബ്രീഫാക്കി നമ്മൾ എഴുതിയിട്ടുണ്ട്. ഏത് ഫോഴ്സാണ്? ഫ്രിക്ഷണൽ ഫോഴ്സ്. എന്താണ് ഫ്രിക്ഷണൽ ഫോഴ്സ്? നോക്കടാ, ഈ കുട്ടി ഈ ടേബിൾ നീക്കാൻ വേണ്ടി ആ ടേബിളിൽ ആഞ്ഞു തള്ളുന്നു. നമ്മൾക്കറിയാം, നമ്മളൊരു ടേബിൾ നിർത്തിയിട്ട് ഒരു ടേബിൾ ഒരു ഭാഗത്ത് സങ്കല്പിക്കുക. വീട്ടിൽ നിങ്ങളിപ്പോൾ പഠിക്കുന്ന ഒരു ടേബിളിൽ പുറത്ത് ബുക്ക് വെച്ചിട്ടുണ്ടാവില്ലപ്പോൾ ആ ടേബിൾ റെസ്റ്റില്ല. നമ്മൾ ചെറിയ ഫോഴ്സ് കൊടുത്താൽ നീങ്ങുന്നുണ്ടോ? ഇല്ല. ഒന്നുകൂടി ഫോഴ്സ് കൂട്ടി, അപ്പോഴും നീങ്ങുന്നില്ല. വീണ്ടും ഫോഴ്സ് കൂട്ടി ഒരു പരിധി വിട്ട് കൂട്ടുമ്പോഴല്ലേ ഏതൊരു ബോഡിയും നീങ്ങി തുടങ്ങുക. അല്ലാതെ ഏതൊരു ബോഡിയെയും ചെറിയ ഫോഴ്സ് കൊടുത്താൽ നീക്കാൻ കഴിയുമോ? ഇല്ല. എന്തുകൊണ്ട്? അങ്ങോട്ട് നമ്മൾ പുഷ് ചെയ്യുന്ന സമയത്ത് ആ മോഷനെ അല്ലെങ്കിൽ മൂവ് ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസിയെ എതിർത്തുകൊണ്ട് ആ ടേബിളും ഫ്ലോറും തമ്മിൽ ഇവിടെയല്ലേ കോണ്ടാക്റ്റിൽ വരുന്നത്. ആ ഭാഗത്ത് നമ്മൾ അങ്ങോട്ടാണ് തള്ളുന്നത്, അങ്ങോട്ടാണ് അത് മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ആ സമയത്ത് ആ മോഷനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് തിരിച്ചിങ്ങോട്ട് ആ സർഫസിലൂടെ തിരിച്ചിങ്ങോട്ടുണ്ടാകുന്ന ഫോഴ്സാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, അതൊരു ബോഡി ചലിക്കാൻ ശ്രമിക്കുമ്പോഴോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ മോഷനെ ഒപ്പോസ് ചെയ്ത് ആ സർഫസിൽ തിരിച്ച് ഇങ്ങോട്ടുണ്ടാകുന്ന ഫോഴ്സിൻ്റെ പേരാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. നോക്കണം, ഫ്രിക്ഷൻ ഈസ് ദി ഒപ്പോസിങ് ഫോഴ്സ്. എന്തിനു ഒപ്പോസ് ചെയ്യുക? മോഷനെ. എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ ദി കോണ്ടാക്ട് സർഫസസ്. കോണ്ടാക്റ്റിൽ വരുന്ന ടേബിളിൻ്റെ അടിഭാഗം, ഫ്ലോറിൻ്റെ മുകൾ ഭാഗം, ആ കോണ്ടാക്റ്റിൽ വരുന്ന സർഫസുകൾക്കിടക്ക് മോഷനെ ഒപ്പോസ് ചെയ്തുകൊണ്ടുണ്ടാകുന്ന ഫോഴ്സിൻ്റെ പേരാണ് ഫ്രിക്ഷൻ. മലയാളത്തിൽ ഘർഷണം എന്ന് പറയും. അപ്പോൾ എന്താണ് ഫ്രിക്ഷൻ? ജസ്റ്റ് ഒന്ന് പഠിക്കും. ഫ്രിക്ഷൻ എപ്പോഴും ആക്ട് ചെയ്യുന്നത് സർഫസിന് ടാൻജൻഷ്യൽ ആയിട്ടായിരിക്കും. ആ സർഫസിലൂടെ ആയിരിക്കും എന്ന് മനസ്സിലാക്കിയാൽ മതി. സർഫസിന് ടാൻജൻഷ്യൽ എന്ന് പറഞ്ഞാൽ സർഫസിലൂടെ തൊട്ടുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ സർഫസിലൂടെ. ഓക്കെ, ആ കോണ്ടാക്റ്റിൽ വരുന്ന സർഫസിലൂടെ ആയിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവുക. ഓക്കെ, എന്താ ഫ്രിക്ഷൻ എന്നുള്ളത് മനസ്സിലാക്കിയില്ലേ? ശ്രദ്ധിച്ചോളൂ. ഇനി ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ 2 തരത്തിലാണെന്ന് പറയും. ക്ലാസിഫിക്കേഷനാണ്, ശ്രദ്ധിക്കണം, സിമ്പിളായി പഠിക്കാം. റെസ്റ്റിലിരിക്കുമ്പോഴുള്ള ഫ്രിക്ഷനെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയും. എന്താ റെസ്റ്റിൽ? ടേബിൾ ആദ്യം തള്ളുമ്പോൾ നീങ്ങണില്ല, ഫോഴ്സ് കൂട്ടി കൊണ്ടുവന്ന് ഒരു പ്രത്യേക ഫോഴ്സ് എത്തിയപ്പോഴല്ലേ നീങ്ങാൻ തുടങ്ങിയത്. അപ്പോൾ റെസ്റ്റിലിരിക്കുന്ന സമയത്തും ഫ്രിക്ഷൻ ഉണ്ട്. അത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. മൂവ് ചെയ്യുമ്പോഴുള്ള ഫ്രിക്ഷനോ കൈനറ്റിക് ഫ്രിക്ഷൻ. ഏതാ? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ റെസ്റ്റിലുള്ള ഫ്രിക്ഷൻ. കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുമ്പോഴുള്ള ഫ്രിക്ഷൻ. ഓക്കെ, എളുപ്പമല്ലേ? സ്റ്റാറ്റിക് റെസ്റ്റ്, കൈനറ്റിക് മൂവ് ചെയ്യുമ്പോൾ. ഇനി മൂവ് ചെയ്യുമ്പോഴുള്ള ഫ്രിക്ഷനെ 2ആക്കി തിരിക്കാം. നമ്മളിപ്പോൾ ഈ ടേബിളൊക്കെ നമ്മൾ ഉന്തുമ്പോൾ അത് സ്ലൈഡ് ചെയ്ത് പോവുകയല്ലേ ചെയ്യുക. എന്നാൽ നമ്മൾ ട്രോളി ബാഗൊക്കെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ വീലുണ്ടല്ലോ, അപ്പോൾ ആ ചക്രം കറങ്ങിയിട്ട് ഉരുണ്ട് പോവുകയല്ലേ ചെയ്യുക. അല്ലെങ്കിൽ വാഹനങ്ങളുടെ വീലൊക്കെ ഉരുണ്ട് പോവുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഉരുളുമ്പോൾ റോളിംഗ് ഫ്രിക്ഷൻ, അതിൽ സ്ലൈഡ് ചെയ്ത് പോകുമ്പോൾ സ്ലൈഡിങ് ഫ്രിക്ഷൻ. അപ്പോൾ കൈനറ്റിക് ഫ്രിക്ഷൻ തന്നെ 2 രീതി: സ്ലൈഡിങ് ഫ്രിക്ഷൻ, റോളിംഗ് ഫ്രിക്ഷൻ. ഒന്ന് സ്ലൈഡ് ചെയ്യുമ്പോൾ ഉള്ളത്, മറ്റത് റോൾ ചെയ്യുമ്പോൾ ഉള്ളത്. ഓക്കെ, ഏത് ഫ്രിക്ഷൻ ആയിരിക്കും കൂടുതൽ എന്ന് പറയാൻ പറ്റുമോ? സ്ലൈഡിങ്ങാ റോളിങ്ങാ?
റോളിംഗ് ഫ്രിക്ഷൻ കുറവല്ലേ, അതുകൊണ്ടല്ലേ ട്രോളി ബാഗൊക്കെ ടയറൊക്കെ അല്ലെങ്കിൽ ചക്രമൊക്കെ കറങ്ങിയിട്ട് ഉരുട്ടി കൊണ്ടുപോകാൻ എളുപ്പമല്ലേ. അപ്പോൾ ഈ റോളിംഗ് ഫ്രിക്ഷൻ എന്തായിരിക്കും, വളരെ കുറവ്. സ്ലൈഡിങ് ഫ്രിക്ഷൻ അതിനേക്കാൾ കൂടുതൽ. ഇനി റെസ്റ്റിലുള്ള ഫ്രിക്ഷനാണോ കൈനറ്റിക് ഫ്രിക്ഷനാണോ കൂടുതൽ? റെസ്റ്റിരിക്കുമ്പോഴായിരിക്കും ഫ്രിക്ഷൻ കൂടുതൽ. ഓക്കെ, അതിനേക്കാൾ കുറവായിരിക്കും എന്ത്, കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ അധികം സ്റ്റാറ്റിക് ഫ്രിക്ഷനാണ് കൈനറ്റിക് ഫ്രിക്ഷനേക്കാൾ വലുത്. ഇനി സ്ലൈഡിങ് ഫ്രിക്ഷനാണ് റോളിംഗ് ഫ്രിക്ഷനേക്കാൾ വലുത്. ഇനി മറ്റൊരു കാര്യം, നമ്മൾ നിർത്തിയിട്ടിരിക്കുന്ന ഈ റെസ്റ്റിലുള്ള ടേബിളിനെ നമ്മൾ എന്ത് ചെയ്യണം, പുഷ് ചെയ്യണം. ആദ്യം ചെറിയ ഫോഴ്സ്, അപ്പോൾ നീങ്ങണില്ല, തിരിച്ചിങ്ങോട്ടത് നമ്മൾ ഫോഴ്സ് കൂട്ടി. ആദ്യം 1 ന്യൂട്ടൺ, പിന്നെ 2 ന്യൂട്ടൺ, പിന്നെ 3 ന്യൂട്ടൺ, അപ്പോഴൊന്നും ചലിക്കണില്ല. 4 ന്യൂട്ടൺ ആയപ്പോഴാണ് ചലിച്ച് തുടങ്ങിയത് വിചാരിക്കും. അപ്പോൾ 1 ന്യൂട്ടൺ അങ്ങോട്ട് കൊടുത്തപ്പോൾ ഫ്രിക്ഷൻ അങ്ങോട്ടും 1 ന്യൂട്ടൺ, 2 ന്യൂട്ടൺ അങ്ങോട്ട്, അപ്പോൾ ഇങ്ങോട്ടും 2 ന്യൂട്ടൺ, 3 ന്യൂട്ടൺ ആക്കി, അപ്പോൾ ഇങ്ങോട്ടും 3 ന്യൂട്ടൺ, ഇങ്ങനെ വരും. അങ്ങനെ വന്ന് ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഒരു മാക്സിമം വാല്യൂ എത്തും. ആ മാക്സിമം വാല്യൂ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിന് ശേഷം ഇവ മൂവ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ആ മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനെ പറയുന്ന പേരാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് കോൾഡ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഫ്രിക്ഷണൽ ഫോഴ്സിനെ F എന്ന് എഴുതുക, സ്റ്റാറ്റിക് ഫ്രിക്ഷനെ Fs എന്നെഴുതും, കൈനറ്റിക് ഫ്രിക്ഷനെ Fk എന്നും എഴുതും. മാക്സിമം സ്റ്റാറ്റിക് ഫ്രിക്ഷനെ നമ്മൾ Fs മാക്സിമം എന്നെഴുതും. ഓക്കെ, സോ എന്താണ് ഫ്രിക്ഷൻ എന്ന് പഠിക്കുക. ക്ലാസിഫിക്കേഷൻ, ഫ്രിക്ഷൻ്റെ എന്താ പറയുക, തരം തിരിച്ചിരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കണം ആദ്യം വേണ്ടത്. ദെൻ ഇനി എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ള, അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ എക്സാമിന് ചോദിക്കട്ടോ, ക്ലാസിഫിക്കേഷൻ ചോദിക്കും, തിയറി പാർട്ടാണെങ്കിൽ ബൈ ഹാർട്ടാക്ക്. ദെൻ എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ് ഫ്രിക്ഷൻ ഈസ് എ നെസസറി ഈവിൾ, വൈ എന്നത്. എന്താണ് നെസസറി ഈവിൾ എന്ന് പറഞ്ഞാൽ? നെസസറി ഈവിൾ എന്ന് പറഞ്ഞാൽ അത്യാവശ്യമായ തിന്മയാണ്. തിന്മ നമുക്ക് ആവശ്യമുണ്ടോ? നന്മയല്ലേ വേണ്ടത്, നന്മയ്ക്ക് വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കേണ്ടത്, നന്മയല്ലേ ചെയ്യേണ്ടത്. അതെ, പക്ഷെ തിന്മ ആവശ്യമാണ് എന്ന രീതിയിൽ നെസസറി ഈവിൾ, ആവശ്യമായ ഒന്നാണ് ഫ്രിക്ഷൻ, എന്നാൽ അതൊരു തെറ്റായ കാര്യം എന്ന രീതിയിൽ. എന്തുകൊണ്ട് ഫ്രിക്ഷൻ ഒരു നെസസറി ഈവിൾ എന്ന് പറയുന്നു? ഒന്നുമില്ല, ഫ്രിക്ഷൻ കൊണ്ട് ഗുണമുണ്ട്, ദോഷമുണ്ട്. തിയറി പാർട്ടാ പഠിച്ചോളൂ, കാണാതെ പഠിച്ചോളൂ, ബൈ ഹാർട്ട് ആയിക്കോളൂ. ഫ്രിക്ഷൻ കൊണ്ട് കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താ പറയുക, നമുക്ക് വസ്തുക്കളെ പിടിക്കാൻ പറ്റുന്നത് നമ്മുടെ കൈയും ഈ സർഫസും തമ്മിൽ ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ടാണ്. സ്മൂത്ത് സർഫസ് ആണെങ്കിൽ അവിടെ ഫ്രിക്ഷൻ കുറവും. സ്മൂത്ത് സർഫസ് നമുക്ക് ഇതിനെ സ്മൂത്ത് ആയിട്ടുള്ള വസ്തുക്കളെ പിടിക്കാനൊക്കെ കയ്യിൽ പിടിച്ചെടുത്താനൊക്കെ പ്രയാസമല്ലേ, സ്മൂത്ത് സർഫസിലൂടെ നടക്കാനൊക്കെ പ്രയാസമല്ലേ, ഒഴുക്കി പോകില്ലേ. അപ്പോൾ അതുകൊണ്ട് വസ്തുക്കളെ പിടിക്കാൻ സാധിക്കുന്നത് ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ്. ഗ്രൗണ്ടിലൂടെ നടക്കാൻ സാധിക്കുന്നത് ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ്. പെൻ ഉപയോഗിച്ച് എനിക്കും നിങ്ങൾക്കും ബുക്കിലും ബോർഡിലും എഴുതാൻ പറ്റുന്നത് ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ്. കുറേ അഡ്വാൻറ്റേജസ് ഫ്രിക്ഷൻ ഉണ്ട്, അവിടെ നെസസറിയാണ് ഫ്രിക്ഷൻ. എന്നാൽ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, ദോഷങ്ങളുണ്ട്. നോക്കടാ, ഫ്രിക്ഷൻ കാരണം വെയർ ആൻഡ് ടിയർ ഉണ്ടാവും, തേയ്മാനം ഉണ്ടാവും. ഉരസും വഴി തേയ്മാനം ഉണ്ടാവും, നമ്മുടെ ചെരുപ്പുകളും അതേപോലെ വാഹനങ്ങളുടെ ടയറുകളും തേയ്മാനം ഉണ്ടാവും. അതേപോലെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, ഫ്രിക്ഷൻ ഉണ്ടാകുമ്പോൾ ചൂടുണ്ടാവും. ഓക്കെ, എഞ്ചിനൊക്കെ പ്രവർത്തിക്കുമ്പോൾ ചിലപ്പോൾ ചൂടുണ്ടാകുമ്പോൾ ആ ഹീറ്റ് നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജി മോട്ടറൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എന്തായി പോകും, ഹീറ്റായി മാറും. ആ ഹീറ്റ് നമുക്ക് ആവശ്യം ഉണ്ടാവില്ല, അൺവാണ്ടഡ് ഹീറ്റ് ആവും. അപ്പോൾ ഫ്രിക്ഷൻ വഴി ചൂടുണ്ടാകുന്നു എന്നുള്ളതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് തന്നെ എഞ്ചിനൊക്കെ പ്രവർത്തിക്കുമ്പോൾ ആവശ്യമില്ലാത്ത രീതിയിൽ ഇങ്ങനെ ഫ്രിക്ഷൻ കാരണം ഇങ്ങനെ ചലിക്കുന്ന പാർട്ടൊക്കെ എഞ്ചിനിൽ ഉണ്ടാകുമ്പോൾ അവിടെ ഫ്രിക്ഷൻ ഉണ്ടാകും. ഫ്രിക്ഷൻ കാരണം അൺവാണ്ടഡ് ഹീറ്റ് ഉണ്ടാകുമ്പോൾ ആ എഞ്ചിൻ്റെ കാര്യക്ഷമത, എഫിഷ്യൻസിയെ അത് ബാധിക്കും. ഇറ്റ് ഡിക്രീസസ് ദി എഫിഷ്യൻസി ഓഫ് മെഷീൻ. ഇങ്ങനെ തുടങ്ങി ധാരാളം ഗുണങ്ങളും ദോഷങ്ങളും. അപ്പോൾ ഫ്രിക്ഷൻ ഒരു നെസസറി ഈവിള എന്തുകൊണ്ട് എന്ന് എക്സാമിന് ചോദിക്കും. അപ്പോൾ അതിന് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജ്, 2 അഡ്വാൻറ്റേജും 2 ഡിസഡ്വാൻറ്റേജെങ്കിലും പഠിച്ചു വെക്കടാ. തിയറി പാർട്ട് സിമ്പിളായിട്ട് പഠിച്ചു വെക്കാം. ദെൻ അടുത്തായി ഈ ഫ്രിക്ഷൻ കുറക്കാനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ 2-3 മെത്തേഡുകളുടെ പേര്. ഒന്ന് ലൂബ്രിക്കേഷൻ, നമ്മൾ ഗ്രീസൊക്കെ ഇടാറില്ലേ, അതേപോലെ ഓയിൽ ഒക്കെ ആഡ് ചെയ്യുമ്പോൾ, വാക്സ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രിക്ഷൻ കുറക്കാൻ പറ്റും. അതേപോലെ പോളിഷിങ്, അതായത് ഈ സർഫസിലുള്ള എന്താ പറയുക പൊന്തിയും താഴ്ന്നു നിൽക്കുന്ന ഇറഗുലറായി നിൽക്കുന്ന സർഫസൊക്കെ പോളിഷ് ചെയ്ത് സ്മൂത്താക്കുക, അപ്പോൾ നമുക്ക് ഫ്രിക്ഷൻ കുറക്കാൻ പറ്റും. അതേപോലെ ബോൾ ബെയറിങ് എന്ന് കേട്ടിട്ടില്ലേ. ഇപ്പോൾ ഇത് ഒരു മെറ്റൽ ബോഡി, ഇത് വേറൊരു മെറ്റൽ ബോഡി, ഇത് രണ്ടും തമ്മിൽ ഉരസുന്ന സമയത്ത് എന്ത് ചെയ്യും, ഫ്രിക്ഷൻ ഉണ്ടാകും. അപ്പോൾ ഇത് രണ്ടും ഉരസുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫ്രിക്ഷൻ ഒഴിവാക്കാൻ ഈ 2 മെറ്റൽ ബോഡികൾക്കിടയ്ക്ക് എന്ത് ചെയ്യും, ഇതേപോലെ ബോളുകൾ വെക്കും. അപ്പോൾ ആ ബോളുകൾ ഉരുളുമ്പോൾ അവിടെ റോളിംഗ് ആയിരിക്കും, റോളിംഗ് ഫ്രിക്ഷൻ. അപ്പോൾ ഈ മെറ്റൽ ബോഡിയും തമ്മിലുള്ള കോണ്ടാക്റ്റ് കുറക്കാൻ പറ്റും. ഓക്കെ, വീലുകളിലൊക്കെ ഉണ്ടാകും ഇതേപോലെ ബോൾ ബെയറിംഗ് ഉപയോഗിക്കുമ്പോൾ ഫ്രിക്ഷൻ കുറക്കാൻ പറ്റും. സ്ട്രീം ലൈനിങ് എന്ന് പറയുമ്പോൾ ഷേപ്പിൽ മാറ്റം വരുത്തുക. വിമാനങ്ങളുടെ റോക്കറ്റുകളുടെയൊക്കെ ഷേപ്പുകൾ കൂർത്ത അഗ്രങ്ങൾ കണ്ടില്ലേ, കപ്പലുകളുടെയൊക്കെ അറ്റങ്ങളൊക്കെ കൂർത്ത രീതിയിൽ, അങ്ങനെ സ്ട്രീം ലൈനിങ് നടത്തുമ്പോൾ ഷേപ്പ് മാറ്റുന്ന സമയത്ത് ഫ്രിക്ഷൻ പരമാവധി. എയറിലൂടെയൊക്കെ വിമാനം റോക്കറ്റൊക്കെ സഞ്ചരിക്കുമ്പോൾ അവിടെ എയർ ഫ്രിക്ഷൻ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഈ ഷേപ്പ് മാറ്റുന്നത് വഴി കുറക്കാൻ സാധിക്കും.
ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കേണ്ട മെത്തേഡ്സ് വെച്ച് മനസ്സിലാക്കുക. ലൂബ്രിക്കേഷൻ, പോളിഷിംഗ്, യൂസിങ് ബോൾ ബെയറിംഗ്, സ്ട്രീം ലൈനിങ്. സോ തിയറി പാർട്ട് മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഫ്രിക്ഷൻ എന്താണെന്നുള്ള പഠിക്കുക, ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ പഠിക്കുക, അതേപോലെ ഫ്രിക്ഷൻ്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, അതോടൊപ്പം ഫ്രിക്ഷൻ കുറക്കാനുള്ള മാർഗ്ഗങ്ങളും പഠിക്കുക. ഓക്കെ, ഇനി വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ഫ്രിക്ഷൻ്റെ നിയമമാണ്. ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ലോ ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. എന്താണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, എന്താണ് കൈനറ്റിക് ഫ്രിക്ഷൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ, അത് നേരത്തെ പഠിച്ചു. ഇനി എന്താണ് ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, എന്താണ് ലോ ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ? അത് പഠിക്കുന്നതിൻ്റെ മുമ്പ് മക്കൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അത് എന്താണെന്ന് പറയാം. അതായത് ഇത് ഒരു സർഫസ് ആണെന്ന് കരുത്. ഈ സർഫസിന് മുകളിൽ ഞാനൊരു ബോഡിയെ ഇങ്ങനെ വെച്ചാൽ ഈ ബോഡിയെ ഭൂമി താഴോട്ട് വലിക്കുമല്ലോ. ഏതൊരു ബോഡിയെയും ഭൂമി താഴോട്ട് വലിക്കുന്ന ഫോഴ്സാണ് ആ ബോഡിയുടെ വെയിറ്റ്. അപ്പോൾ ഈ ബോഡിയെ താഴോട്ട് എർത്ത് അട്രാക്റ്റ് ചെയ്യുന്നു, അതിന് നമ്മൾ വെയിറ്റിൻ്റെ ഫോർമുല എന്താണ്? mg. ഓക്കെ, എന്നിട്ട് എന്താ ഈ ബോഡി താഴോട്ട് പോകാത്തത്? ഭൂമി താഴോട്ട് വലിച്ചിട്ടും ഇവൻ താഴോട്ട് പോകാത്തത് എന്തുകൊണ്ടാണ്? ഈ സർഫസ് ഇവനെ മേലോട്ട് തള്ളുന്നു. ഈ ഫ്ലോറ്, ഈ സർഫസ് ഇവനെ എന്ത് ചെയ്യുന്നു? മേലോട്ട് താങ്ങുന്നു, തള്ളുന്നു. ഇത് റിയാക്ഷൻ ഫോഴ്സ്. ഈ റിയാക്ഷൻ ഫോഴ്സ് ഈ സർഫസിന്, ഇതാണ് സർഫസ്, റിയാക്ഷൻ ഫോഴ്സ് ഇങ്ങനെ. ഈ റിയാക്ഷൻ ഫോഴ്സ് ഈ സർഫസിന് പെർപെൻഡിക്കുലാർ അല്ലേ? പെർപെൻഡിക്കുലാർ എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഇവിടെ നോർമൽ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. നോർമൽ എന്ന വാക്കിന് പെർപെൻഡിക്കുലാർ എന്ന മീനിങ് ഉണ്ട്. അപ്പോൾ ഈ മേലോട്ട്, ഈ സർഫസ് മേലോട്ട് ഇവനെ തള്ളുന്ന ഫോഴ്സിനെ പറയും നോർമൽ റിയാക്ഷൻ. എന്താണ്? നോർമൽ റിയാക്ഷൻ. ഈ നോർമൽ റിയാക്ഷൻ എന്ന അർത്ഥത്തിൽ ആ ഫോഴ്സിനെ n എന്ന് മാർക്ക് ചെയ്യും, നോർമൽ റിയാക്ഷൻ. അപ്പോൾ അത് ഇങ്ങനെ ഒരു ചെരിഞ്ഞ സർഫസിലാണ് ഒരു ബോഡി ഇരിക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ബോഡിയെ ഭൂമി താഴോട്ട് എപ്പോഴും വലിക്കുക, വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ്. mg എന്നുള്ള ഫോഴ്സ് എപ്പോഴും താഴോട്ടായിരിക്കും. എന്നാൽ നോർമൽ റിയാക്ഷൻ എങ്ങനെ? ഈ സർഫസ് ഈ ബോഡിയെ മേലോട്ട് താങ്ങുന്നത് സർഫസിന് പെർപെൻഡിക്കുലാറായി ഇതെങ്ങനെയായിരിക്കും. ഇതല്ലേ സർഫസ്, അപ്പോൾ അതിന് പെർപെൻഡിക്കുലാറായി ഇങ്ങനെ നോർമൽ റിയാക്ഷൻ. അപ്പോൾ എന്താണ് ഈ നോർമൽ റിയാക്ഷൻ എന്നൊന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം ലോ ഓഫ് ഫ്രിക്ഷൻ പഠിക്കാൻ. ഇത് ജസ്റ്റ് മനസ്സിലാക്കി കാണും എന്ന് വിചാരിക്കുക. ഇനി ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ലോ ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ സിമ്പിളായി പഠിക്കാം, രണ്ടും ഒരേപോലെ. ശ്രദ്ധിക്കണം, എങ്ങനെ പഠിക്കാം? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ Fs, കൈനറ്റിക് ഫ്രിക്ഷൻ Fk. ഞാൻ നോക്കട്ടെ എങ്ങനെ പഠിക്കാം. Fs ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു n. Fk ഈസ് ആൾസോ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു n. എന്താ n? നോർമൽ റിയാക്ഷൻ. നോർമൽ റിയാക്ഷൻ ഓക്കെ കൂടുതലാണെങ്കിൽ ഫ്രിക്ഷൻ അവിടെ കൂടും. നോർമൽ റിയാക്ഷൻ കുറയുമ്പോൾ ഫ്രിക്ഷൻ അവിടെ കുറയും. ഓക്കെ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണെങ്കിലും കൈനറ്റിക് ഫ്രിക്ഷൻ ആണെങ്കിലും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. എളുപ്പം പഠിക്കാം. പ്രൊപ്പോർഷനാലിറ്റി മാറ്റി ഈക്വൽ സൈൻ കൊടുക്കുമ്പോൾ കോൺസ്റ്റൻറ്റ്. ഇത് ഏതാടാ ഗ്രീക്ക് ലെറ്റർ? ഈ ഗ്രീക്ക് ലെറ്ററിന് എന്താ വായിക്കാം? മ്യൂ എസ് ഇൻറ്റു എൻ. ഓക്കെ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ ഫോർമുല Fs ഇസ് ഈക്വൽ ടു മ്യൂ എസ് ഇൻറ്റു എൻ. കൈനറ്റിക് ഫ്രിക്ഷൻ്റെ ഫോർമുല Fk ഇസ് ഈക്വൽ ടു മ്യൂ കെ ഇൻറ്റു എൻ. ഒന്ന് മ്യൂ എസ്, മറ്റത് മ്യൂ കെ, അത്രേ ഉള്ളൂ. ഒന്ന് മ്യൂ എസ് ആണ്, മറ്റത് മ്യൂ കെ ആണ്. ഓക്കെ, ഫോർമുല ബൈ ഹാർട്ടാക്ക്. മ്യൂ എസിനെ വിളിക്കുന്ന പേര് കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, അപ്പം മ്യൂ കെയുടെ പേരോ? മ്യൂ കെ കോഎഫിഷ്യൻ്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. കൈനറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, അതൊരു കോൺസ്റ്റൻറ്റാണ്. അത് ആ സർഫസ് മാറുമ്പോൾ ഓരോ സർഫസിന് ഓരോരോ വാല്യൂ ആയിരിക്കും അതിന്. ശരി, ശ്രദ്ധിക്കുക, ഈ കോൺസ്റ്റൻറ്റിന് യൂണിറ്റോ ഡയമെൻഷനോ ഇല്ല. ഓക്കെ, നോ യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻ. ഏത് കോൺസ്റ്റൻറ്റിന്? മ്യൂ എസ് എന്ന കോൺസ്റ്റൻറ്റിന്. അതേപോലെ മ്യൂ കെ എന്നുള്ള കോൺസ്റ്റൻറ്റിനും യൂണിറ്റും ഇല്ല, ഡയമെൻഷനും ഇല്ല. സിമ്പിളായി പഠിക്കുക, എക്സാമിന് ചോദിക്കും. ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, ലോ ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. എളുപ്പം എന്താ പറയുക? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. ഫോർമുല Fs is equal to mu s into n. Fk is equal to mu k into n. Mu s coefficient of static friction, mu k coefficient of kinetic friction. ഓക്കെ, രണ്ടിനും യൂണിറ്റും ഇല്ല, ഡയമെൻഷനും ഇല്ല. ഇനി ഈ കോൺസ്റ്റൻറ്റിൻ്റെ ഫോർമുല എഴുതണമെങ്കിൽ എന്ത് എഴുതണം? mu s is equal to Fs by n. mu k is equal to Fk by n. ഓക്കെ, അങ്ങനെയാണ് ആ കോയിഫിഷ്യൻറ്റിൻ്റെ ഫോർമുല എഴുതുകയാണെങ്കിൽ വേണ്ടത്. അത് ഈ ഫോർമുല പഠിച്ചാൽ കിട്ടൂലേ? mu k is equal to Fk by n എഴുതാൻ കിട്ടൂലേ?
പക്ഷേ ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എക്സാമിന് ചോദിക്കും, ലോ ഓഫ് കൈനറ്റിക് ഫ്രിക്ഷനും എക്സാമിന് ചോദിക്കും. കൂടുതൽ കാര്യം ഓർമ്മിക്കുക, ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് കോണ്ടാക്റ്റിൽ വരുന്ന സർഫസിൻ്റെ ഏരിയയെ ഡിപ്പെൻഡ് ചെയ്യണില്ല എന്നുകൂടി ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട്. ഓക്കെ, ശരി. അങ്ങനെയെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് കിടക്കുകയാണ് നമ്മൾ. ഇനി ഈ ചാപ്റ്ററിൽ അവസാന ഭാഗത്ത് 3 പ്രധാനപ്പെട്ട ഡെറിവേഷൻസ് പഠിക്കാൻ പോകണം. ഈ 3 ഡെറിവേഷൻസ്, അതിൽ മൂന്നാമത്തത്, ആദ്യത്തെ ഡെറിവേഷൻ അത്ര തന്നെ എക്സാമിന് ചോദിക്കാറില്ല, വളരെ റെയറായിട്ടൊക്കെ ചോദിച്ച് കണ്ടിട്ടേ ഉള്ളൂ. എന്നാൽ അതിന് ശേഷം വരുന്ന 2 ഡെറിവേഷനുകൾ ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും അവസാനത്തെ ഡെറിവേഷൻ സ്കിപ്പ് ചെയ്ത് പോകരുത്. ഏറ്റവും അവസാനത്തെ ഡെറിവേഷൻ ഈ ചാപ്റ്ററിൽ നിന്ന് 3 മാർക്കിനും 3.5 മാർക്കിനൊക്കെ, ചില ഒരു സമയത്ത് 4 മാർക്കിന് വരെ ചോദിച്ചു പോകുന്നത്, അത്രയും പ്രധാനപ്പെട്ട ഡെറിവേഷനാണ്. അപ്പോൾ അതൊക്കെ വളരെ സിമ്പിളായി, അതൊക്കെ വളരെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ഞാൻ പറയുന്ന മെത്തേഡിൽ ചിത്രം വരച്ചും സ്റ്റെപ്സ് എഴുതിയും പഠിക്കുക, എളുപ്പം പഠിക്കാൻ പറ്റും. നോക്കുക, ആ പ്രധാനപ്പെട്ട ഡെറിവേഷനിലേക്ക് നോക്കാം. ആ 3 ഡെറിവേഷനുകൾ അവസാനിക്കുന്നതോടുകൂടി ഈ ചാപ്റ്റർ തീർന്നു. ഓക്കെ, സിമ്പിളായിട്ട് പഠിച്ചു വെക്കുക. നോക്കിക്കോളൂ, ഒന്നാമത്തെ ഡെറിവേഷൻ ആംഗിൾ ഓഫ് റീപോസ്. ആ പേരൊന്നും ഇപ്പോൾ പുസ്തകത്തിൽ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞൊന്നുമില്ല. ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് അറിയങ്ങൾ നോക്കണം. ഇവിടെ ഒരു ഈ ബുക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഇതൊരു സർഫസ്, ഒരു പ്ലെയിൻ സർഫസ്. ഇതിന് മുകളിൽ ഞാനൊരു ഒബ്ജക്റ്റ് വെച്ചു. ഈ ഒബ്ജക്റ്റ് ഇങ്ങനെ വെച്ചു. എന്നിട്ട് ഞാൻ ഈ സർഫസിനെ ഇങ്ങനെ ചെരിക്കാൻ പോവുകയാണ്. ഇങ്ങനെ ഇതിപ്പോൾ ഹൊറിസോണ്ടലാണ്, ഇതിങ്ങനെ ചെരിക്കുക. ചെരിച്ച് ഒരു പെർട്ടിക്കുലർ ചെരിവിലേക്ക് എത്തുമ്പോൾ ഈ വെച്ച ബോഡി താഴോട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വരൂലേ. ഒന്നുകൂടി പറയാം, ഇതിന് മുകളിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചു, എന്നിട്ട് ഇതിനെ ഞാൻ എന്ത് ചെയ്യാണ്, ഇങ്ങനെ ചെരിക്കാൻ പോകണം. ഒന്നിച്ച് പൊക്കല്ല, ഇങ്ങനെ ചെരിക്കുക. അങ്ങനെ ഒരു പെർട്ടിക്കുലർ, ഇതാണിപ്പോൾ ആദ്യം നമ്മൾ ആ ബോഡി വെക്കുമ്പോൾ ഈ രൂപത്തിലായിരുന്നു. പിന്നെ നമ്മൾ ഇതിനെ മേലോട്ട് പൊക്കുകയാണ്. അങ്ങനെ മേലോട്ട് പൊക്കി ഒരു പ്രത്യേക ആംഗിൾ എത്തുമ്പോൾ ഇവിടെ വെച്ച ബോഡി എന്ത് ചെയ്യാണ് താഴോട്ട് സ്ലൈഡ് ചെയ്ത് വരികയാണ്. അങ്ങനെ ജസ്റ്റ് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങുന്ന ആ സമയത്തെ ആംഗിൾ, ഇതാണ് ഈ ആംഗിൾ, അതാണ് ആംഗിൾ ഓഫ് റീപോസ്. ഡെഫിനിഷൻ ഒന്നും ചോദിക്കൂലടാ. ആംഗിൾ ഓഫ് റീപോസ് എന്താണെന്ന് ചോദിക്കാറില്ല. പിന്നെ എന്താ ചോദിക്കാൻ ഞാൻ പറയാം. ആംഗിൾ ഓഫ് റീപോസ് എന്താണെന്ന് പറയും. ഇറ്റ് ഈസ് ദി ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഓഫ് എ പ്ലെയിൻ വെൻ ദി ബോഡി ജസ്റ്റ് സ്ലൈഡ് ഡൗൺ. അതിന് മുകളിൽ വെച്ച ബോഡി ജസ്റ്റ് താഴോട്ട് സ്ലൈഡ് ചെയ്യുന്ന സമയത്തെ ആ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്നത്. ഓക്കെ, ശരി. ഇനി എന്താണ് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്? ഈ ആംഗിളിൻ്റെ ടാൻ തീറ്റ കണ്ടാൽ, ശ്രദ്ധിക്കുക, ടാൻ തീറ്റ കണ്ടാൽ നമുക്ക് മ്യൂ എസ് കിട്ടും. എന്താ മ്യൂ എസ് എന്ന് പറഞ്ഞാൽ? കോയിഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഇതാണ് പ്രൂവ് ചെയ്യാൻ ചോദിക്കുക. എന്താ പ്രൂവ് ചെയ്യുക? ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു മ്യൂ എസ്. എന്നാൽ പ്രൂഫിലേക്ക് കിടക്കട്ടെ. ഡയഗ്രാം വരക്കല്ലേ, ഇങ്ങനെ വരച്ചു. വേണമെങ്കിൽ ഇതിങ്ങനെ യോജിപ്പിച്ചൊരു ട്രയാങ്കിൾ പോലെയൊക്കെ ആക്കാം. ട്രയാങ്കിൾ അല്ല, ഒരു ഇൻക്ലൈൻഡ് സർഫസ്. ഓക്കെ, ഇങ്ങനെ വരച്ചു. ഇവിടെ ഒരു ബോഡി വെച്ചു. ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന വ്യത്യസ്ത ഫോഴ്സുകളാണ് ഞാനിനി മാർക്ക് ചെയ്യാൻ പോണത്. ശ്രദ്ധിച്ചോളൂ. ആദ്യം ബോഡിയുടെ വെയിറ്റ്. ഓക്കെ, ബോഡിയുടെ വെയിറ്റ് എങ്ങോട്ടുണ്ടാകൂടാ? ബോഡിയുടെ വെയിറ്റ് താഴോട്ട്. വെയിറ്റിന് നമുക്ക് mg എന്ന് എഴുതാലോ, mg. ബോഡിയുടെ വെയിറ്റ് താഴോട്ടുണ്ടാവും. അതേപോലെ നോർമൽ റിയാക്ഷൻ. ഓക്കെ, നോർമൽ റിയാക്ഷൻ മേലോട്ടുണ്ടാവും. ഞാൻ വെയിറ്റ് ഇതവിടെ കാണിക്കുകയാണ്. വെയിറ്റ് താഴോട്ട് mg. നോർമൽ റിയാക്ഷൻ ഇതങ്ങനെ, നോർമൽ റിയാക്ഷൻ നോർമലായി പെർപെൻഡിക്കുലറായി ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, വെയിറ്റിനെ ഞാൻ 2 കമ്പോണൻസ് ആക്കി സ്പ്ലിറ്റ് ചെയ്താൽ, ഒരു വെക്ടറിനെ സ്പ്ലിറ്റ് ചെയ്ത് കമ്പോണൻസ് ആക്കുന്നത് അറിയില്ലേ? അതെ. mgയെ കമ്പോണൻസ് ആക്കി സ്പ്ലിറ്റ് ചെയ്താൽ ഒരു കമ്പോണൻറ്റ് ഇങ്ങനെ ഇങ്ങോട്ട് വരും, മറ്റൊരു കമ്പോണൻറ്റ് ഇതെങ്ങനെ താഴോട്ട് വരും. mgക്ക് 2 കമ്പോണൻസ്. ശ്രദ്ധിക്കണേ, ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും തീറ്റയാവും. അങ്ങനെ വരുമ്പോൾ ഈ കമ്പോണൻറ്റ് mg കോസ് തീറ്റ, ആംഗിളിനോട് ചേർന്ന് വരുന്ന കമ്പോണൻറ്റ് കോസ് കമ്പോണൻ്റ് ആണെന്ന് മോഷൻ്റെ പ്ലെയിനിൽ പഠിച്ചില്ലേ? അപ്പോൾ ഈ കമ്പോണൻറ്റോ ഇങ്ങോട്ടുള്ള കമ്പോണൻറ്റ് mg സൈൻ തീറ്റ. പറയും mg സൈൻ തീറ്റ ഇങ്ങോട്ടുണ്ട്, പക്ഷെ എന്തുകൊണ്ടാണ് ഈ ബോഡി ഇങ്ങോട്ട് നീങ്ങാത്തത്? മോഷനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ടുണ്ട്? ഇങ്ങോട്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. ഏത് ഫ്രിക്ഷനാ? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണേ ഉള്ളൂ. അപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, ഡയഗ്രാം കഴിഞ്ഞു. mg താഴോട്ട്, നോർമൽ റിയാക്ഷൻ മേലോട്ട്, mg കോസ് തീറ്റ, mg സൈൻ തീറ്റ, fs. ഓക്കെ, ഇനി വളരെ സിമ്പിൾ ഡയഗ്രാം വരയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായി നമുക്ക് എന്ത് ചെയ്യാം?
വളരെ സിമ്പിളായി നമുക്ക് ഈ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു എഫ് മ്യൂ എസ് എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പോകും. വളരെ സിമ്പിൾ. നോക്കുക എങ്ങനെ അറിയോ, എം ജി സൈൻ തീറ്റ ഇങ്ങോട്ട് അതിന് ഈക്വൽ അല്ലേ എഫ് എസ്. ഈ എം ജി സൈൻ തീറ്റ എഫ് എസ് ഈക്വൽ ആയതുകൊണ്ടല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാത്തത്. അങ്ങനെ വരുമ്പോൾ എഫ് എസ് ഈസ് ഈക്വൽ ടു എം ജി സൈൻ തീറ്റ, അതല്ലെങ്കിൽ എം ജി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എഫ് എസ്. പ്രൂഫാണ് പഠിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് എം ജി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എഫ് എസ്. അടുത്ത് പറ എം ജി കോസ് തീറ്റയും എന്നും ഈക്വൽ അല്ലേ. സോ എം ജി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എൻ എന്നാൽ കഴിഞ്ഞു. ഇത് ഇക്വേഷൻ നമ്പർ 1. ഇത് ഇക്വേഷൻ നമ്പർ 2. 1 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ പ്രൂഫായി. പറ 1 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ എം ജി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എം ജി കോസ് തീറ്റ is equal to fs by n. mg കട്ട് ചെയ്തു, സൈൻ ബൈ കോസ് ടാൻ. ടാൻ തീറ്റ is equal to fs by n. ആരാണ് fs by n? നേരത്തെ കണ്ടില്ലേ, fs by n. നോക്കടാ, fs is equal to mu s into n ആണ്. അപ്പോൾ mu s എന്ന് പറഞ്ഞാൽ fs by n അല്ലേ. അപ്പോൾ fs by n എന്ന് പറഞ്ഞാൽ mu s. ഓക്കെ, അപ്പോൾ കഴിഞ്ഞു. fs by n is equal to mu s. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു മ്യൂ എസ് എന്നല്ലേ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സിമ്പിളായി പഠിക്കാം. ഡയഗ്രം സിമ്പിളായിട്ട് വരക്കാൻ പഠിക്കുക എന്ന സ്റ്റെപ്സ് നമുക്ക് 4 വരിയിൽ അവസാനിപ്പിക്കാൻ പറ്റും. സോ ഇത് എക്സാമിന് എപ്പോഴും അങ്ങനെ ചോദിച്ച് കാണാറൊന്നുമില്ല, എന്നാലും എക്സാമിന് ഡിറൈവ് ചെയ്യാനൊക്കെ 2 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ സാധിക്കണം. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മളിനി അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാൻ 2 പ്രധാനപ്പെട്ട ഡെറിവേഷൻസ് കൂടി നമുക്കിനി പറയാനുണ്ട്. നോക്കിക്കോളൂ. നെക്സ്റ്റ് ടോപ്പിക് സർക്കുലർ മോഷൻ. ഇനി യഥാർത്ഥത്തിൽ നമ്മൾ പഠിക്കണം എന്താണെന്ന് വെച്ചാൽ ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത് വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു കർവ്ഡ് ട്രാക്ക് നമ്മൾ കവർ ചെയ്യുമ്പോൾ, ഒരു വളവ് തിരിയുമ്പോൾ, ആ വളവ് തിരിയുന്ന സമയത്ത് നമുക്കവിടെ എന്തുമാത്രം വേഗതയിൽ പോകാൻ സാധിക്കും, മാക്സിമം സേഫായി പോകാൻ പറ്റുന്ന വെലോസിറ്റി കണ്ടെത്തുകയാണ് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത്. ഓക്കെ, ആ മാക്സിമം പെർമിസിബിൾ സ്പീഡ്, മാക്സിമം സേഫ് വെലോസിറ്റി. ആ വാഹനം വളവ് തിരിയുമ്പോൾ സ്കിഡാകാൻ പാടില്ല, തെറിച്ചു പോകാതിരിക്കാൻ നമുക്ക് പോകാൻ പറ്റുന്ന മാക്സിമം വെലോസിറ്റി എത്ര, ആ മാക്സിമം വെലോസിറ്റിയുടെ ഫോർമുലയാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. അതിന് മുമ്പ് ആദ്യം ഒരു റോഡ് നമ്മളിങ്ങനെ വളവ് തിരിയുന്ന സമയത്ത് ഈ കർവ്ഡ് ട്രാക്ക് എന്ന് പറയുന്നത് ഒരു സർക്കുലർ മോഷൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ഒരു സർക്കുലർ ട്രാക്കാണ്. ഒരു വളവ്, ഒരു കർവ്ഡ് ട്രാക്കിലൂടെ പോകുമ്പോൾ അതൊരു സർക്കുലർ പാത്താണ്, സത്യത്തിൽ സർക്കിളിൻ്റെ പാർട്ടായിട്ട് കരുതിക്കൂടെ. അതുകൊണ്ട് തന്നെ സർക്കുലർ പാത്തിൽ ഒരു ബോഡി സഞ്ചരിക്കുന്ന സമയത്ത് നമ്മളതിനെ സർക്കുലർ മോഷൻ എന്ന് പറയും. ഈ സർക്കുലർ മോഷൻ നടത്തുന്ന ഒരു ബോഡിക്ക്, മോഷനെ പ്ലെയിനിൽ കേട്ടിട്ടുണ്ടാവും, സർക്കുലർ പാത്തിൽ കറങ്ങുന്ന ബോഡിക്ക് എപ്പോഴും സർക്കിളിൻ്റെ സെൻറ്ററിലേക്കൊരു ഫോഴ്സ് കിട്ടിക്കൊണ്ടിരിക്കണം. സർക്കുലർ പാത്തിൽ കറങ്ങണമെങ്കിൽ എപ്പോഴും സെൻറ്ററിലേക്ക് ഒരു ഫോഴ്സ് വേണം. അതിനെ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയും. എന്താ പറയുക? സെൻട്രിപെറ്റൽ ഫോഴ്സ്. ദി ഫോഴ്സ് ഡയറക്റ്റഡ് ടുവേർഡ്സ്, ഫോർവേഡ് അല്ല, ടുവേർഡ്സ് ദി സെൻറ്റർ. ദി ഫോഴ്സ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദി സെൻറ്റർ ഇൻ സർക്കുലർ മോഷൻ ഈസ് കോൾഡ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. ആ സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഫോർമുല മോഷനെ പ്ലെയിനിൽ ചിലപ്പോൾ പഠിച്ചു കാണും, ഒന്ന് ഓർത്തു വെക്കുക. സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഫോർമുല mv²/r. സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഫോർമുല പറയണം mv²/r. m എന്താ? മാസ്. v എന്താ? വെലോസിറ്റി. r എന്താ? റേഡിയസ്. സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ mv²/r. ഈ കാര്യം ആദ്യം പഠിച്ചതിന് ശേഷം നമ്മൾ കർവ്ഡ് റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ബോഡിക്ക് ഉണ്ടാകാവുന്ന മാക്സിമം വെലോസിറ്റിയുടെ ഫോർമുല ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്. 2 ഡെറിവേഷനാണ്, രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായി ശ്രദ്ധിക്കണം. ഓക്കെ, എന്താണ് ആദ്യം പഠിക്കുന്ന ഡെറിവേഷൻ? ആദ്യം പഠിക്കുന്നത് മോഷൻ ഓഫ് എ കാർ ഓൺ എ ലെവൽ കർവ്ഡ് റോഡ്. ആദ്യം ഒരു ലെവൽ റോഡ്. എന്താ ലെവൽ റോഡ്? ഈ ലെവൽ റോഡിന് ശേഷം പിന്നെ ബാങ്ക്ഡ് റോഡാണ്. എന്താണ് ഈ ലെവൽ റോഡ്, എന്താണ് ഈ ബാങ്ക്ഡ് റോഡ്? ഞാൻ ആദ്യം ബാങ്ക്ഡ് റോഡൊന്ന് കാണിക്കാം. നോക്കടാ, ബാങ്ക്ഡ് റോഡ് ഇത് കണ്ട നിങ്ങൾ, ഈ എന്താ പറയുക, ഈ ഹൈവേയിൽ ഈ ഒരു വളവ്, ഒരു ടേണിങ്, ആ ടേണിങ്ങിൻ്റെ മുകൾ ഭാഗം, ഈ ഔട്ടർ സൈഡ് ഇന്നർ സൈഡിനേക്കാൾ പൊക്കിയല്ലേ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ടല്ലേ ഈ വാഹനം ഇങ്ങനെ ചെരിഞ്ഞു പോണത്. ഓക്കെ, ഔട്ടർ സൈഡ് ഇന്നർ സൈഡിനേക്കാൾ പൊക്കി നിർത്തുന്നതിനാണ് ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറയുക. അങ്ങനെ ബാങ്കിങ് നടത്തിയ റോഡിൽ എന്തുമാത്രം വെലോസിറ്റിയിൽ പോകാൻ പറ്റും, ഇതാണ് രണ്ടാമത് പഠിക്കുന്നത്. എന്നാൽ ബാങ്കിങ് നടത്തിയിട്ടില്ല, ലെവലാണ്. ലെവൽ റോഡ്. ലെവൽ റോഡാകുമ്പോൾ വളവ് തിരിയുമ്പോൾ മാക്സിമം എന്ത് വെലോസിറ്റിയിൽ പോകാം, ഇതാണ് ആദ്യം ലെവൽ റോഡ്, പിന്നെ ബാങ്ക്ഡ് റോഡ്. ഓക്കെ, അപ്പോൾ ലെവൽ റോഡിലേക്ക് നമുക്ക് മടങ്ങി വരാം. നോക്കിക്കോളൂ. ലെവൽ റോഡിലൂടെ ഒരു കാർ സഞ്ചരിക്കുന്ന സമയത്ത്
ആ കാറിന് എന്തുമാത്രം വെലോസിറ്റിയിൽ പോകാൻ പറ്റും. ഞാനൊരു ഡയഗ്രാം വരക്കട്ടെ, ശ്രദ്ധിക്കണേ. ആ ഡയഗ്രാം ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിക്കോളൂ. ഇത് ഒരു ലെവൽ കർവ്ഡ് റോഡാണ് എന്ന് കരുതിക്കോളൂ. സിമ്പിളായിട്ട് വരക്കാൻ പഠിക്കാം. ഇതാണ് ആ ലെവൽ റോഡ്. ഓക്കെ, ഇനി ആ ലെവൽ റോഡിൽ ഒരു വെഹിക്കിൾ, ഞാൻ കാറൊന്നും വരക്കണില്ല എളുപ്പത്തിന്, ഇതാ ഇങ്ങനൊരു ബോഡി, ഇത് നമ്മൾ വെഹിക്കിൾ കാറാണെന്ന് കരുതിക്കോളൂ. ഈ കാറിൻ്റെ വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യുമല്ലോ, വെയിറ്റ് mg. നോർമൽ റിയാക്ഷൻ മേലോട്ട് ഉണ്ടാകുമല്ലോ, നോർമൽ പെർപെൻഡിക്കുലർ, സർഫസ് ഇങ്ങനെയാണ്, അപ്പോൾ പെർപെൻഡിക്കുലർ നോർമൽ റിയാക്ഷൻ ഇങ്ങനെ. ഇനി ശ്രദ്ധിക്കണം, ഇതൊരു സർക്കുലർ ട്രാക്കാണ്. സർക്കിളിൻ്റെ സെൻറ്റർ ഇവിടെയല്ലേ വരിക, സർക്കിളിൻ്റെ സെൻറ്റർ ഈ ഭാഗത്താണ്. ഓക്കെ, അപ്പോൾ സെൻറ്ററിലേക്ക് ഒരു ഫോഴ്സ് ഉണ്ടെങ്കിലല്ലേ സർക്കുലർ പാത്തിൽ കറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ സർക്കിളിൻ്റെ സെൻറ്ററിലേക്കായി എന്ത് വേണം, ഒരു ഫോഴ്സ് വേണം. അങ്ങനെ ഒരു ഫോഴ്സ് ഇവിടെ ഉണ്ട്. ഈ വാഹനത്തിൻ്റെ ടയറും റോഡും തമ്മിലുണ്ടാകുന്ന ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഈ സെൻറ്ററിലേക്കുണ്ട്. ആ ഫ്രിക്ഷണൽ ഫോഴ്സ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അതായത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ വളവ് തിരിയുന്ന സമയത്ത് ഫാസ്റ്റായിട്ട് പോകുകയാണെങ്കിൽ ഈ റോഡിൽ നിന്ന് ഇവൻ സ്കിഡായിട്ട് ഇങ്ങോട്ട് പോകുമല്ലോ, തെറിച്ചു പോകുമല്ലോ. പക്ഷെ തെറിച്ചു പോകാതെ ഇവൻ സേഫായി പോകുകയാണെങ്കിൽ ഈ ഇങ്ങോട്ടുള്ള ഫോഴ്സിനെ എതിർത്ത് അങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ട്. ഓക്കെ, ഇങ്ങോട്ട് തെറിച്ചു പോകുന്ന ആ മോഷൻ നടക്കണില്ല, തെറിച്ചു പോകണില്ല, സ്കിഡ് ആവണില്ല. അപ്പോൾ ഇങ്ങോട്ടുള്ള മോഷനെ തടയുന്ന, മോഷനെ ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സ് അങ്ങോട്ടുണ്ട്. അതാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. അതിന് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എഴുതാനുള്ള കാരണം എന്താ? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവൻ ഇങ്ങോട്ട് തെറിച്ചു പോകണില്ലല്ലോ, മൂവ് ചെയ്യാത്തപ്പോഴുള്ള ഫ്രിക്ഷൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡെറിവേഷന് വേണ്ടി വരക്കേണ്ട ഡയഗ്രാം. ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ സെൻറ്ററിലേക്കുള്ള ഫോഴ്സായി ആക്ട് ചെയ്യുന്നത് ഏത് ഫോഴ്സാണ്? ഫ്രിക്ഷണൽ ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് പ്രൊവൈഡഡ് ബൈ ഫ്രിക്ഷണൽ ഫോഴ്സ്. മറക്കരുത്, ഫ്രിക്ഷണൽ ഫോഴ്സാണ് സെൻട്രിപെറ്റൽ ഫോഴ്സായി ആക്ട് ചെയ്യുന്നത്. ഇനി തെറിച്ചു പോകാതെ ഇവൻ എന്താ പറയുക, സേഫായി പോകണം എന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. കണ്ടീഷൻ ഫോർ സേഫ് റണ്ണിങ് എന്താ പറയട്ടെ, ഈ സെൻറ്ററിലേക്ക് ഉണ്ടാകുന്ന ഫോഴ്സ് ഫ്രിക്ഷണൽ ഫോഴ്സാണ് എന്ന് പറഞ്ഞല്ലോ. ഈ സെൻറ്ററിലേക്ക് ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, സെൻട്രിപെറ്റൽ ഫോഴ്സ്. ശ്രദ്ധിക്കണം, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കണം? സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് സെൻട്രിപെറ്റൽ ഫോഴ്സിന് ഈക്വൽ ആവണം, അല്ലെങ്കിൽ സെൻട്രിപെറ്റൽ ഫോഴ്സിനേക്കാൾ വലുത്. സെൻറ്ററിലേക്ക് ഉണ്ടാകേണ്ട ഫോഴ്സ് 10 ന്യൂട്ടൺ. അപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഒന്നുകിൽ 10 ആകണം, അതല്ലെങ്കിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ 11, 12, 13 എത്ര വേണമെങ്കിലും ആകാം. ഓക്കെ, അപ്പോൾ Fs ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു Fc എന്ന് പറയും. അതാണ് കണ്ടീഷൻ ഫോർ സേഫ് റണ്ണിങ്. ഈ 2 പോയിന്റുകൾ ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്കിനി ഈ മാക്സിമം സേഫ് സ്പീഡിൻ്റെ വെലോസിറ്റി ഡിറൈവ് ചെയ്യാം. ഓക്കെ, മാക്സിമം സേഫ് സ്പീഡിൻ്റെ ഫോർമുല നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിച്ചിരിക്കുക, ഡയഗ്രാം സെറ്റാണല്ലോ, നോക്കട്ടോ, വളരെ സിമ്പിളായി ഡിറൈവ് ചെയ്യാം. എന്താണത്? ആദ്യം സെൻട്രിപെറ്റൽ ഫോഴ്സായി ആക്ട് ചെയ്യുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. മാക്സിമം വെലോസിറ്റി കാണാൻ Fc ഈസ് ഈക്വൽ ടു Fs. എന്താ സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഫോർമുല? mv²/r അല്ലേ. എന്താ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഫോർമുല? μs × n അല്ലേ. ഓക്കെ, ഇവിടെ n ഇസ് ഈക്വൽ ടു mg എന്ന് എഴുതിക്കൂടെ? നോർമൽ റിയാക്ഷനും mgയും ഈക്വലാണ്. സോ അങ്ങനെയാണെങ്കിൽ μs × mg എന്ന് എഴുതാം. mv²/r ഇസ് ഈക്വൽ ടു μs × mg. m കട്ട് ചെയ്തു. സോ v²/r ഇസ് ഈക്വൽ ടു μs × g. അങ്ങനെയെങ്കിൽ ഈ r അങ്ങോട്ട് പോകുമ്പോൾ μs × r × g. സോ v ഈസ് ഈക്വൽ ടു √μs × r × g. ഇതാണ് ലെവൽ റോഡിൽ വാഹനം കർവ്ഡ് ലെവൽ റോഡിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് മാക്സിമം സേഫ് വെലോസിറ്റി കാണാനുള്ള ഫോർമുല. v ഈസ് ഈക്വൽ ടു √μs × r × g. സോ സിമ്പിളായി പഠിക്കുക. ലെവൽ റോഡ് കഴിഞ്ഞ വർഷത്തെ എക്സാമിനൊക്കെ അതാ ചോദിച്ചത്. ഫോർമുല ഡിറൈവ് ചെയ്യാൻ പറഞ്ഞാൽ ഈ രീതിയിൽ എഴുതുക. ഓക്കെ, നമ്മളിനി ഈ ഭാഗത്ത് നിന്ന് എക്സാമിന് ചോദിക്കുന്ന പ്രോബ്ലം നോക്കാൻ പോവുകയാണ്. എ കാർ ഓഫ് മാസ് m ഈസ് ടേക്കിംഗ് എ സർക്കുലർ ടേൺ ഓഫ് റേഡിയസ് r ഓൺ എ ഹൊറിസോണ്ടൽ റോഡ്. ഹൊറിസോണ്ടൽ റോഡ് എന്ന ലെവൽ റോഡ്. ദി കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദി ടയേഴ്സ് ആൻഡ് റോഡ് ഈസ് μ. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ മാക്സിമം പോസിബിൾ സേഫ് സ്പീഡ്. അത് എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞില്ലേ. ഡെറിവേഷൻ വളരെ സിമ്പിളായി 4-5 വരിയിൽ എഴുതട്ടോ. ഓക്കെ, ഡയഗ്രാം സിമ്പിളാണ്, ഇങ്ങനെ വരച്ച് പഠിക്കുക. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് പ്രോബ്ലം. μ എന്നത് 0.1, റേഡിയസ് 20 മീറ്റർ. അങ്ങനെയെങ്കിൽ ഇഫ് ദി കാർ മൂവ്സ് അറ്റ് എ സ്പീഡ് ഓഫ് 5 m/s വിൽ ദി കാർ സ്ലിപ്പ് വൈൽ ടേക്കിംഗ് ദി ടേൺ. അങ്ങനെ ചോദിക്കും. ഇപ്പോൾ വളവിലൂടെ കാർ പോകുന്ന വെലോസിറ്റി 5 ആണ്.
ആ വെലോസിറ്റി പോയാൽ സ്കിഡാവുമോ? ചിലപ്പോൾ സൈക്കിളൊക്കെ പോകുന്ന കേസും അങ്ങനെ പറയും. അപ്പോൾ സ്കിഡായി പോകുമോ ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മാക്സിമം പോകാൻ പറ്റുന്ന വെലോസിറ്റി എത്ര പറ? V = √μs/r/g. ആ മാക്സിമം പോകാൻ പറ്റുന്ന വെലോസിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. എത്ര μsൻ്റെ വാല്യൂ 0.1, ഓക്കെ, ഇൻറ്റു റേഡിയസ് എത്ര പറ? റേഡിയസ് 20 ഇൻറ്റു ജിയുടെ വാല്യൂ ഞാനിപ്പോൾ ഒരു 10 എടുക്കുക എന്ന് കരുതിക്കോളൂ, അല്ലെങ്കിൽ 9.8. അങ്ങനെ വരുമ്പോൾ പറ 0.1 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇത് √20 എന്നല്ലേ വരിക? റേഡിയസ് 20 മീറ്ററാണ്, 0.1 ആണ് മ്യൂവിൻ്റെ വാല്യൂ, ജിയുടെ വാല്യൂ 10 എടുത്തു. 0.1 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 20. √20 എന്ന് പറഞ്ഞാൽ അത് കാൽക്കുലേറ്റർ അടിച്ചാൽ നമുക്ക് കിട്ടും 4 പോയിൻറ്റ് സംതിങ് അല്ലേ വരിക? അല്ലേ, 4 പോയിൻ്റ് അല്ലേ? അപ്പോൾ 4ൻ്റെ എന്താ പറയുക സ്ക്വയർ റൂട്ടൽ 16 ആണല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ √20 എന്ന് വരും. √20 എന്ന് പറയുമ്പോൾ 4 പോയിൻറ്റ് സംതിങ്. അപ്പോൾ 4 പോയിൻറ്റ് സംതിങ് കാൽക്കുലേറ്റർ അടിച്ചാൽ കൃത്യമായിക്കോട്ടെ. 4 പോയിൻറ്റ് സംതിങ് വെലോസിറ്റിയാണ് മാക്സിമം വെലോസിറ്റി. എന്നാൽ ഇപ്പം എത്രയില്ല പോകുന്നത്? 5 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഈ 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന വെലോസിറ്റി നോക്കണം. 4 മീറ്റർ √20 കൃത്യമായിട്ട് എത്ര വരിക? ഞാനൊന്ന് കാൽക്കുലേറ്റർ നോക്കി. √20 എന്ന് 4.472 എന്ന് വരും. 4.472 എന്ന് വരും. അത്രയും മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് മാക്സിമം. അപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ പോകുന്നത് 5-ലാണ്. 5 എന്ന് പറയുന്നത് 4.472 വലുതല്ലേ? അപ്പോൾ മാക്സിമം 4.47 പറ്റൂ. ഇപ്പോൾ 5-ലാണ് പോണത്. അപ്പോൾ എന്തായാലും ആ കാർ എന്ത് ചെയ്യും പറ? ആ കാർ നിർബന്ധമായും സ്ലിപ്പായി പോകും. കാർ വിൽ സ്ലിപ്പ്. ഓക്കെ, കാരണം മാക്സിമം 4.47 പറ്റൂ. ഇപ്പോൾ പോകുന്നത് എത്രയിലാണ് പറ? 5-ൽ. അതുകൊണ്ട് സ്ലിപ്പായി പോകും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള പ്രോബ്ലം ലെവൽ റോഡുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ അവസാന ടോപ്പിക്കിലേക്ക് വരിക. ശ്രദ്ധിച്ചിരിക്കുക, വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്ക്. അവസാന ടോപ്പിക്ക് ഇതൊരിക്കലും ഒഴിവാക്കരുത്, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം. ശ്രദ്ധിച്ചിരിക്കുക. പറ, ബാങ്ക്ഡ് റോഡിലൂടെ മോഷൻ ഓഫ് എ കാർ ഓൺ എ ബാങ്ക്ഡ് റോഡ്. എന്താണ് ബാങ്കിങ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം? പബ്ലിക് എക്സാമിൻ്റെ ഒന്നാമത്തെ ചോദ്യം. എന്താ ബാങ്കിങ്? ഈ കർവ്ഡ് ട്രാക്കിൽ ഔട്ടർ സൈഡ് ഇന്നർ സൈഡിനേക്കാൾ ഉയർത്തി നിർമ്മിക്കുന്നതിനാണ് എന്ത് പറയുക? ബാങ്കിങ്. ഫിനോമിനൻ ഓഫ് റൈസിംഗ് ദി ഔട്ടർ എഡ്ജ് ഓഫ് ദി കർവ്ഡ് റോഡ് എബവ് ദി ഇന്നർ എഡ്ജ്. ഇന്നർ എഡ്ജിനേക്കാൾ ഔട്ടർ എഡ്ജ് പൊക്കി നിർമ്മിക്കുന്നതിനാണ് എന്ത് പറയുക? ബാങ്കിങ് ഓഫ് കർവ്, ബാങ്കിങ് ഓഫ് റോഡ്. അപ്പോൾ എന്താണ് ബാങ്കിങ് ഓഫ് റോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പബ്ലിക് എക്സാമിൻ്റെ ഒന്നാമത്തെ ചോദ്യം. മറക്കരുത്, ഈ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു വെക്കുക. ദെൻ രണ്ടാമതായി നമ്മൾ പഠിക്കുന്നത് ഈ കർവ്ഡ് റോഡ്, വളരെ പ്രധാനപ്പെട്ട വലിയ മാർക്കിൻ്റെ ഡെറിവേഷൻ. ശ്രദ്ധിച്ചിരിക്കണം, കുറച്ചധികം സ്റ്റെപ്സ് എഴുതാനുണ്ട്. വലിയ ഫോർമുലയിലേക്കാണ് എത്തിച്ചേരാനുള്ളത്. നന്നായി ശ്രദ്ധിക്കണം. ഈ കർവ്ഡ് റോഡിൽ, ബാങ്ക്ഡ് റോഡിലൂടെ ഒരു വാഹനം സഞ്ചരിക്കുമ്പോൾ അതിനുണ്ടാകാവുന്ന മാക്സിമം സേഫ് സ്പീഡിൻ്റെ ഫോർമുല ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം ഡയഗ്രാം വരക്കണതിനെ നന്നായി ശ്രദ്ധിക്കണം. ഡയഗ്രാം മാത്രം വരക്കാൻ തന്നെ എക്സാമിന് ചോദിക്കാറുണ്ട്. ഡയഗ്രാം വരച്ച് തന്നിട്ട് അതിലെ ഓരോ ഫോഴ്സുകളും എന്തിനെ ഉദ്ദേശിക്കുന്നു എന്ന് പോലും ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡയഗ്രാം നന്നായി മക്കൾ ശ്രദ്ധിച്ചോളൂ. ഇത് ഒരു കർവ്ഡ് റോഡാണ്. ശ്രദ്ധിച്ചോളൂ, ബാങ്കിങ് നടത്തിയ റോഡാണ്. ഇതാണ് ആ ബാങ്ക്ഡ് റോഡിൻ്റെ ഒരു സെക്ഷനാണ് ഈ വരക്കുന്നത്. ഇതാണ് ആംഗിൾ ഓഫ് ബാങ്കിങ്. ഞാനതിനെ തീറ്റ എന്ന് എഴുതുന്നു. ഇനി നമ്മുടെ വാഹനം, ഈ ബാങ്ക്ഡ് റോഡിൽ നമ്മുടെ വെഹിക്കിൾ, ഞാൻ ആ വെഹിക്കിൾ സിമ്പിളായി ഇങ്ങനെ വരച്ചു. ഇനി ഇവിടുത്തെ വ്യത്യസ്ത ഫോഴ്സുകളാണ് ഞാനിനി മാർക്ക് ചെയ്യാൻ പോകുന്നത്. നന്നായി ശ്രദ്ധിക്കണം ഏതൊക്കെ ഫോഴ്സുകളാണ് എന്നുള്ളത്. നോക്കണേ. അപ്പോൾ ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന വ്യത്യസ്ത ഫോഴ്സുകൾ ഏതൊക്കെയെന്ന് നോക്കിയാൽ, ആദ്യത്തെ ഫോഴ്സ് ഇതാ, വെയിറ്റ് mg. നന്നായി ശ്രദ്ധിക്കണേ, ഈ ഡയഗ്രാം മാത്രം വരക്കാൻ തന്നെ എക്സാമിന് ചോദിക്കണം. വെയിറ്റ് mg. ഓക്കെ, ഇനി അതേപോലെ ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ശ്രദ്ധിക്കണേ. ഫ്രിക്ഷണൽ ഫോഴ്സ് സർഫസിലൂടെയാണ് ഉണ്ടാകുക എന്ന് പഠിച്ചല്ലോ. അപ്പോൾ അതാ ഈ റോഡിലൂടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങോട്ട്, ഫ്രിക്ഷണൽ ഫോഴ്സിന് Fs എന്ന് എഴുതണം, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. മറക്കരുത്, അത് ആ റോഡിലൂടെ ടാൻജൻഷ്യലായി ആ സർഫസിലൂടെ അല്ലേ ഉണ്ടാവുക. ശരി, ഇനി ഫ്രിക്ഷണൽ ഫോഴ്സിന് ഞാൻ 2 കമ്പോണൻസ് വരക്കാൻ പോവുകയാണ്. ശ്രദ്ധിക്കണേ, ഫ്രിക്ഷണൽ ഫോഴ്സിന് 2 കമ്പോണൻസ് വരച്ചു കഴിഞ്ഞാൽ ഒരു കമ്പോണൻറ്റ് ഇതാ ഇങ്ങനെ വരും, മറ്റൊരു കമ്പോണൻറ്റ് ഈ mg ഇതാ ഇതേപോലെ താഴോട്ടും വരും. ഫ്രിക്ഷണൽ ഫോഴ്സിന് 2 കമ്പോണൻസ്. ഓക്കെ, ശ്രദ്ധിക്കുക, ഫ്രിക്ഷണൽ ഫോഴ്സിന് 2 കമ്പോണൻസ് ഇതാ ഇങ്ങനെ വരച്ചു. നോക്കടാ, ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും തീറ്റയല്ലേ വരിക. അങ്ങനെ വരുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഈ കമ്പോണൻറ്റ് Fs കോസ് തീറ്റ എന്ന് വരും. ഇത് Fs സൈൻ തീറ്റ എന്നും വരും. ഇപ്പം എന്തൊക്കെ ചെയ്തു പറ? ആദ്യം വെയിറ്റ് mg താഴോട്ട്, ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങോട്ട്. ഫ്രിക്ഷണൽ ഫോഴ്സിന് 2 കമ്പോണൻസ്, ഇത് Fs കോസ് തീറ്റ, ഇത് Fs സൈൻ തീറ്റ. ഇനി നോർമൽ റിയാക്ഷൻ വരക്കണം. ആ നോർമൽ റിയാക്ഷനും 2 കമ്പോണൻസ്.
ഫ്രിക്ഷണൽ ഫോഴ്സ് എം ജി നോർമൽ റിയാക്ഷൻ. ഫ്രിക്ഷണൽ ഫോഴ്സിന് 2 കമ്പോണൻസ്, നോർമൽ റിയാക്ഷനും 2 കമ്പോണൻസ്. നോർമൽ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഈ റോഡിന് നോർമലായി പെർപെൻഡിക്കുലറായി ഇങ്ങോട്ടല്ലേ നോർമൽ റിയാക്ഷൻ വരിക. ആ നോർമൽ റിയാക്ഷന് 2 കമ്പോണൻസ് വരയ്ക്കുകയാണെങ്കിൽ ഒരു കമ്പോണൻറ്റ് ഇങ്ങനെ വരും. ശ്രദ്ധിക്കട്ടെ, ഈ കമ്പോണൻറ്റും ഈ താഴോട്ടുള്ള എം ജി ഒക്കെ വരും. അതേപോലെ അടുത്ത കമ്പോണൻറ്റ്, നോർമൽ റിയാക്ഷൻ്റെ അടുത്ത കമ്പോണൻറ്റ് ഇങ്ങോട്ടും വരും. ഇപ്പം നോർമൽ റിയാക്ഷൻ്റെ ഒരു കമ്പോണൻറ്റ് മേലോട്ട്, അടുത്ത കമ്പോണൻറ്റ് ഇങ്ങോട്ട്. ഇവർ ശ്രദ്ധിക്കേണ്ടത് ഈ ആംഗിൾ തീറ്റ, അപ്പം ഇത് തീറ്റ, അപ്പം ഈ ആംഗിളാണ് അവിടെ തീറ്റ വരിക. അപ്പോൾ ഈ കമ്പോണൻറ്റ് എൻ കോസ് തീറ്റ എന്ന് വരും. ഈ കമ്പോണൻറ്റോ എൻ സൈൻ തീറ്റ എന്നും വരും. ഈ ഡയഗ്രാം തന്നെ ഒന്ന് മര്യാദക്ക് വരയ്ക്കാൻ പഠിക്കണം. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് ഒന്നുകൂടി ഞാൻ ആദ്യം മുതലൊന്ന് പറയാം. ഈ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുക, ഇങ്ങനെ കർവ്ഡ് റോഡ് വരച്ചു. അത് കഴിഞ്ഞ് റോഡ് ഔട്ടർ സൈഡ് ഇന്നർ സൈഡിലേക്കാൾ പൊക്കി കാണിച്ചു. ഈ ആംഗിൾ തീറ്റ. ഇനി ഇവിടെ നമ്മുടെ വെഹിക്കിൾ ഇങ്ങനെ കാണിച്ചു. ഇനി എന്തൊക്കെ കാണിക്കേണ്ടത് പറയും, കഴിഞ്ഞ ഡെറിവേഷൻ കാണിച്ചു പോലെ എം ജി വരക്കണം, വെയിറ്റ്. ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങോട്ട് കാണിക്കണം, നോർമൽ റിയാക്ഷൻ ഇങ്ങനെയും കാണിക്കണം. ഞാൻ പറയുന്ന പോലെ പഠിക്കട്ടോ, എം ജി എഫ് എസ് നോർമൽ റിയാക്ഷൻ. ആർക്കൊക്കെ കമ്പോണൻസ് പറ? ഫ്രിക്ഷണൽ ഫോഴ്സിന് 2 കമ്പോണൻസ്, നോർമൽ റിയാക്ഷന് 2 കമ്പോണൻസ്. ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ കമ്പോണൻസ് ഒന്ന് ഇങ്ങനെയാണെങ്കിൽ മറ്റൊന്ന് താഴോട്ട്. ഓക്കെ, നോർമൽ റിയാക്ഷൻ്റെ 2 കമ്പോണൻസ്, ഒന്ന് മേലോട്ട്, നോർമൽ റിയാക്ഷൻ്റെ ഒരു കമ്പോണൻറ്റ് നേരെ മേലോട്ട്, മറ്റൊരു കമ്പോണൻറ്റ് ഇങ്ങനെ ഇങ്ങോട്ട്. ശ്രദ്ധിക്കുക, ഇവിടെ എം ജി താഴോട്ടുണ്ട്, ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ കമ്പോണൻറ്റ്. ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഒരു കമ്പോണൻറ്റ് ഇങ്ങോട്ടുണ്ട്, നോർമൽ റിയാക്ഷൻ്റെ കമ്പോണൻസ് ഇങ്ങോട്ടുണ്ട്. ഇനി പറയാം, ഇത് എഫ് എസ്, ഇത് എഫ് എസ് കോസ് തീറ്റ, ഇത് എഫ് എസ് സൈൻ തീറ്റ. അത് പഠിക്കുക. അങ്ങനെയെങ്കിൽ നോർമൽ റിയാക്ഷനോ, ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ കോസ് കമ്പോണൻറ്റ് വരുന്നിടത്ത് നോർമൽ റിയാക്ഷൻ്റെ സൈൻ കമ്പോണൻറ്റ് എൻ സൈൻ തീറ്റ, ഇതോ എൻ കോസ് തീറ്റ. അപ്പോൾ ഡയഗ്രാം തെറ്റാതെ വരയ്ക്കുക. ഇവിടെ ഒരു കാറിൻ്റെ ചിത്രമൊക്കെ വരച്ചിട്ട് ഫോഴ്സുകൾ ഇങ്ങനെ കമ്പോണൻസ് ഒക്കെ മാർക്ക് ചെയ്തിട്ട് ഇത് ഏത് ഫോഴ്സാണ് ഏത് കമ്പോണൻ്റാണെന്നൊക്കെ മാർക്ക് ചെയ്യാൻ ചോദിക്കും. ഓക്കെ, ഡയഗ്രാം മാത്രം വരയ്ക്കാൻ ചോദിക്കും. കർവ് ബാങ്ക്ഡ് റോഡിൽ ഒരു വാഹനം നിർത്തിയിട്ടിരിക്കുന്നു, വാഹനത്തിൻ്റെ മേൽ ആക്ട് ചെയ്യുന്ന വ്യത്യസ്ത ഫോഴ്സുകൾ ഏതെല്ലാം, അത് വരയ്ക്കാൻ തന്നെ ചോദിക്കും. വരച്ചിട്ട് മാർക്ക് ചെയ്യാൻ ചോദിക്കും. ഡയഗ്രാം വരച്ചിട്ട് മാക്സിമം വെലോസിറ്റിയുടെ ഫോർമുല ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. ആ മാക്സിമം വെലോസിറ്റിയുടെ ഫോർമുല ഡിറൈവ് ചെയ്യുന്ന രീതിയാണ് ഞാൻ ഇനി കാണിക്കാൻ പോണത്. ശ്രദ്ധിച്ചോളൂ, നോക്കണം എങ്ങനെയാണ് മാക്സിമം വെലോസിറ്റി ഡിറൈവ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ശ്രദ്ധിച്ചോളൂ, ഇതൊന്ന് ഇറേസ് ചെയ്തതിന് ശേഷം നമുക്ക് അത് നോക്കാം. മാക്സിമം വെലോസിറ്റിയുടെ ഫോർമുല ഡിറൈവ് ചെയ്യുന്ന ഭാഗം നോക്കിക്കോളൂ. ആദ്യം കുറച്ചധികം സ്റ്റെപ്സ് ശ്രദ്ധിക്കുക. ആദ്യം ഞാൻ വിശദീകരിച്ച് മനസ്സിലാക്കി തരാം. പിന്നെ അതൊരു 5 വരിയിൽ നമുക്ക് എങ്ങനെ ചുരുക്കി എഴുതാം എന്നുള്ളതും പറയാം. ശ്രദ്ധിക്കണേ. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സെൻറ്ററിലേക്കുള്ള ഫോഴ്സ് അല്ലേ സെൻട്രിപെറ്റൽ ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഫോഴ്സായി ആക്ട് ചെയ്യുന്നത് ഇതാണ് റോഡിൻ്റെ സെൻറ്റർ ഇവിടെയാണ്. സെൻട്രിപെറ്റൽ ഫോഴ്സായി ആക്ട് ചെയ്യുന്നത് എഫ് എസ് കോസ് തീറ്റയും എൻ സൈൻ തീറ്റയും അല്ലേ. ഓക്കെ, അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഫോർമുല പറയും എം വി സ്ക്വയർ ബൈ ആർ. സെൻട്രിപെറ്റൽ ഫോഴ്സായി ആക്ട് ചെയ്യുന്നത് ഏതൊക്കെ പറ, എൻ സൈൻ തീറ്റ എന്ന കമ്പോണൻ്റ് ഉണ്ട്, അതോടൊപ്പം എഫ് എസ് കോസ് തീറ്റ എന്ന കമ്പോണൻറ്റും. ഇത് രണ്ടും കൂടിയാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഈ എഫ് എസിന് പകരം നമുക്ക് നോക്കണം, എൻ സൈൻ തീറ്റ പ്ലസ് എഫ് എസിന് പകരം മ്യൂ എസ് ഇൻറ്റു എൻ എന്നെഴുതിക്കൂടെ, കോസ് തീറ്റ. ഇതെന്താ പറ, എം വി സ്ക്വയർ ബൈ ആർ. ഇത് ഇക്വേഷൻ നമ്പർ 1, ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു ഡെറിവേഷൻ്റെ. ഓക്കെ, ദെൻ സെക്കൻഡ് സ്റ്റെപ്പ്. താഴോട്ട് എം ജി ഉണ്ട്, എഫ് എസ് സൈൻ തീറ്റ ഉണ്ട്, മേലോട്ട് എൻ കോസ് തീറ്റ ഉണ്ട്. അപ്പോൾ താഴോട്ടുള്ള ടോട്ടൽ ഏതൊക്കെ പറ, താഴോട്ട് എം ജി ഉണ്ട്, അതോടൊപ്പം എഫ് എസ് സൈൻ തീറ്റയുണ്ട്. ഓക്കെ, മേലോട്ടുള്ളതോ അതിന് നേരെ മേലോട്ടല്ലേ എൻ കോസ് തീറ്റ. ഓക്കെ, എന്നാൽ ഈ വാഹനം മേലോട്ടോ താഴോട്ടോ ചലിക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? താഴോട്ടുള്ള ടോട്ടൽ ഫോഴ്സും മേലോട്ടുള്ളതും ഈക്വലാണ്. അപ്പോൾ എം ജി പ്ലസ് എഫ് എസ് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എൻ കോസ് തീറ്റ. അതിൽ എം ജി അവിടെ നിർത്തി, എഫ് എസ് സൈൻ തീറ്റ അങ്ങോട്ട് കൊണ്ടുപോയാൽ എന്താവും, എൻ കോസ് തീറ്റ മൈനസ് എഫ് എസ് സൈൻ തീറ്റ. ഓക്കെ, ഇതിൽ ആ എഫ് എസ് എന്നതിന് പകരം എൻ കോസ് തീറ്റ മൈനസ് മ്യൂ എസ് ഇൻറ്റു എൻ സൈൻ തീറ്റ ഇങ്ങനെ എഴുതി. ഇത് ഇപ്പുറത്ത് എം ജി. ഇത് ഇക്വേഷൻ നമ്പർ 2. ഇപ്പോൾ ഡെറിവേഷൻ്റെ 2 സ്റ്റേജ് കഴിഞ്ഞു. ഇനി ഒന്നുമില്ല, ഇനി ഇക്വേഷൻ നമ്പർ 1നെ ഇക്വേഷൻ നമ്പർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇക്വേഷൻ നമ്പർ 1നെ ഇക്വേഷൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ കോമൺ ആയിട്ട് വരുന്നതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് എളുപ്പ ആൻസറിലേക്ക് എത്തുക. ഇപ്പോൾ ഈ ആദ്യത്തെ 2 സ്റ്റേജ് കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ 5 വരി എഴുതിയില്ലേ. ഞാൻ ഈ 5 വരി ഒന്ന് ചുരുക്കി എഴുതാൻ പഠിപ്പിക്കട്ടെ.
ഇവിടെ ഇപ്പോൾ എക്സാമിന് മാർക്ക് ഈ സ്റ്റെപ്പ് എഴുതുന്നതിനും ഈ സ്റ്റെപ്പ് എഴുതുന്നതിനുമാണ്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി പഠിക്കാൻ ഈ 5 വരി. എന്നാൽ എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ ഈ 5 വരിയെ ഞാൻ 2 വരിയിലേക്ക് ചുരുക്കട്ടെ. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. എന്നാൽ ഈ 5 വരിയെ ഞാൻ 2 വരിയിലേക്കൊന്ന് ചുരുക്കി കാണിക്കാം. നോക്കിക്കോട്ടോ, എങ്ങനെ എഴുതുന്നത് നോക്കട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡെറിവേഷൻ്റെ ബാക്കി അടുത്ത പേജിൽ അടുത്ത സ്ലൈഡിൽ കാണിക്കുവേ. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡ് mv²/r, അതേപോലെ അടുത്ത ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡ് mg. ഇത് ബൈ ഹാർട്ടാക്കുക, mv²/r mg. ഇനി റൈറ്റ് സൈഡ് എഴുതുന്നത് ഞാനൊരു ട്രിക്ക് കാണിച്ചു തരാം. അതായത് സൈൻ തീറ്റ കോസ് തീറ്റ. ഓക്കെ, ഇനി ഇവിടെ കോസ് തീറ്റ സൈൻ തീറ്റ, സൈൻ തീറ്റ കോസ് തീറ്റ, കോസ് തീറ്റ സൈൻ, സൈൻ തീറ്റ കോസ് തീറ്റ, കോസ് തീറ്റ സൈൻ. ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്. ഓക്കെ, അടുത്ത എല്ലാ ടേമിൻ്റെയും കൂടെ എൻ എൻ എന്ന് ചേർക്കുക. ഓക്കെ, രണ്ടാമത്തെ ടേമിൽ മ്യൂഎസ് എന്നും ചേർക്കുക. ഇപ്പോൾ നോക്കടാ, ഇക്വേഷൻ നമ്പർ 1 അല്ലേ ഈ എഴുതിയത്, ഇക്വേഷൻ നമ്പർ 2 അല്ലേ ഈ എഴുതിയത്. ഓക്കെ, ഒന്നുകൂടി ഇറേസ് ചെയ്തിട്ട് കാണിക്കട്ടെ, ഒന്നുകൂടി, അല്ലെങ്കിൽ അടുത്ത പേജിലേക്ക് പോകാം. നോക്കാം എങ്ങനെ ഇക്വേഷൻ നമ്പർ 1 എഴുതുക. പുതിയൊരു സ്ലൈഡ് എടുക്കുക, അതാണ് നല്ലത്. നോക്കൂ, പുതിയൊരു സ്ലൈഡ് എടുത്തിട്ട് ഞാനത് കാണിക്കാം. എങ്ങനെ ഇക്വേഷൻ നമ്പർ 1 എഴുതിയത്? ലെഫ്റ്റ് സൈഡിൽ mv²/r, റൈറ്റ് സൈഡ്, അതേപോലെ അടുത്ത ഇക്വേഷൻ ലെഫ്റ്റ് സൈഡിൽ mg. ഓക്കെ, ഇനി അപ്പുറത്ത് പറ സൈൻ തീറ്റ കോസ് തീറ്റ, ഇവിടെ കോസ് തീറ്റ സൈൻ തീറ്റ പ്ലസ് മൈനസ്, എല്ലാ ടേമിലും എൻ എന്നുകൂടി ചേർക്കുക, എൻ എൻ. രണ്ടാമത്തെ ടേമിൽ എന്നിൻ്റെ കൂടെ മ്യൂഎസ് എന്നുകൂടി ചേർക്കുക. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. മനസ്സിലാക്കി പഠിക്കണോ? നിങ്ങൾ ഈ സ്ലൈഡ് നോക്കിക്കോളൂ. എന്നാൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി എളുപ്പത്തിന് ഫസ്റ്റ് ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ. ഐഡിയ കിട്ടിയോ? ശരി, ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇക്വേഷൻ നമ്പർ 1നെ ഇക്വേഷൻ നമ്പർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഞാൻ ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ചെയ്യട്ടെ. mv²/rനെ mg കൊണ്ട് ഡിവൈഡ് ചെയ്താൽ m വെട്ടിപ്പോകൂലേ? അപ്പോൾ ബാക്കി എന്താ വരിക? v²/rg. m വെട്ടിപ്പോവും, അപ്പോൾ v²/rg. അപ്പുറത്ത് എന്തോ വന്നോട്ടെ. എന്നിട്ട് ഈ v² ഇവിടെ നിർത്തുക, rg അങ്ങോട്ട് കൊണ്ടുപോവുക. ഓക്കെ, ബാക്കി ഇവിടെ എഴുതാനുണ്ട്. എന്നിട്ട് v ഇവിടെ നിർത്തുക, ഇവിടെ സ്ക്വയർ റൂട്ട് ഇടുക. ഡെറിവേഷൻ 5 വരിയിൽ അവസാനിപ്പിക്കുക. ഓക്കെ, ആദ്യത്തെ 2 ഇക്വേഷൻ എഴുതാനാണ് പ്രയാസം, ബാക്കിയൊക്കെ എളുപ്പം. എന്നാ പറയും, ഇക്വേഷൻ നമ്പർ 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇതിന് ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യല്ലേ? എന്നാ പറയാം, ആരൊക്കെ ന്യൂമറേറ്റർ? എൻ സൈൻ തീറ്റ പ്ലസ് മ്യൂഎസ് എൻ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ പറ എൻ കോസ് തീറ്റ മൈനസ് മ്യൂഎസ് എൻ സൈൻ തീറ്റ. ഓക്കെ, എല്ലാ ടേമിലും കോമൺ ആയി ആരുണ്ട്? എല്ലാ ടേമിലും കോമൺ ആയി എൻ. അപ്പോൾ എൻ 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 കട്ട് ചെയ്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കട്ടോ, ഈ ന്യൂമറേറ്ററിലെ 2 ടേമിനെയും കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്, ഡിനോമിനേറ്ററിലെ 2 ടേമിനെയും കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതൊക്കെ ഈ സ്റ്റെപ്പ് തന്നെ ജസ്റ്റ് ഒന്ന് കാണിക്കുക. ഓക്കെ, ഈ ന്യൂമറേറ്ററിലെ 2 ടേമിനെയും കോസ് തീറ്റ കൊണ്ട്, ഡിനോമിനേറ്ററിലെ 2 ടേമിനെയും കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ്. അപ്പോൾ ഡെറിവേഷൻ തീർന്നു. ഇവിടെ ന്യൂമറേറ്ററിനെ കോസ് തീറ്റ കൊണ്ടും ഇവിടെ ഡിനോമിനേറ്ററിനെ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് വാല്യൂന് മാറ്റല്ലേ? ശരി, എന്നാ പറയും സൈൻ തീറ്റ, ആദ്യത്തെ ടേം സൈൻ തീറ്റയിലെ എവിടെ? ഈ സൈൻ തീറ്റയെ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സൈൻ ബൈ കോസ് എന്ന് പറഞ്ഞാൽ ടാൻ അല്ലേ? അപ്പോൾ ടാൻ തീറ്റ പ്ലസ്, ഇനി മ്യൂഎസ് കോസ് തീറ്റയെ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കോസ് തീറ്റ കട്ടായി പോയാൽ മ്യൂ എസ് എന്നല്ലേ വരിക? മ്യൂഎസ് കോസ് തീറ്റ ബൈ കോസ് തീറ്റ. ഇതിനെ മൊത്തത്തിലാണടാ ഈ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്, അതേപോലെ ഇതിനെ മൊത്തത്തിലാണ് കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ്. ഇനി ഇവിടെ കോസ് തീറ്റയെ കോസ് തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 മൈനസ് മ്യൂ എസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ, മ്യൂ എസ് സൈൻ ബൈ കോസ് പറഞ്ഞാൽ ടാൻ അല്ലേ? ഓക്കെ, അപ്പോൾ റൈറ്റ് സൈഡ് ആർ ജി ഇൻറ്റു ടാൻ തീറ്റ പ്ലസ് മ്യൂ എസ് ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ. ഓക്കെ, അങ്ങനെയെങ്കിൽ വി ഈസ് ഈക്വൽ ടു, ശ്രദ്ധിക്കുക, വി ഈസ് ഈക്വൽ ടു ആർ ജി ഇൻറ്റു വി ഈസ് ഈക്വൽ ടു ശ്രദ്ധിക്കുക സ്ക്വയർ റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു പറയും ടാൻ തീറ്റ പ്ലസ് മ്യൂ എസ് ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ. ഇങ്ങനെ വരും. ഓക്കെ, ഈ ഫോർമുല ബൈ ഹാർട്ടാക്കുകയും വേണം പ്രോബ്ലം ചെയ്യാൻ വേണ്ടി. ഡെറിവേഷൻ ചോദിച്ചാൽ ഇങ്ങനെ 5 വരിയിലാക്കി ചുരുക്കി എഴുതാൻ സാധിക്കുകയും വേണം.
ഓക്കെ, ശ്രദ്ധിക്കുക, ആർ ജി ഇൻറ്റു ടാൻ തീറ്റ പ്ലസ് മ്യൂ എസ് ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ. ഇപ്പോൾ ഡയഗ്രം കഴിഞ്ഞാൽ പിന്നെ ഈ 5 വരി മതി കേട്ടോ. ഓക്കെ, ഡയഗ്രം ശ്രദ്ധിക്കുക, ഇതാ ഡയഗ്രം. ഇത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഡെറിവേഷൻ ഇവിടുന്ന് തുടങ്ങി അതുവരെ എഴുതണം എന്ന് വിചാരിക്കരുത്. ഡയഗ്രം നിർബന്ധമായും തെറ്റാതെ പഠിക്കുക, പിന്നെ ഡെറിവേഷന് ഈ 5 വരി പഠിച്ചാൽ മതി. ഓക്കെ, അങ്ങനെയെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എക്സാമിന് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, ഇവിടെ ഈ സർഫസിൽ റോഡിൽ ഫ്രിക്ഷൻ ഇല്ല എന്ന് വിചാരിക്കും. സ്മൂത്ത് റോഡ്, ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ പിന്നെ തേയ്മാനം ഉണ്ടാവില്ല ടയറിന്. അപ്പോൾ ഫ്രിക്ഷൻ ഇല്ലാത്ത കേസാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വെലോസിറ്റിയെ, ഇതാണിപ്പോൾ മാക്സിമം സേഫ് വെലോസിറ്റി കാണാനുള്ള ഫോർമുല എന്ന് പഠിച്ചു. ഇനി ഫ്രിക്ഷൻ ഇല്ലാത്തൊരു കേസാണെങ്കിൽ നമ്മൾ അതിനെ ഒപ്റ്റിമം സ്പീഡ് എന്ന് പറയും. വാഹനത്തിനുണ്ടാകുന്ന ഒപ്റ്റിമം സ്പീഡ്. ഒപ്റ്റിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ ഇല്ലാത്ത സന്ദർഭത്തിൽ സ്പീഡ്. ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ പിന്നെ വേറെ ടിയർ ഇല്ല. അപ്പോൾ എക്സാമിന് കാൽക്കുലേറ്റ് ദി ഒപ്റ്റിമം സ്പീഡ് എന്നൊക്കെ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ വിത്തൗട്ട് കൺസിഡറിങ് ഫ്രിക്ഷൻ എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ബാങ്ക്ഡ് റോഡ് വിത്തൗട്ട് കൺസിഡറിങ് ഫ്രിക്ഷൻ എന്ന രീതിയിലാണ് പറയണമെങ്കിൽ നമ്മൾ ഈ ഫോർമുല ഡിറൈവ് ചെയ്തതിനു ശേഷം ആ ഫോർമുലക്കകത്ത് മ്യൂ എസ് എന്ന് പറയുന്ന പാർട്ടിലെ മ്യൂ എസ് ഫ്രിക്ഷൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻറ്റ്, ആ മ്യൂ എസ് എന്നുള്ള ഭാഗത്ത് 0 കൊടുക്കും. ഇവിടെ 0, ഇവിടെയും 0. ഇവിടെ 0 കൊടുത്താൽ പിന്നെ ന്യൂമറേറ്ററിൽ ടാൻ തീറ്റ മാത്രമല്ലേ ഉള്ളൂ. ഡിനോമിനേറ്ററിൽ ഇവിടെ 0 കൊടുത്താൽ 0 ഇൻറ്റു ടാൻ തീറ്റ 0, 1 മൈനസ് 0 1. അപ്പോൾ പിന്നെ എന്ത് മാത്രമേ അവിടെ ഇക്വേഷൻ വരുള്ളൂ, വി ഈസ് ഈക്വൽ ടു, ശ്രദ്ധിക്കണം, മ്യൂ എസിന് 0 കൊടുത്താൽ മാക്സിമം വെലോസിറ്റിയുടെ ഇക്വേഷൻ റൂട്ട് ആർ ജി ടാൻ തീറ്റ എന്ന് മാത്രം. ഇതാണ് ഒപ്റ്റിമം സ്പീഡ് ചോദിച്ചാൽ എഴുതേണ്ടത്. ഓക്കെ, ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യണില്ലെങ്കിൽ മാക്സിമം വെലോസിറ്റി ചോദിച്ചാൽ ഇതാണ് എഴുതുന്നത്. ഇതൊക്കെ മാക്സിമം വെലോസിറ്റിയുടെ ഫോർമുലയാണ്, തെറ്റരുത്. ഓക്കെ, ശരി. അങ്ങനെയെങ്കിൽ എക്സാമിന് ചോദിക്കുന്ന മറ്റൊന്ന്, ഈ ബാങ്കിങ് കൊണ്ടുള്ള ഗുണം എന്താണ്? നോക്കട്ടെ, ബാങ്ക്ഡ് റോഡല്ല, ലെവൽ റോഡായിരുന്നപ്പോൾ നമുക്ക് സെൻറ്ററിലേക്കുള്ള ഫോഴ്സായി ആക്ട് ചെയ്തത് ഫ്രിക്ഷണൽ ഫോഴ്സ് മാത്രം. എന്നാൽ ബാങ്ക്ഡ് റോഡായപ്പോഴോ, ബാങ്ക്ഡ് റോഡാകുമ്പോൾ സെൻറ്ററിലേക്കുള്ള ഫോഴ്സായി ആക്ട് ചെയ്തത് ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഒരു കമ്പോണൻറ്റും സെൻറ്ററിലേക്ക് ഉണ്ടായിരുന്നു, നോർമൽ റിയാക്ഷൻ്റെ ഒരു കമ്പോണൻറ്റും സെൻറ്ററിലേക്ക് ഉണ്ടായിരുന്നു. ശരിയല്ലേ? ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ കമ്പോണൻറ്റും സെൻറ്ററിലേക്ക് ഉണ്ട്, നോർമൽ റിയാക്ഷൻ്റെ കമ്പോണൻറ്റും സെൻറ്ററിലേക്ക് ഉണ്ട്. അപ്പോൾ ബാങ്ക്ഡ് റോഡാകുമ്പോൾ സെൻട്രിപ്പറ്റൽ ഫോഴ്സ് കൊടുക്കാൻ ആളുകൾ ഒരുപാടുണ്ട്. സെൻറ്ററിലേക്ക് നല്ല ഫോഴ്സ് കിട്ടും. സെൻട്രിപ്പറ്റൽ ഫോഴ്സ് കൊടുക്കാൻ അവിടെ നോർമൽ റിയാക്ഷൻ്റെ കമ്പോണൻറ്റും ഉണ്ട്, ഫ്രിക്ഷണൽ ഫോഴ്സും ഉണ്ട്. അപ്പോൾ നല്ല സെൻട്രിപ്പറ്റൽ ഫോഴ്സ് കിട്ടുന്നത് കൊണ്ട് ബാങ്ക്ഡ് റോഡാണെങ്കിൽ വളവ് തിരിയുമ്പോൾ നല്ല സ്പീഡ് പോയാലും കുറച്ച് സ്പീഡ് കൂട്ടിയാലും സ്കിഡായി പോകില്ല, കൂടുതൽ വെലോസിറ്റിയിൽ പോകാൻ പറ്റും. അതാണ് ഇൻ എ ബാങ്ക്ഡ് റോഡ് കമ്പോണൻറ്റ് ഓഫ് നോർമൽ റിയാക്ഷൻ ആൻഡ് ഫ്രിക്ഷണൽ ഫോഴ്സ്. നോർമൽ റിയാക്ഷൻ്റെ കമ്പോണൻറ്റും ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ കമ്പോണൻറ്റും സെൻട്രിപ്പറ്റൽ ഫോഴ്സ് നൽകുന്നു, അതുകൊണ്ട് ഗുണം. അപ്പോൾ ഇതൊക്കെ എക്സാമിൻ്റെ ചോദ്യമാണ്. എന്താണ് ബാങ്കിങ്? ഒരു ക്വസ്റ്റ്യൻ. ബാങ്ക്ഡ് റോഡിലെ സേഫ് വെലോസിറ്റി ഫോർമുല ഡിറൈവ് ചെയ്യുക, ആ ചിത്രം വരയ്ക്കുക, വരച്ചിട്ട് മാർക്ക് ചെയ്യുക, ബാങ്ക്ഡ് റോഡിൻ്റെ അഡ്വാൻറ്റേജ്, ഇതെല്ലാം പബ്ലിക് എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ്, ഒന്നല്ല ഒരുപാട് തവണ. ഓക്കെ, ഇതെല്ലാം ചോദിച്ചതിന് ശേഷം എക്സാമിന് ഈ ഭാഗത്തു നിന്ന് പ്രോബ്ലം ചോദിക്കാറുണ്ട്. എന്താ പ്രോബ്ലം പറ? എ സർക്കുലർ റേസ് ട്രാക്ക് ഓഫ് റേഡിയസ് 300 മീറ്റർ ഈസ് ബാങ്ക്ഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 15 ഡിഗ്രി. ഓക്കെ, എന്നിട്ട് അവിടുന്ന് എക്സാമിന് ചോദിക്കുന്ന ചോദ്യം നോക്ക്, 15 ഡിഗ്രി ആംഗിൾ ഓഫ് ബാങ്ക്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, അവിടെ ആ തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ ഉണ്ടല്ലോ, ആ ആംഗിളിന് ആംഗിൾ ഓഫ് ബാങ്കിങ് എന്നാണ് പറയുക. ആംഗിൾ ഓഫ് ബാങ്കിങ്. ദി കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദി വീൽസ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദി കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദി വീൽസ്, okay, between the wheels and of a race car and road is 0.2. ആ കാറും അതേപോലെ രണ്ട് ടയറും റോഡും തമ്മിലുള്ള ഫ്രിക്ഷൻ കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ 0.2. ഫൈൻഡ് ദി ഒപ്റ്റിമം സ്പീഡ്. ശ്രദ്ധിക്കുക, ഒപ്റ്റിമം സ്പീഡ് കാണാൻ പറഞ്ഞാൽ എന്താ ഫോർമുല? വി ഇസ് ഈക്വൽ ടു റൂട്ട് ആർ ജി ടാൻ തീറ്റ. ഇതാണ് ഒപ്റ്റിമം സ്പീഡിൻ്റെ ഫോർമുല. ഓക്കെ, ഇനി അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മാക്സിമം പെർമിസിബിൾ സ്പീഡ് ടു അവോയ്ഡ് സ്ലിപ്പിംഗ്. അപ്പോൾ അത് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ എഴുതിയ ഫോർമുല വി ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു, ശ്രദ്ധിക്കുക, ആർ ജി ഇൻറ്റു ടാൻ തീറ്റ പ്ലസ് മ്യൂ എസ് ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ എന്ന് വരും. ഓക്കെ, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ വരിക? സ്ക്വയർ റൂട്ട് ഓഫ് എത്ര? റേഡിയസ് പറ. റേഡിയസ് 300 മീറ്റർ ആണ്. ജീൻ്റെ വാല്യൂ 9.8 അല്ലെങ്കിൽ 10. ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ ടാൻ 15 എന്ന് വരും. ഓക്കെ, അപ്പോൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് നോക്കാം, സ്ക്വയർ റൂട്ട് ഓഫ് 300 ഇൻറ്റു അതേപോലെ 10 ഇൻറ്റു 10 അല്ലെങ്കിൽ 9.8 ഇൻറ്റു ടാൻ 15.
ഓക്കെ, അത് ചെയ്യുമ്പോൾ നമുക്ക് 28.35 എന്ന ആൻസർ കിട്ടും. 28.35 മീറ്റർ/സെക്കൻഡ്. ഇതാണ് ഒപ്റ്റിമം സ്പീഡ്. എന്നാൽ അതിന് പകരം നമുക്ക് എന്താ പറയുക, മാക്സിമം പെർമിസിബിൾ സ്പീഡ് ടു അവോയ്ഡ് സ്ലിപ്പിംഗ് എന്ന് പറയുമ്പോൾ ഈ ഇക്വേഷനിൽ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. റേഡിയസ് 300 ആണ്, പിന്നെ ജീൻ്റെ വാല്യൂ 10 അല്ലെങ്കിൽ 9.8, ദെൻ tan 15 പ്ലസ് മ്യൂ എസ് എത്ര പറ, മ്യൂ എസ് 0.2 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.2 ഇൻറ്റു tan 15. ഓക്കെ, ഇത് കാൽക്കുലേറ്ററിൽ അടിക്കുമ്പോൾ നമുക്ക് മാക്സിമം സേഫ് വെലോസിറ്റി കിട്ടും. എത്രയാണ് വരിക എന്നുള്ളത് ശ്രദ്ധിക്കുക. നോക്കിക്കോളൂ, ഞാൻ കാൽക്കുലേറ്ററിൽ അടിച്ച ആ വാല്യൂ പറയാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ആൻസർ കാൽക്കുലേറ്ററിൽ അടിക്കുമ്പോൾ 39.58 എന്ന് കിട്ടും. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാകുമ്പോൾ 39.58 ആണ്. ഫ്രിക്ഷൻ ഇല്ലാത്ത കേസിൽ 28.35 മീറ്റർ/സെക്കൻഡ്. ജീൻ്റെ വാല്യൂ 9.8 എടുത്ത് ചെയ്യുമ്പോൾ ചെറിയ വ്യത്യാസം, ചെറിയൊരു കുറവുണ്ടാവും. 10 എടുത്ത് ചെയ്താലും എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ലോസ് ഓഫ് മോഷൻ ചാപ്റ്റർ നമ്പർ 4. നമ്മൾ 4ാമത്തെ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ലോസ് ഓഫ് മോഷൻ എന്നുള്ള ചാപ്റ്ററിലെ മുഴുവൻ ടോപ്പിക്കുകളും എക്സാം ഓറിയൻറ്റഡ് ആയി എക്സാമിന് ചോദിക്കുന്ന വിവിധ രീതിയിലുള്ള ചോദ്യങ്ങൾ ഓരോ ഏരിയയിൽ നിന്ന് ഏതൊക്കെ രീതിയിലായിരിക്കും എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. മറക്കരുത്, ആദ്യത്തെ 4 ടേമുകൾ ഇനർഷ്യ, ഫോഴ്സ്, മൊമെൻറ്റം, ഇമ്പൾസ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പഠിച്ചത് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ, പിന്നെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, അതിൻ്റെ ആപ്ലിക്കേഷൻ, പ്രൂഫ്. അതിനുശേഷം നമ്മൾ പിന്നീട് ഇക്വിലിബ്രിയം ഓഫ് എ പാർട്ടിക്കിൾ എന്നുള്ള ചെറിയ ടോപ്പിക്കും അപ്പാരൻറ്റ് വെയിറ്റിൻ്റെ ലിഫ്റ്റ് എന്നുള്ള ഭാഗവും പറഞ്ഞു. അതിനുശേഷം ഫ്രിക്ഷനുമായി ബന്ധപ്പെട്ട തിയറി പാർട്ട് പറഞ്ഞു. ഫ്രിക്ഷൻ്റെ ഡെഫിനിഷൻ, ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ, ഫ്രിക്ഷൻ്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, ഫ്രിക്ഷൻ കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ. അത് കഴിഞ്ഞ് ലോസ് ഓഫ് ഫ്രിക്ഷൻ പഠിച്ചു. പിന്നെ അതിനുശേഷം നമ്മൾ അവസാന ഭാഗത്ത് 3 ഇക്വേഷനുകൾ ഡിറൈവ് ചെയ്തു. ഒന്ന് ആംഗിൾ ഓഫ് റീപോസിൻ്റെ മ്യൂ എസ് = tan θ എന്നുള്ള ഡെറിവേഷൻ, അതേപോലെ ലെവൽ റോഡിലൂടെ മാക്സിമം സേഫായി പോകാൻ പറ്റുന്ന വെലോസിറ്റിയുടെ ഫോർമുല, ബാങ്ക്ഡ് റോഡിലൂടെ പോകാൻ പറ്റുന്ന സേഫ് വെലോസിറ്റിയുടെ ഇക്വേഷൻ, പ്രധാനപ്പെട്ട ഡെറിവേഷൻ, അവസാനത്തെ 2 ഡെറിവേഷൻ, അതിന് അവസാനത്തെ 3 ഡെറിവേഷൻ, അതിനു മുമ്പ് F = ma എന്നതിൻ്റെ പ്രൂഫ്, ഇക്വേഷൻസ് വെച്ചുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് എല്ലാം സെറ്റായി കാണുമെന്ന് വിചാരിക്കുന്നു. വൃത്തിയായി പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ. ഓക്കെ.